You are the shimmer of untold dreams, the glitter of innumerable stars, the wave unbroken by the shore, the key and the melodious note, the soft laughter of the jewels, the brilliance of the treasure trove. You are the gem that knows its own radiance. Antara Celebration Diamonds from Kalyan Jewelers. നമ്മൾ സംസാരിക്കുമ്പോഴേക്ക് വാഴ 3യുടെ അനൗൺസ്മെന്റ് കൂടി ഉണ്ടാവും. എന്താ വാഴ 3? എന്താ വാഴ 3 കണ്ട് ഫീമെയിൽ റൈറ്റേഴ്സിനെ നോക്കുന്നുണ്ട്. എന്റെ POV മാത്രം വെച്ചിട്ട് മണ്ടത്തരങ്ങൾ എഴുതി കൂട്ടണ്ട. പടക്കത്തിന്റെ സീനിൽ അത് മനസ്സിലായിട്ടുണ്ടാവും. ഇത് നിങ്ങൾ ഇങ്ങനെയല്ല കാണേണ്ടിയിരുന്നത് എന്ന് പറയുന്നത് മൂന്നാമത്തെ സിനിമയുടെ ക്ലൈമാക്സ് വൈറൽ പോലെ നമ്മൾ കണ്ടു ചിരിച്ചതും യഥാർത്ഥത്തിൽ സംഭവിച്ചത്. ബേസിൽ ഇപ്പോഴും എടുത്തു പറഞ്ഞു, ഇന്റർകട്ടിലാ നിങ്ങളൊരു സിനിമ ചെയ്ത് എനിക്ക് കാണിച്ചു തന്നു. ബേസിൽ ഇപ്പൊ വാഴ 2 കണ്ടിട്ട് പറഞ്ഞു, നിങ്ങൾ ട്രിക്ക് സ്ഥിരം ഊടായ്മ പരിപാടി ഇതാണ്. തെരഞ്ഞെടുപ്പ് ചൂട് പോലും അഫക്റ്റ് ചെയ്യാത്തൊരു മലയാള സിനിമ. ആണുങ്ങളോടും പെണ്ണുങ്ങളോടും സംസാരിക്കുമ്പോൾ നിങ്ങളുടെ സ്കൂളിലുണ്ടാകുന്ന നെഗറ്റീവ്സ് പറയുമ്പോൾ അവർ ഫസ്റ്റ് പെൺകുട്ടികൾ പറഞ്ഞ ഫസ്റ്റ് വാക്കാണ് ഇവളുമാർ ഉടുത്തൊരുങ്ങി വരുന്നത് തന്നെ ഇവന്മാരെ കാണിക്കണം. അത് ഗേൾസ് സ്കൂൾ വരെ പറയും. ഇപ്പൊ ഗേൾസ് സ്കൂളിലെ പിള്ളേർ ഇവിടെ ബോയ്സേ ഇല്ല. വാഴ 2 എന്ന് പറയുമ്പോൾ നമ്മൾ അന്നന്ന് എഴുതിക്കൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾ ലൊക്കേഷനിൽ അങ്ങനെ വാനില ചെടി പാട്ടാണ് മനസ്സിലാവും. അതാണ് ക്ലൈമാക്സ്. മലയാളത്തിൽ ട്രെൻഡ് സെറ്ററായി വാഴ 2 മാറിയ സാഹചര്യത്തിൽ റൈറ്റർ പ്രൊഡ്യൂസർ വിപിൻ ദാസ് ആണ് സ്റ്റുഡിയോയിൽ. ആദ്യം കൺഗ്രാറ്റ്സ്. നമ്മൾ ആദ്യത്തെ വാഴയെക്കുറിച്ചുള്ള ഒരു കോൺവെർസേഷൻ ഇപ്പം സ്റ്റിൽ ഇൻസ്റ്റാഗ്രാമിൽ കിടക്കുന്നുണ്ട്. അന്ന് വിപിൻ പറഞ്ഞ കുറേ കാര്യങ്ങൾ ഓൾമോസ്റ്റ് സെയിം സ്ട്രക്ചർ, സെയിം ഫോർമുല, പക്ഷേ കംപ്ലീറ്റ്ലി ഫ്രഷ് ആയിട്ടുള്ള ഒരു, എനിക്കൊന്ന് വാഴ 1 കണ്ടിട്ട് ഇഷ്ടപ്പെടാത്തവർക്ക് പോലും, വാഴ കാണാത്തവർക്ക് പോലും അത്രമേൽ ടച്ചിങ് ആയൊരു സിനിമ മാറുന്നു. അത് നമ്മളൊരു സമയത്ത് പ്രേമം, പിന്നീട് പ്രേമലു എന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊരു ഭയങ്കര മലയാളത്തിൻ്റെ ഒരു ഇൻഡസ്ട്രി ട്രെൻഡ് സെറ്റർ പോലൊരു സിനിമയായിട്ട് മാറുന്നു. കാരണം അത് ഏത് ഷോയിലും, അതായത് ഒരു ഡേ ടൈം ഷോയിലും നൈറ്റ് ഷോയിലൊക്കെ ഒരുപോലെ ആളുകൾ ഇമോഷണൽ ആവുന്ന, തിയേറ്ററിനെ മുഴുവൻ സെലിബ്രേറ്റ് ചെയ്യുന്നൊരു സിനിമയായി മാറുന്നു. അപ്പോൾ വെറുതെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് ചൂട് പോലും അഫക്റ്റ് ചെയ്യാത്തൊരു മലയാള സിനിമ. 2 എന്ന് കൺസീവ് ചെയ്യുന്ന സമയത്ത് വിപിൻ്റെ ഡേ 1 എന്തായിരുന്നു പ്ലാൻ? ഡേ 1 പ്ലാൻ നമുക്ക് സ്ട്രക്ചർ സെയിം തന്നെ പോകുന്നു വിചാരിച്ചിരുന്നു. പക്ഷേ ഇത്രയും സിമിലർ ആയിട്ട് പോകുന്ന ഡൗട്ട് ഉണ്ടായിരുന്നു. പിന്നുള്ള തോന്നൽ 1നേക്കാൾ ബെറ്റർ ആയിട്ട് ചെയ്യണം. ആ ഫ്രാഞ്ചൈസിയുടെ അവർ എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. 1ൻ്റെ അതെന്ന് വെച്ചാൽ വളരെ കുഞ്ഞ് സിനിമയാണ്. വളരെ ചെറിയ ബഡ്ജറ്റിൽ ഒരു 40 ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്ത സിനിമയാണ്. അപ്പോൾ അതിനതിൻ്റെതായ ചിലപ്പോൾ ചെറിയ ചെറിയ പോരായ്മകളുണ്ടാവും. അത് നമ്മളതിനകത്ത് എനിക്കൊന്നൊരു 3/4 മണിക്കൂറോളം ഷൂട്ട് ചെയ്തിട്ടില്ല. ഒരു 1 ഹവറോളം നമ്മൾ ഷൂട്ട് ചെയ്തിട്ടില്ല. ഞാനത് അന്നും ഇൻ്റർവ്യൂവിൽ പറഞ്ഞത്. അതാണ് നമ്മൾ വാഴ 2 ഉപയോഗിക്കുന്നത്. അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് കിട്ടാത്തൊരു ഫ്രീഡം, ബഡ്ജറ്റ് കൺസ്ട്രക്റ്റീവായിട്ട് നമുക്ക് ഇത്രയ്ക്കകത്ത് തീർക്കണം എന്നുള്ളൊരു ഭയങ്കര ടൈറ്റായിട്ടാണ് നമ്മൾ സിനിമ. ഒരു ആരും ഇല്ലല്ലോ, എക്സ്പെക്റ്റേഷൻ ഇല്ല, പുതിയ ആൾക്കാർ. അപ്പം അന്ന് ചെയ്തത് ഒരു സാമ്പിളായിട്ട് മാത്രമേ നമ്മൾ കരുതിയുള്ളൂ. കാര്യം ആനന്ദ ചെറിയ ബഡ്ജറ്റ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഇന്ന് ഈ ഒരു വലിയ പടം ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതിൻ്റെ രീതിയിൽ ഹിറ്റായിട്ടുണ്ടാവും. പക്ഷേ അതിനകത്ത് ചില കുറവുകളുണ്ടാവും. ആ കുറവുകളുടെ മൊത്തം ഉത്തരവാദിത്തം എന്ന് പറയുന്നത് നമുക്ക് അതിനകത്തുള്ള ഒരു ബഡ്ജറ്റ് തന്നെയായിരുന്നു. ചെറിയ ബഡ്ജറ്റ് ചെയ്യുക എന്നുള്ളൊരു ഉത്തരവാദിത്തമായിരുന്നു. ഇപ്പോൾ രണ്ടാമത് വരുമ്പോൾ നമുക്ക് ആ പ്രശ്നമില്ല. ഞങ്ങൾ വാഴയിൽ കിട്ടിയ എല്ലാ കാശും നമ്മൾ വാഴ 2 എല്ലാവരും, ഞാൻ പറഞ്ഞു, നിങ്ങളെല്ലാം ഇതിലിട്ടാൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. വീണ്ടും ഒരു റിസ്കി പരിപാടിയിലോട്ട് തന്നെ പോകുന്നെന്ന് പറഞ്ഞപ്പോൾ അവർ ഓക്കെ പറഞ്ഞു. പിന്നെ ഇതെങ്ങനെ ഷൂട്ട് ചെയ്യാന്നുള്ളത് മാത്രമേ ആലോചനയുള്ളൂ. അല്ലാതെ ഇതിൻ്റെ ബഡ്ജറ്റോ ഇല്ല മറ്റു കാര്യങ്ങളോ ഒന്നും നമ്മൾ ബാധിച്ചില്ല. അപ്പം അപ്പം തോന്നുന്നതിൽ നമ്മൾ മാറ്റങ്ങൾ വരുത്തി റീഷൂട്ട് ചെയ്തിട്ടുണ്ട്, റീവർക്ക് ചെയ്തിട്ടുണ്ട്, സ്ക്രിപ്റ്റ് റീവർക്ക് ചെയ്തിട്ടുണ്ട്. എഴുതിയ സ്ക്രിപ്റ്റ് തന്നെ മാറ്റി വീണ്ടും എഴുതി ആ സീൻ ഒന്നുകൂടെ എഴുതിയിട്ട് വീണ്ടും ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ ഒരു പുഷ് അതിനകത്തുണ്ടായി. വാഴ 1 അങ്ങനെയല്ല, ഞാനും ആനന്ദും കൂടെ മാത്രം എടുത്ത ഡിസിഷൻസിൽ പോയ സാധനങ്ങളാണ്. വാഴ 2 വരുമ്പം സവിനെ, ഞാൻ, എൻ്റെ റൈറ്റിംഗ് ടീമും സവിൻ്റെ ഡയറക്ഷൻ ടീമെല്ലാം ഒന്നായിട്ടിരുന്നുകൊണ്ട് സ്ക്രിപ്റ്റിൽ വീണ്ടും വീണ്ടും പണിയെടുത്തിട്ട് ഈ പറഞ്ഞ പോലെ ലാസ്റ്റ് മൊമെൻ്റ് വരെ സ്ക്രിപ്റ്റിലും ഷൂട്ടിലൊക്കെ നമ്മൾ റീവർക്ക് നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എഫേർട്ടായിരിക്കാം ചിലപ്പോൾ അതങ്ങനെ വന്നിരിക്കുന്നത്. സിനിമാറ്റിക് സ്വഭാവത്തിൽ വിപിൻ അറിഞ്ഞോ അറിയാതെയോ വിപിൻ തന്നെ ഒരു വേറൊരു തരം കൾച്ചർ, വേറെ തരം ഒരു ട്രെൻഡ് ക്രിയേറ്റ് ചെയ്യാണ്. കാരണം
റീൽസിൽ നിന്ന് ഒരുപാട് പേരെ ഒരു സിനിമയുടെ പബ്ലിസൈസ് ചെയ്ത് കിട്ടാൻ അല്ലെങ്കിൽ സിനിമയ്ക്ക് കിട്ടുന്ന ഒരു മാർക്കറ്റിംഗ് പൊട്ടൻഷ്യലിൻ്റെ കാര്യത്തിലൊക്കെ റീലിൽ നിന്ന് ഈ കണ്ടൻറ് ക്രിയേറ്റേഴ്സ് സിനിമയിൽ വരാറുണ്ട്. പക്ഷേ ഒരു ഫ്രാഞ്ചൈസ് പൊട്ടൻഷ്യലിൽ ഒരു യുണീക്ക് കണ്ടൻറ് ഉണ്ടായിട്ട് അതിലേക്ക് പ്രോപ്പർ ആക്ടേഴ്സായിട്ട് അവരെ പ്ലേസ് ചെയ്യപ്പെടുന്നു. ഇപ്പം ഞാൻ പറഞ്ഞ ഹാഷിറാണേലും അലനാണേലും അജിനാണേലും വിനായക്കാണെങ്കിലും നമ്മൾ അവരെ കണ്ട അതേ മാനറിസത്തിലും ആ ഒരു ലൈക്കബിലിറ്റിയാണ് ഇങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്തേക്കുന്നത്. പക്ഷേ ഇവിടെ വരുമ്പോൾ അവർ വാഴ എന്ന് പറയുന്ന സ്റ്റോറി വേൾഡിനകത്താണ്. നമ്മൾ അവിടെ അവരുടേത് അവർക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടില്ലാത്ത എല്ലാമാണ്. അതായത് അതൊരു കാസ്റ്റിംഗ് കോളിലെ ഓഡിഷൻ വീഡിയോ ആയിട്ടാണ് നമ്മൾ ഹാഷ്റെ കണ്ടന്റ് കാണുന്നെങ്കിൽ ഇവിടെ അതിൽ അവരെ കംപ്ലീറ്റ്ലി എക്സ്പ്ലോർ ചെയ്യുന്ന, ഇതിൻ്റെ സെക്കൻഡ് ഹാഫ് ഒക്കെ വരുമ്പോൾ അതിൻ്റെ ഇമോഷണൽ ലേയേഴ്സ്, ഇപ്പം അത് ഹാഷിർ ഷോൾഡർ ചെയ്യുന്ന രീതിയിലാണല്ലോ ക്യാരക്ടറിനെ കൊണ്ടുപോകുന്നത്. കാരണം അതൊരു കോൺഫിഡൻസ് ആണല്ലോ. ഇപ്പം നമ്മളാണെങ്കിലും അവരുടെ 400+ വീഡിയോസ് ആയിരിക്കും ഞാൻ പേഴ്സണലി കണ്ടിട്ടുള്ള. വിപിൻ ചിലപ്പോൾ അതിൽ കുറഞ്ഞ വീഡിയോസ് ആയിരിക്കും തന്നെ. പക്ഷേ ഇവരെ ഒരു ഫുൾ ലെങ്ത് ആക്ടർ പൊട്ടൻഷ്യൽ, കാരണം വെച്ചാൽ ഇതിന് മുമ്പ് വിപിൻ അഭിനയിച്ചവരൊക്കെ പ്രൂവൺ ആക്ടേഴ്സ് എന്നുള്ള രീതിയിലാണല്ലോ. ആ ഒരു കോൺഫിഡൻസ് എങ്ങനെയാണ് ഇതിലേക്ക് സെറ്റ് ചെയ്ത് വന്നിരിക്കുന്നത്? അത് നമുക്ക് ഈ പറയുന്ന 2 വർഷം സമയമുണ്ടായിരുന്നു. നമ്മൾ വളരെ കൃത്യമായൊരു ആക്ടിങ് വർക്ക്ഷോപ്പ് അവർക്ക് കൊടുത്തിട്ടുണ്ട്, വളരെ എവിഡൻ്റ് ആയിട്ടുള്ള. അതായത് അവരുടെ ഇൻസെക്യൂരിറ്റീസും അവരുടെ എന്താ നെഗറ്റീവ്സൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടുള്ളൊരു ടൈം അവർക്കത് കിട്ടി. അപ്പോൾ അവർക്ക് അതിനുള്ള കൃത്യമായ ഹെൽത്തിൻ്റെ ഡയറ്റ് ഉൾപ്പെടെയുള്ള പരിപാടി നമ്മൾ അവരെ ഒരു കുറേ കാലം കൂടെ നിർത്തി അവരെ ട്രെയിൻ ചെയ്യിച്ച് നമ്മൾ എങ്ങനത്തെ ക്യാരക്ടേഴ്സാണ് ഇവർക്ക് കൊടുക്കുന്നതെന്ന് ആക്ടിങ് ട്രെയിനർക്ക് പറഞ്ഞു കൊടുത്ത് അതിനനുസരിച്ച് ഇവരെ മോൾഡ് ചെയ്യാൻ തുടങ്ങി. അപ്പം ഇവർ ഓൾറെഡി 4 പേര് ഒരുമിച്ചാണ് സ്കൂളിലേക്കാണല്ലോ. അതെ, അപ്പം അവര് എന്താണോ റീൽ ചെയ്യുന്നത് അത് ചെയ്യേണ്ടെന്നുള്ള തീരുമാനം ആദ്യമേ ഉണ്ട്. അതിൽ 2 കാര്യങ്ങൾ, ഒന്ന് ഇവരെ അഭിനയിപ്പിക്കുക എന്നുള്ളായിരുന്നു, രണ്ടാമത്തെ കാര്യം ഇവർ ഒരുമിച്ച് അഭിനയിപ്പിക്കണം തീരുമാനം ഉണ്ടായി ആദ്യമേ. അതായത് ഒരിടത്ത് ഇരുന്നിട്ട് 4 പേരും കൂടെ സംസാരിക്കുന്ന ഒരു ടീം വന്നിട്ട് ക്യാരക്ടറിലേക്ക് ഒരു 4 പേരും കൂടെ ഒരുമിച്ചിരിക്കുന്ന സീൻ 2 സീനേ ഉള്ളൂ അതിനകത്ത്. ഒന്ന് ആ റിസൾട്ട് വരുന്ന സീനും, 2 ആ പുത്രന്റെ സീൻ കഴിഞ്ഞിട്ട് വരുന്ന പറമ്പിലിരിക്കുന്ന ഒരു ആ ഡ്രഗ്സിനെ കുറിച്ച്, അത് രണ്ടുമാണ് ഒരു റീൽ സ്വഭാവത്തിൽ അവർ ഇരുന്ന് സംസാരിക്കുന്ന 2 സീൻ. ബാക്കിയൊന്നും നമ്മൾ അങ്ങനെ ഇരുത്തിയിട്ടില്ല. ഇരുത്തിയാൽ ഉടനെ ഇത് നമുക്ക് റീലിലോട്ട് കണക്ട് ആവും ആളുകൾ. അപ്പം ഒരുമിച്ച് ഒരിടത്ത് ഇരുന്ന് അല്ലെങ്കിൽ ആ 4 പേരും കൂടെ ഉള്ള ഒരു കോൺവെർസേഷൻ സീൻ ഒരിക്കലും വേണ്ടാന്ന് തീരുമാനിച്ചു. അപ്പോൾ അതാണ് ഏറ്റവും വലിയ ചലഞ്ച്. അപ്പോൾ അവർ സംസാരിക്കാതെ എങ്ങനെ സിനിമ ഉണ്ടാക്കാം എന്നുള്ളതായിരുന്നു ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പം നമുക്ക് ആദ്യമേ ഒരു പടം ചെയ്തു വെച്ചുകൊണ്ട് ആ ടെംപ്ലേറ്റ് ഫോളോ ചെയ്യാൻ പറ്റും. ഒന്ന്, 2, ഇത് ഇവർക്ക് അതിനുള്ള ഡെഡിക്കേഷനും ഉണ്ടായി എന്നുള്ളതാണ്. ഇവർക്ക് റീല് പോലെ ഇരിക്കേണ്ടെന്ന് ഇവർക്കൊരു തോന്നലുണ്ട്, നമുക്കും അതുണ്ട്. അപ്പോൾ ആ ഒരു പോയിന്റിലാണ് നമ്മളത് കറക്റ്റ് ബ്ലെൻഡ് ആവുന്നത് ആക്ടേഴ്സ്. അതിന് പ്രത്യേകിച്ച് താങ്ക്സ് ആണ് രാജേഷ് നാരായണൻ. അപ്പോൾ പുള്ളി കുറേ കാലം ഇവരെ ട്രെയിൻ ചെയ്യിക്കും, ഇവരുടെ ഇൻസെക്യൂരിറ്റീസോ ഇവരുടെ പ്രശ്നങ്ങളൊക്കെ മാറ്റി പെർഫെക്റ്റ് ആക്ടേഴ്സാണ് ഇവർ. 4 പേര് മാത്രമല്ല കേട്ടോ, അതിൽ ശബരി, ഈ പറഞ്ഞ പെൺകുട്ടികൾ എല്ലാവരെയും അതിനകത്ത് വെച്ചിട്ട് ഒരു 8 പേരുണ്ടായിരുന്നു. അവർ ഒരുമിച്ച് നടത്തിയ ഒരു ആക്ടിങ് വർക്ക്ഷോപ്പ് വളരെ കൃത്യമായിട്ട് നടത്തിയതുകൊണ്ടാണ് അത് എനിക്ക് തോന്നുന്നു ആ ഒരു പ്രിപ്പറേഷൻ ഭയങ്കര ഗുണം ചെയ്തവർക്ക്. വിപിൻ ക്രിയേറ്റർ ആവുന്ന, വിപിൻ റൈറ്റർ ആവുന്ന, വിപിൻ ഡയറക്ടർ ആവുന്ന എല്ലാ സിനിമകളും ഒരു പ്രീച്ചി സ്വഭാവത്തിലല്ലാതെ ഭയങ്കര വിറ്റി ഫൺ ഈ റൈഡിലൊക്കെ വന്നിട്ട് അതിൻ്റെ ഒരു ലാൻഡിങ്, അതിൻ്റെ ഒരു പ്രീ ക്ലൈമാക്സ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ക്ലോഷറിൽ വളരെ സോഷ്യൽ ഇമ്പാക്റ്റ് ഉള്ള, അതായത് ഭയങ്കര കണ്ടംപററി ഇഷ്യൂസ് വരും. ഇപ്പോൾ നമ്മൾ ഗുരുവായൂരമ്പലമാണെങ്കിൽ പറഞ്ഞാൽ പോലും അതിൽ ഭയങ്കര ജഡ്ജ്മെൻ്റലായിട്ടുള്ള ആളുകളുണ്ട്. അവിടെയൊക്കെ ഒരു പെൺകുട്ടിയുടെ തെരഞ്ഞെടുപ്പ് സംഗതിയിലേക്ക് വരുന്നു. ഇപ്പം ജയഹെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആ ടോക്സിസിറ്റി ഉള്ള ഒരു ഫാമിലി അറ്റ്മോസ്ഫിയർ, ഡൊമസ്റ്റിക് അബ്യൂസിനൊക്കെ വെച്ചിട്ട്, എന്നാൽ അത് ഭയങ്കര, അതായത് ആ ജഡ്ജിൻ്റെ പൊസിഷനിങ്ങിൽ പോലും ഭയങ്കര ഇമ്പാക്ട്ഫുൾ ആയിട്ട്. ഇപ്പോൾ ഈ സിനിമ ഞാൻ വളരെ പ്ലെയിൻ ആയിട്ടാണ് കാണുന്നത്. കാരണം വെച്ചാൽ ഇതിലെന്താണ് സംഭവിക്കാൻ പോകുന്നത്. കാരണം വെച്ചാൽ ഞാൻ വിപിനോട് തന്നെ, എനിക്ക് വാഴ അങ്ങനെ വിപിൻ്റെ പടങ്ങളിൽ അത്ര ഇഷ്ടപ്പെട്ട പടമൊന്നുമല്ല വാഴ എന്ന് പറയുന്ന ഫസ്റ്റ് പടം. പക്ഷേ ഇതിൻ്റെ സിനാരിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വിപിൻ്റെ എല്ലാ പടങ്ങളുടെയും നമുക്ക് ഭയങ്കര ഏറ്റവും അടുപ്പമുള്ള, ഏറ്റവും ഇമോഷണലി കണക്റ്റഡ് ആവുന്ന സാധനം. 2, ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് ഓക്കെ ഇതൊരു ജെൻസി സ്വഭാവമുള്ളൊരു കുട്ടികളുടെയാണ്, അല്ലെങ്കിൽ നമുക്ക് ശേഷം വന്ന തലമുറയെ കണക്ട് ചെയ്യുന്ന അവരുടെ നൊസ്റ്റാൾജിയാണ്. പക്ഷെ അതേസമയം തന്നെ ഇത് ലേയേർഡായി നോക്കിക്കഴിഞ്ഞാൽ 90s 80 മിഡിൽ ജയിച്ച ആളുകൾ, 90s 20s, ഇത് ഈ പറയുന്ന മില്ലനിയൽസും ജെൻസീസ് എന്നൊക്കെ പറയുന്ന എല്ലാവർക്കും റിലേറ്റ് ചെയ്യാവുന്ന ഒരു യൂണിവേഴ്സ് ഉണ്ടാക്കുന്നു. അങ്ങനെ സ്റ്റോറി വേൾഡ് സെറ്റ് ചെയ്യുന്നു. പിന്നെ ഒരു പ്രൊഡ്യൂസറോട് സ്ട്രൈറ്റ് പറഞ്ഞാൽ ഇത്രയും ഇഷ്യൂസ് ഇതിൽ കവർ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 10 ഇഷ്യൂസ് പ്ലസ് ഒക്കെ, അതായത് ഇപ്പം അതിൽ പാരൻറ്റിങ് ഉണ്ട്, ഈ പറയുന്ന പിന്നെ പുറത്ത് ഫോറിൻ എഡ്യൂക്കേഷൻ പ്രിഫറൻസ് ഉള്ള സംഗതി ഉണ്ട്, ഡ്രഗ്സ് ഉണ്ട്, ടീച്ചിങ്ങുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ് ഉണ്ട്, ഈ സിബ്ലിങ്സ് റിലേറ്റഡ് ഇഷ്യൂ ഉണ്ട്. അതായത് അതിൽ കണക്ട് ചെയ്യാൻ പറ്റാത്ത, അതായത് ഒരു 10 സിനിമയ്ക്കുള്ള വിഷയങ്ങളൊക്കെ അതിലുണ്ട്. പക്ഷെ അതൊരു നിലയ്ക്കും
അതിനൊരു ഓവർ വെയിറ്റ് ഫീൽ ചെയ്തില്ല. എങ്ങനെയാണ് ഇതിനെ ഈ പറയുന്ന ഇത്രയും ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് അതൊരു ഫൈൻ ഫിലിമായിട്ട് സ്ട്രക്ചർ ചെയ്യുന്നത്? റൈറ്റിങ്ങിൽ ആർക്കും ഒരു പക്ഷേ റീസെൻ്റ്ലി ഒന്നും എടുക്കാൻ പറ്റാത്ത തരം ചാലഞ്ചും റിസ്ക്കും അതിനകത്തുണ്ടല്ലോ. എനിക്ക് തോന്നുന്നത് എല്ലാവരും അത് 2 സിനിമയായിട്ട് കാണുന്നുണ്ടാണ്. ഞാൻ 3 സിനിമയായിട്ട് കാണുന്നുണ്ട്. ഇത് തുടങ്ങിയ ജെ-ജെയിലാണ്. അതിനകത്ത് ഞാൻ ഓർക്കുന്നുണ്ട് പല ടൈറ്റിലും ആദ്യമൊക്കെ വച്ചിരുന്നതിൽ ബയോപിക് ഓഫ് ബില്യൺ വുമൺ എന്നാണ് വെച്ചിരുന്നത്. ജെ-ജെയുടെ താഴെ എഴുതിയിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ പോസ്റ്റേഴ്സിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതൊരു സിനിമയുടെ കഥ പറയുന്ന സിനിമയല്ല ബേസിക്കലി. ഈ 3 സിനിമകളും കഥ പറയാൻ വേണ്ടി ലിറ്ററലി കഥയില്ല. എന്താ നടക്കുന്നത് വെച്ചാൽ ഒരു ലൈഫ് മാത്രമേ ഉള്ളൂ. ബയോപിക് എന്ന് വയ്ക്കുന്നതിൻ്റെ കാര്യമാണ്. ബയോപിക് എന്നുള്ള മീനിങ് ചെയ്യുന്നത് തന്നെ ഇവരുടെ ലൈഫിലെ കാര്യങ്ങൾ എൻ്റെ POVയിലൂടെ കാണുന്നതാണ് ആ സിനിമ. ഈവൻ ജെ ആണെങ്കിലും ഒരു പെണ്ണിൻ്റെ ലൈഫ് ഞാൻ ആസ് എ റൈറ്റർ ഞാൻ എങ്ങനെ കാണുന്നു എന്നുള്ളതായിരുന്നു ആ സിനിമയുടെ ഫസ്റ്റ് തോട്ട് തന്നെ. അപ്പം അങ്ങനെയാണെങ്കിൽ ആ കുഞ്ഞ് ജനിക്കുന്ന മൂലം ആ കുഞ്ഞിനൊരു തിരിച്ചറിവ് അല്ലെങ്കിൽ മെച്യൂരിറ്റി വരുന്നിടത്താണ് സിനിമ തീരുന്നത്. അത് തന്നെയാണ് ജയയുടെ ഡിവോഴ്സ് നടക്കുന്നിടത്ത് സിനിമ തീരുന്നതായിട്ട് ഞാൻ വെച്ചിരിക്കുന്നത്. ഇനി അതിനകത്ത് ശേഷം എന്ത് നടക്കുന്നതും പുള്ളിയുടെ ഓൺ ഡിസിഷൻസ് ആണ്, മെച്യൂർഡ് ബിഹേവിങ്ങിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതുവരെ ആ തിരിച്ചറിവ് ഉണ്ടാക്കുന്നിടത്താണ് ആ സിനിമ ജെ തീരുന്നത്. അതിനകത്തുള്ള സെയിം ടെംപ്ലേറ്റാണ് വാഴയിലുണ്ടായിരുന്നത്. അതായത് ജെ-ജെയിലെ ഫൈറ്റ് സീൻ ഉണ്ടല്ലോ, ഇൻട്രോ കഴിഞ്ഞ് ഫസ്റ്റ് വരുന്ന ഫൈറ്റ് സീനാണ്. അത് തന്നെയാണ് ബേസിൽ വരുന്ന സീൻ. അത് തന്നെയാണ് പുത്രം വരുന്ന സീന്. അവിടെയാണ് ഒരു ഫ്ലിപ്പ് മൊത്തത്തിൽ. ആ ഫൈറ്റ് സീൻ കഴിഞ്ഞിട്ടൊരു വീട്ടിനകത്തൊരു കോൺവെർസേഷൻ ഉണ്ട്, എന്നെ എത്ര അടി അടിച്ചു എന്നൊക്കെ പറയുന്നൊരു സാധനമുണ്ട്. അത് തന്നെയാണ് ബേസിലത്തെ സീൻ, അത് തന്നെയാണ് പുത്രൻ്റെ സീൻ. ആ കോൺവെർസേഷൻ നമുക്ക് കുറേ എവിഡൻ്റ് ആവുന്നുണ്ട്. ആണും പെണ്ണും തമ്മിലുള്ള വ്യത്യാസങ്ങളോ ഇല്ലെങ്കിൽ ഓരോ പൊസിഷനിൽ നിൽക്കുമ്പോൾ ഉണ്ടാവുന്ന വ്യത്യാസങ്ങൾ അതിനകത്ത് എന്താ പറയുക, അസീസ് നെടുമങ്ങാട് വന്ന് എൻ്റർ ചെയ്യുന്നത് പോലെയാണ് എനിക്ക് ബേസിലും പുത്രനൊക്കെ എൻ്റർ ചെയ്യുന്നതായിട്ട് തോന്നാം വീട്ടിലോട്ട് എന്ന് പറയുന്ന സിനാരിയിലോട്ടാണത് ഞാൻ അതിനെ സ്കെയിൽ ചെയ്തിരിക്കുന്നത്. അപ്പം ഏത് സബ്ജക്റ്റിലും ഞാൻ എൻ്റേതായ ഒരു POV കാണാൻ ശ്രമിക്കുന്ന ഒരു ഐഡിയോളജി എനിക്ക് ഉണ്ടാവുന്നതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഈ 3 പടം ഒരുപോലെ ഇരിക്കുന്നില്ല. ഇനി ഇതുപോലത്തെ പടങ്ങൾ ചെയ്യുമ്പോൾ ബയോപിക് എന്ന് പേരിടുകയാണെങ്കിൽ എൻ്റെ POV തന്നെ ആയിരിക്കും. അത് എവിഡൻ്റായിട്ട് പറയാൻ നമുക്ക് ഇപ്പം ആൾക്കത് മനസ്സിലാവില്ലായിരിക്കാം. പക്ഷെ മൂന്നാമത്തെ പാർട്ടിൽ ആ പടക്കത്തിൻ്റെ സീനിൽ അത് മനസ്സിലായിട്ടുണ്ടാവും. ഇത് നിങ്ങൾ ഇങ്ങനെയല്ല കാണേണ്ടിയിരുന്നത് എന്ന് പറയുന്നത് മൂന്നാമത്തെ സിനിമയുടെ ക്ലൈമാക്സ് വൈറൽ പോലെ നമ്മൾ കണ്ടു ചിരിച്ചതും യഥാർത്ഥത്തിൽ സംഭവിച്ചതും ഇങ്ങനെയാണ് നിങ്ങൾ അതിനെ നോക്കി കാണേണ്ടത് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എവിഡൻ്റ് ആവുന്നത് മൂന്നാമത്തെ സിനിമയുടെ ക്ലൈമാക്സിലാണ്. പക്ഷെ ദ വെരി ഫസ്റ്റ് സീൻ ഓഫ് ജെ മുതൽ ഞാനുണ്ട്. ജെ ഈ കുട്ടി വളരുമ്പോൾ കാറ് കൊടുക്കുന്നതും ഇല്ലെങ്കിൽ ഇവർക്ക് രണ്ടുപേർക്കും കൊടുക്കുന്ന ടോയ്സ്, അത് നമ്മൾ ആദ്യം കണ്ടത് ഇങ്ങനെയായിരുന്നു. പക്ഷെ രണ്ടാമത് റീവൈൻഡ് ചെയ്തിട്ട് ഒന്നുകൂടെ കാണിക്കുമ്പോൾ അതെന്താ അങ്ങനെ എന്ന് വെച്ചിട്ട് രണ്ടാമത് കാണിക്കുമ്പോൾ ആണ് നമുക്കത് മനസ്സിലാവുന്നത്. അപ്പൊ അത് ഞാൻ സിനിമയുടെ ഫസ്റ്റ് സീൻ മുതലുണ്ട്. പക്ഷെ അത് ആൾക്ക് എവിഡൻ്റ് ആവുന്നത് ഇവിടെയാണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അതൊരു POV ചേഞ്ച് തന്നെയാണ്. അല്ലെങ്കിൽ നമ്മൾ ആൾക്കാരുടെ ഈ സൊസൈറ്റിയിൽ എങ്ങനെ ആളുകൾ ബിഹേവ് ചെയ്യുന്നു, അതെങ്ങനെയൊക്കെ കാണുന്നു, അതെങ്ങനെ നോക്കി കാണണം എന്ന് ഞാൻ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ അത് ഒരു പരിധിവരെ നമുക്കൊരു സമയത്ത് ചെയ്തുകൊണ്ടിരുന്ന ജേർണലിസ്റ്റുകളായിരുന്നു. ഇത് ഇങ്ങനെയല്ല, ഇങ്ങനെയാണ് കാണേണ്ടത്. എഡിറ്റോറിയലൊക്കെ വായിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ വലിയ മുതിർന്ന മാധ്യമ പ്രവർത്തകർ ചെയ്യുന്നിടത്താണ് നമ്മൾ വായിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ ഉള്ള പ്രശ്നം വെച്ചാൽ അങ്ങനെ ഒരു ഐക്യമുള്ള ഒരു ജേർണലിസ്റ്റ് ഞാൻ കാണുന്നില്ല, ഒരിടത്തും ഇല്ല. അത് TV ചാനൽസിലും ഇല്ല, ന്യൂസ് പേപ്പറിലും ഇല്ല. ഇത് ഇങ്ങനെയാണ് കാണേണ്ടത്, ഇതിന്റെ കാഴ്ചപ്പാട്. നമ്മൾ പണ്ട് പറയും കാഴ്ചയ്ക്കപ്പുറം കാഴ്ചപ്പാട് എന്നൊക്കെ പറഞ്ഞുള്ള പങ്ക്തികൾ നമുക്ക് ന്യൂസ് പേപ്പറിലും ഈ ചാനലിലൊക്കെ ഉണ്ടാവും. അതിപ്പോ ഇല്ല. അതിന്റെ ഏറ്റവും വലിയ നെഗറ്റീവാണ് ഇപ്പൊ പപ്പടത്തിന്റെ അടി നമ്മൾ അതിനകത്ത് കാണുന്നത്. പപ്പടം എന്ന് പറയുന്നത് നമ്മൾ കണ്ടത് കൊല്ലത്ത് പപ്പടത്തിന്റെ അടി. അപ്പം അതിന്റെ ഉള്ളിലോട്ട് ലേയേഴ്സ് എന്താ നടന്നതെന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല. നമ്മൾ ചിന്തിക്കുന്ന കുഴപ്പമില്ല, നമുക്ക് ഫീഡ് ചെയ്ത് തരുന്ന ജേർണലിസ്റ്റുകൾ ഒട്ടും ചിന്തിക്കില്ല. എൻ്റെ പപ്പടം എന്നുള്ള വേർഡ് കയറി സ്റ്റിക്ക് വെച്ചിട്ട് അവരെടുന്ന്. അപ്പോൾ ഇത് ബ്ലെയിം ചെയ്യേണ്ടത് ശരിക്കും ജേർണലിസ്റ്റുകൾ തന്നെയാണ്. അപ്പോൾ അവരെടുക്കേണ്ട പണിയായിരിക്കും ചിലപ്പോൾ നമ്മളെപ്പോലുള്ള സിനിമ പ്രവർത്തകർ ഇല്ലെങ്കിൽ എന്നാ കേസുള്ള രതീഷ് പൊതുവാൾ, ഇപ്പം ശ്യാം പുഷ്കരൻ ഒരു പരിധിവരെ ചില സിനിമകളിൽ ഇപ്പം ബ്ലൈനേഴ്സിലോ മഹേഷിന്റെ പ്രതികാരത്തിലൊക്കെ ചെയ്തതും ഇല്ലെങ്കിൽ ഇതൊരു അവിടെ നിന്നൊക്കെയാണ് ഇത് തുടങ്ങുന്നത്. അപ്പം നമ്മളിങ്ങനെ POV ചേഞ്ച് ചെയ്ത് നിങ്ങൾ ഇങ്ങനെയാണ് ഇതിനെ നോക്കി കാണേണ്ടതെന്നുള്ള രീതിയിൽ തുടങ്ങിയ സാധനങ്ങളാണ്. അപ്പം ഒരു പരിധിവരെ നിങ്ങൾ സ്വയം അല്ലെങ്കിൽ ചുറ്റുമുള്ളവർ കണ്ട് സ്വയം മനസ്സിലാക്കേണ്ട ഒരു കാര്യത്തിന് ഇപ്പം എനിക്ക് സിനിമയിലൂടെ പറയാൻ പറ്റുന്നത് വേറെ ആരും ചെയ്യാത്തതുകൊണ്ടായിരിക്കും. 10 പേര് പറഞ്ഞു തുടങ്ങുമ്പോൾ നമുക്കത് ഒരു പുതുമല്ലാത്തൊരു കാര്യമായിട്ട് മാറുന്ന തോന്നുന്നു. മുജീബ് സാറുമായിട്ട് കണക്ട് ചെയ്യുന്ന ടോയ്ലറ്റ് സീൻ, അപ്പം ഞാൻ നോക്കുകയാണെങ്കിൽ നമ്മൾ സിനിമയിൽ അതൊരു ഫണ്ണി മൊമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നു, തിയേറ്ററെല്ലാം ആർത്തിച്ചിരിക്കാവുന്ന ഒരു സാധനം, എന്നാൽ ഹെവിലി റിലേറ്റബിൾ. ഞാൻ പറയുന്നത് അവിടെ ഒരു ജനറേഷൻ ബാർ ഇല്ല, ഇത് ജെൻസി, മില്ലനിയേഴ്സ്, 90 എല്ലാവർക്കും കണക്ട് ആവുന്ന ഒരു സീനാണ്.
പക്ഷെ എന്നാൽ ഞാൻ പറഞ്ഞ അവിടെ ഭയങ്കര ഡിഫൈനിങ് മൊമെന്റ് ഉണ്ടാക്കുകയാണ്. എന്നുവെച്ചാൽ അതിൽ നിന്നാണ് എനിക്ക് തോന്നുന്ന ആ സ്കൂളിംഗ് എന്നുള്ള സിനാരിയോയുള്ള അതിൻ്റെ ഒരു എൻറ്റയർ ഫിലോസഫി സെറ്റ് ചെയ്യുന്നത് അവിടെയാണ്. അതായത് എന്താണ് ഒരു ഗ്രാഫിറ്റി നമ്മൾ പറയുകയാണെങ്കിൽ ഇവരുടെ ഒരു പ്രതിഷേധത്തിൻ്റെ ഒരു എല്ലാത്തിൻ്റെയും ഒരു ഗ്രാഫിറ്റി പോലെയായിട്ട് അതിനെ പ്ലേസ് ചെയ്യാണ്. റൈറ്റിങ്ങിൽ ഇത് എങ്ങനെ ട്രിക്കിയായി പ്ലേസ് ചെയ്തു എന്നുള്ളതാണ്. അതിൻ്റെ ഇൻ്റർകട്ടാണെങ്കിലും ഭയങ്കര രസമാണ്. ഞാൻ പറഞ്ഞത് റൈറ്റിങ്ങിൽ ഏറ്റവും ക്രൂഷ്യൽ മൊമെന്റ് പോലെയാണ് എനിക്കിപ്പം ആലോചിക്കുമ്പോൾ തോന്നുന്നത്. അല്ല, എനിക്ക് ഈ ഇന്റർകട്ട് എനിക്ക് ഭയങ്കര ഈസിയുള്ള പരിപാടിയാണ്. കുറെ കാലമായിട്ട് ഞാൻ എൻ്റെ ഫോളോ ചെയ്ത സിനിമകളിൽ ഇന്റർകട്ട് ഇല്ലാത്തൊരു സിനിമ എന്ന് എനിക്ക് പറയാൻ എനിക്ക് തോന്നുന്നു അന്താക്ഷരി മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കി എല്ലാത്തിലും അത് ഉണ്ടായിരുന്നു. അപ്പം ആ സ്വഭാവം ഈവൻ മുതുകുമുണ്ട്. അപ്പം എനിക്കൊരു സിനിമ നോർമലി പോകുമ്പോൾ തന്നെ ബോറടിച്ചു തുടങ്ങും. ഇപ്പൊ എഴുതുമ്പോൾ തന്നെ ഇപ്പൊ ഗുരുവായൂർ വളരെ സ്ട്രൈറ്റ് ആയിട്ട് സ്ക്രിപ്റ്റ് ആയിരുന്നു. 2 POV കാണിക്കുന്നില്ല. ഇവിടെ അത് POV സ്വിച്ചിങ് ആയിട്ടും കൂടി ഉപയോഗിക്കുന്നത്. ഇന്റർകട്ട് കറക്റ്റ്ലി ഈ പറയുന്ന നമ്മൾ കണ്ടതും കേട്ടതും നമ്മൾ അറിയുന്നത് അതിന്റെ ഒരു തേർഡ് ലെയർ. ബേസിക്കലി നോർമൽ സിനിമ കാണുന്നതിൻ്റെ ഒരു മൂഡ് ചിലപ്പോൾ എപ്പോഴും അത് കിട്ടണമെന്നില്ല ചില സമയത്ത്. പക്ഷെ 2 POV വരുമ്പോഴത്തേക്കും കുറച്ചുകൂടി എൻഗേജ് ആവുന്നതായിട്ട് തോന്നുന്നു. അപ്പം ഞാൻ ഗുരുവായൂരിൽ 4 POV കാണിച്ചിട്ടുണ്ട്, മുതുകൂരിൽ 4 POV കാണിച്ചിട്ടുണ്ട്, ജയിൽ 2 POV വന്ന് വീണ്ടും, വാഴയിൽ അതുപോലെ 4 POV ലാസ്റ്റ് ക്ലൈമാക്സിലോട്ട് എത്തുമ്പോൾ. ഇതിലെത്തുമ്പം 4 POV ഒരു ആൾക്ക് ഇൻസ്റ്റാഗ്രാം കാണുന്ന ഫീൽ തന്നെ ഉണ്ട്. പെട്ടെന്ന് കട്ട് ചെയ്ത് അവർക്ക് അതിലോട്ട് ഭയങ്കര ഇൻവോൾവ്. ഇവിടെ ഒരു സംഭവം നടക്കുമ്പോൾ അവിടെ നടക്കുന്നത്. ഇത് ഒരിക്കലും ഒരേ ടൈമിൽ നടക്കുന്ന കാര്യങ്ങളുമല്ല നമ്മൾ അതിനകത്ത് കാണിക്കുന്നുണ്ട്. അത് എല്ലാം പല പല സമയത്തായിരിക്കും നടക്കുന്നത്. പക്ഷെ അത് ആളുകൾക്ക് കുറച്ചുകൂടെ എൻഗേജ്ഡ് ആക്കാനും കുറച്ചുകൂടെ ടെൻഷൻ ഉണ്ടാക്കാനും ഒക്കെ ഉപയോഗിക്കാനാണ് ഞാൻ ആ ഇന്റർകട്ടുകൾ ഉപയോഗിച്ചത്. അപ്പം ബേസിൽ ഇപ്പോഴും എടുത്തു പറയുന്നത് ഇന്റർകട്ടിലാണ് നിങ്ങളൊരു സിനിമ ചെയ്ത് എനിക്ക് കാണിച്ചു തന്നു. ബേസിൽ ഇപ്പോൾ വാഴ 2 കണ്ടിട്ട് പറയുന്നത് നിങ്ങൾ ട്രിക്ക് സ്ഥിരം ഊടായ്പ പരിപാടി ഇതാണ്, ഇന്റർകട്ടിൽ ആളുകൾ പിടിച്ചിരുത്തുക എന്നുള്ളത്. അതില്ലാതെ സിനിമ ഞാൻ പറയാം 4 ക്യാരക്ടറോടൊപ്പം എന്തായാലും അത് കാണിച്ചില്ല പറ്റും. അപ്പം അല്ല അവിടെ ഒരു ഹിൻഡ്രോപ്പ് ഞാൻ പറഞ്ഞ നമ്മൾ ആദ്യം കണ്ടതൊന്നും അതിന്റെ റെവലേഷൻ പോലെ ഒരു ത്രില്ലർ എലമെന്റ് പോലെയാണല്ലോ. നമ്മൾ അവിടെയാണ് അത് കുറച്ചുകൂടെ പിടിക്കാൻ പറ്റും നമുക്ക്. വളരെ ലൂസായിരുന്നു ഫസ്റ്റ് ഹാഫിന്റെ ഇമോഷൻസ് വളരെ ലൂസാണ്, വളരെ റിലാക്സ് ചെയ്ത് കാണാം. സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോൾ പതുക്കെ 4 പേര് 4 പ്ലേസിലാക്കുന്നത് തന്നെ ഈ ഇന്റർകട്ട് വരാനാണ്. ഇല്ല നമുക്ക് ഹാഷിനോടെ കൊണ്ട് അവിടെ കഷ്ടപ്പാട് കാണിക്കാം. ഇപ്പം അജിനെയും UK കൊണ്ടുപോകാം. പക്ഷെ 4 സ്ഥലത്താവുന്നതിന്റെ ഒരു പ്രശ്നം. അപ്പം ആദ്യം ഇവർ 2 കൂടെ ഒരു സ്ഥലത്താവുന്നായിരുന്നു. അത് നമ്മൾ 6-ാം മൈൽ വെച്ചിട്ട് ആക്ച്വലി എക്സാക്ട്ലി എൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ ആയിരുന്നു. കാരണം വെച്ചാൽ 6-ാം മൈൽ എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഫണ്ണാണ്. ഞാൻ പറഞ്ഞൊരു ഫണ്ണിലേക്കാണല്ലോ അതിൻ്റെ പ്ലേസ്മെന്റ് വരുന്നത്, ആ എഴുതി വെക്കുന്ന സ്ഥലത്ത്. പക്ഷേ ഈ സിനിമയുടെ ഏറ്റവും ഇമോഷണൽ ആയിട്ടുള്ള ഒരു ഒറ്റപ്പെടൽ, രോഗാവസ്ഥ എന്നൊക്കെ പറയുന്ന 2 പേർക്ക് കണക്ട് ചെയ്യാൻ പറ്റാത്ത സ്ഥലം എന്ന് പറഞ്ഞ രീതിയിലേക്ക് അതിനെ പ്ലേസ് ചെയ്യാണ്. നമ്മളിനി 6-ാം മൈൽ എന്ന് ചിന്തിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇവിടുന്ന് വിദ്യാഭ്യാസത്തിനോ തൊഴിലിനോ പോയി ഒറ്റപ്പെട്ട മനുഷ്യരുടെ അവർ നയിക്കുന്ന ഒരു ആടുജീവിതം പോലത്തെ ഒരു സ്പേസിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒരു മയിൽക്കുറ്റി പോലെയായിട്ട് മാറുകയാണത്. ഞാൻ ആലോചിക്കുന്ന സമയത്ത് എല്ലാത്തിനും ഒരു ക്ലോഷർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈച്ച് ക്യാരക്ടർ, അതായത് വന്നിരിക്കുന്ന എല്ലാവർക്കും, അതായത് നമ്മൾ ആദ്യത്തെ 1 മണിക്കൂറിൽ കണ്ട മുഴുവൻ ക്യാരക്ടേഴ്സിന് നമുക്ക് ഇപ്പോഴത്തെ ഒരു ക്ലോഷർ കാണാവുന്ന പോലെയാണത്. ബേസിക്കലി ഇതെല്ലാം തിരിച്ചറിവുകൾ എന്ന സ്ഥലത്താണ് സിനിമ തീരുന്നത്. അപ്പം ഈ ക്ലോഷർ എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇത് മെയിൻ ക്യാരക്ടേഴ്സ് തിരിച്ചറിയുന്നതാണ് ഈ പ്രശ്നങ്ങൾ. ഇപ്പം രവീന്ദ്രൻ ചേട്ടന്റെ ഒരു ക്ലോഷർ ഉണ്ട്, നമ്മൾ ഡിലീറ്റ് ചെയ്തത്. ലെങ്ത് കൂടുന്നുണ്ടോ, ഓവർ ഇത് ഇങ്ങനെ വലിക്കണ്ടെന്ന് വെച്ചിട്ട് അവിടെ ഇനി ഇയാളുടെ ഇമോഷനോടെ കാണണ്ടെന്ന് വെച്ചിട്ട് അത് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. അപ്പം അയാൾ ആ നടന്നു പോകുന്നത് നിങ്ങൾ ഈ മറ്റേ ഈ ജോണി സിംഗ് നടന്ന ആ ക്യാരക്ടർ നടന്നു പോകുന്ന പോലെ തന്നെ അയാളും പോകുന്നൊരു സീനുണ്ട്. ഉണ്ട്. കാര്യം പുള്ളി വന്നിട്ട് സോറി, അജിൻ പോയി സോറി പറയുന്നതും പുള്ളി സോറി വേണ്ട എന്ന് പറയുന്നതും ഇനി മുതൽ എന്നെ ബ്രോ എന്ന് വിളിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് പുള്ളി നടന്നു പോകുന്നുണ്ട്. അപ്പം അയാള് ഈ പ്രായത്തിലും ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നുണ്ടെന്നുള്ള സാധനം അജിന് അവിടെയാണ് തിരിച്ചറിവുണ്ടാവുന്നതും ഇവനോട് സംസാരിക്കുന്നതൊക്കെ വരുന്നത്. അപ്പം അത് നമ്മൾ ഭയങ്കരമായിട്ട് വലിഞ്ഞു പോകുന്നുണ്ടെന്ന് വെച്ചിട്ട് അത് കളഞ്ഞാണ്. അതിൽ ഹാഷിന്റെ ഒരു സീനിലുണ്ട് ജയകൃഷ്ണനായിട്ടുള്ള കോമ്പിനേഷനിൽ കുറച്ച് സാധനങ്ങളുണ്ട്. ജയകൃഷ്ണനെ കണ്ട് തിരിച്ചറിയുന്നുണ്ട്. കൂടെ അവന്റെ കേറ്ററിംഗില് മുതലാളിയായിട്ട് ഒരു കോൺസെപ്റ്റ്. അയാൾ ഈ കിടന്ന് കഷ്ടപ്പെടുന്നത് എന്തിനാണ്? അയാൾക്ക് എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ടായിരുന്നു. അയാൾ ടെമ്പററി ജോലി എന്ന് പറഞ്ഞിട്ട് വന്നിരിക്കുന്നത്, പക്ഷെ അയാൾ പെർമനന്റ് ആയി. അപ്പം ഹാഷിം വിചാരിക്കും ഞാനും ടെമ്പററി എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നു, പക്ഷെ ഞാൻ ഓൾമോസ്റ്റ് പെർമനന്റ് ആയി തുടങ്ങി ഇവിടെ എന്ന് ഹാഷിം വിചാരിക്കുന്ന ഒരു പോയിന്റ് ഉണ്ട്. അപ്പം ഇനിയും ഉണ്ട്, പടം 3.25 മണിക്കൂറിലോട്ട് എത്തും നമ്മൾ. അപ്പം അതുകൊണ്ട് നമ്മൾ കുറെ കളഞ്ഞാണ്. പക്ഷെ ഞാൻ പറഞ്ഞത് എല്ലാവർക്കും ഒരു ക്ലോസർ കിട്ടാൻ വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് ഈ 4 ക്യാരക്ടേഴ്സിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ഈ മറ്റുള്ള ആൾക്കാരുടെ ലൈഫും ഒക്കെ കാണിക്കുന്നത്. നമ്മൾ ഇപ്പം അവരുടെ പ്രായം ഒരു 20-22 ആണ്. അപ്പോൾ അവർക്കൊരു 40 വയസ്സിൽ ഒരു 50 വയസ്സുള്ള ആൾക്കാരെ കണ്ട് തിരിച്ചറിയാൻ പറ്റുക എന്നുള്ളത് ഒറ്റപ്പെടലേ കിട്ടുള്ളൂ. 4 പേരും കൂടെ ഒരുമിച്ച് ചെയ്യുമ്പോൾ ഇതേ ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു, പക്ഷെ അവർ തിരിച്ചറിഞ്ഞിട്ടില്ല. ഒരു ഒറ്റയ്ക്കൊരിടത്ത് നിൽക്കുമ്പോഴാണ് ഒരാൾ പറയുന്നതോ ഒരു ജീവിതം ഒന്നല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അയാൾ പോകുമ്പം
ഒരു ജെൻസി പയ്യൻ അത് കണക്ട് ചെയ്യേണ്ട കാര്യമില്ല, ഇയാളെന്ന് പറഞ്ഞിട്ട് പോയി എന്ന് പറയുള്ളൂ. പക്ഷെ അവനോട് ഒറ്റപ്പെട്ടതും ആ പൈസയുടെ വില അറിഞ്ഞും ഒക്കെ അവിടെ നിൽക്കുമ്പോഴാണ് അവൻ ഇയാളെന്നെ റീഡ് ചെയ്തല്ലോ എന്ന് കിട്ടുന്നിടത്താണ് അവൻ ആ തിരിച്ചറിവുണ്ടാകുന്നത്. അപ്പോൾ ഈ തിരിച്ചറിവുകളാണ് സിനിമയുടെ എൻഡ്. വാഴ വണ്ണിൽ നമ്മൾ പറഞ്ഞത് അച്ഛന്മാർ നമ്മളെ തിരിച്ചറിഞ്ഞാണ് നമ്മുടെ സിനിമ സക്സസ്. ഇനി നമ്മൾ ഡോക്ടറോ എഞ്ചിനീയറോ IAS ഒന്നും ആയിട്ട് കാര്യമില്ല, അച്ഛൻ തന്നെ മനസ്സിലായി ഇതായിരുന്നു നമ്മുടെ ലക്ഷ്യം, ഇനി എന്തും ചെയ്യാം, നമുക്ക് ഹാപ്പിയാണത്. ആ തിരിച്ചറിവ്, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള തിരിച്ചറിവ്, അച്ഛൻ തിരിച്ചറിഞ്ഞു, മകൻ അച്ഛനെ തിരിച്ചറിഞ്ഞു, പരിപാടി കഴിഞ്ഞു. അപ്പം ഇതിവിടെ ബ്രദർഹുഡ് തിരിച്ചറിയുക എന്നുള്ളതാണ്. ആ ബ്രദർഹുഡ് തിരിച്ചറിയാൻ മറ്റുള്ള ക്യാരക്ടേഴ്സ് ഒരു കാരണമായി മാറുന്നത്. അതുകൊണ്ടാണ് ഈ ക്ലോഷർ ഫീൽ ചെയ്യുന്നത്. ശരിക്കും ക്ലോഷർ അല്ല, അത് ഈ തിരിച്ചറിവാണ് ടെക്നിക്കലി. എപ്പോഴും ഓഡിയൻസിന്റെ പൾസ് ആളുമ്പോൾ പിള്ളേര് കയറുമോ എന്നുള്ളതാണ് ഒരു മെയിൻ ക്വസ്റ്റ്യൻ. എന്ന് വെച്ചാൽ നമ്മൾ കൈൻഡ് ഓഫ് ജെൻസി മൂവി ഗോവേഴ്സില പിള്ളേർ കയറുമോ നിൽക്കും. അടുത്ത ക്വസ്റ്റ്യൻ, ഇതൊരു വെള്ളി ശനി ഞായർ തിങ്കളിലേക്ക് കിടക്കുമ്പോൾ ഇത് ഫാമിലി കയറുമോ എന്നുള്ളതാണ്. ഞാൻ ഇതൊരു ടെക്നിക്കലി റിപ്പീറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ റിപ്പീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നറിയാത്തൊരു മാജിക് റെസിപ്പി പോലെയാണ് വാഴ 2 വന്നേക്കുന്നത്. ആര് പറഞ്ഞാൽ ഇപ്പം ബിബിൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ ഇതിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിട്ടുപോകാത്ത വിധത്തിൽ അഡ്രസ്സ് ചെയ്തു എന്നുള്ളതാണ്. അത് അതിനെ ഒരു ലാർജർ പിക്ചറിൽ എന്താണ് ബിബിൻ കാണുന്നത്? അതാണ് ആദ്യം ഫിക്സ് ചെയ്തത്. എന്താണ് എനിക്ക് പറയേണ്ടത്, കഥ രണ്ടാമത്, നമ്മൾ കഥ ഇല്ല അതിനകത്ത്. അപ്പം നമ്മൾ ആദ്യം ചെയ്തത് ഇതാണ് ഇവരുടെ ഏജ്, ഹാഷറൻ ടീമിൻ്റെ ഏജ് ഇതാണ്, ഇവർക്ക് എന്തൊക്കെ, അപ്പോൾ ഇവരെ POVയിൽ ഇവർക്ക് എന്തൊക്കെ, അല്ലെങ്കിൽ ഇവരുടെ സിറ്റുവേഷനിൽ ഇവർക്ക് എന്തൊക്കെ ആവശ്യം വരും. സ്കൂളായിരിക്കും നടക്കുന്നത്, അപ്പോൾ സ്കൂളിൽ എന്തൊക്കെ നടക്കാം, സ്കൂളിൽ ഒരു ഫൺ നടക്കാം, ഫണ്ണല്ല അതിന് ബിയോണ്ട് ദാറ്റ് എന്തൊക്കെ നടക്കാം, നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇപ്പം ഞാൻ എൻ്റെ മോളെ സ്കൂളിൽ ചേർക്കാൻ ഉണ്ടാക്കിയ കുഞ്ഞു കുഞ്ഞു ബുദ്ധിമുട്ടുണ്ട്, അതെനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ കോളം ഫില്ല് ചെയ്യുന്ന പരിപാടി, റിലീജിയസ് കോളം ഫില്ല് ചെയ്യുന്നതൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ ഫില്ല് ചെയ്യാതെ വിട്ട സാധനം അവർ പല രീതിയിൽ ഫില്ല് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പം അതൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. ഞാൻ പിന്നെ പോയി ചോദിക്കണമെന്നൊക്കെ ഉണ്ട്, പക്ഷേ പിന്നെ കുഞ്ഞിൻ്റെ ഭാവിയെ കരുതി ഞാൻ ചോദിച്ചിട്ടില്ല. അത് ഞാൻ അന്താക്ഷരി സിനിമയിൽ അങ്ങനെ സീനിനെ ആടിയിട്ടുണ്ട്, പക്ഷെ അത് കട്ട് ചെയ്ത് കളഞ്ഞു നമ്മൾ സിനിമയിൽ. അപ്പം ഈ സ്കൂളിനകത്ത് എന്ത് നടക്കുന്നുള്ള ഒരു സാധനം ഞാൻ കുറേ ആലോചിച്ചു. എൻ്റെ ചുറ്റുമുള്ളവരും കൂടെ പഠിച്ചവരില്ലെങ്കിൽ എന്നേക്കാൾ പ്രായം കുറഞ്ഞ ഈ ഹാഷറിൻ്റെയൊക്കെ ഏജിലൊക്കെ പോയ ഒരു 30 വയസ്സിനകത്തുള്ളവരൊക്കെ ഞാൻ ആണുങ്ങളോടും പെണ്ണുങ്ങളോടും സംസാരിക്കുമ്പം നിങ്ങളുടെ സ്കൂളിലുണ്ടാകുന്ന നെഗറ്റീവ്സ് പറയുമ്പം അവർ ഫസ്റ്റ് പെൺകുട്ടികൾ പറഞ്ഞ ഫസ്റ്റ് വാക്കാണ്, എല്ലാ സ്കൂളും കണക്ട് ആവുന്ന ഒരൊറ്റ വാക്കാണ് അവർ പറഞ്ഞത്, ഇവളുമാർ ഉടുത്തൊരുങ്ങി വരുന്നത് തന്നെ ഇവന്മാരെ കാണിക്കണം. അത് ഗേൾസ് സ്കൂൾ വരെ പറയും. ഇപ്പം ഗേൾസ് സ്കൂളിലെ പിള്ളേരെ ഇവിടെ ബോയ്സേ ഇല്ല, പിന്നെ ആരെ കാണിക്കാനാണെന്ന് അവരാലിക്കുന്നത്. അപ്പം അത് ഇപ്പം ആ സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാ പെൺകുട്ടികളും അത് കമന്റ് ചെയ്യുന്നില്ല, ഞാനിത് കേൾക്കാത്തൊരു വാക്കില്ല, എപ്പോഴും എല്ലാ സ്കൂളിലും കേൾക്കുന്നതാണ്. അപ്പം ഈ റിലേറ്റിവിറ്റിയിൽ നിന്നാണ് എടുക്കുന്നത്. അപ്പം ഇതെന്തുകൊണ്ട് പറയുന്നു, ഇതെന്താണ് തുടങ്ങുന്നത് നമ്മൾ, പിന്നെയാണ് നമ്മൾ ഈ പിള്ളേരെ തെറി വിളിക്കുന്നതിൻ്റെ ഇഷ്യൂ, ഇല്ലെങ്കിൽ പിള്ളേർക്കുണ്ടാകുന്ന ട്രോമ, ഇതൊക്കെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നുള്ള സാധനം വെച്ചിട്ട് പുത്തൻ്റെ സീനിൽ ഒരു കണ്ടന്റ് ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ ആ സീൻ എലിവേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ എഴുതാനോ പോകുന്നത്. എന്തുകൊണ്ട് കുട്ടികൾ സൂയിസൈഡ് ചെയ്യുന്നു, ഇതൊക്കെ ഒരു സോഷ്യൽ ഇഷ്യൂ. ഇതൊക്കെ നമ്മൾ പത്രത്തിലോ അല്ലെങ്കിൽ ന്യൂസിൽ നിന്ന് എടുത്ത് വച്ചിട്ട് എന്തുകൊണ്ട് സൂയിസൈഡ് ചെയ്യുന്നു. അപ്പം ഞാൻ ആലോചിച്ച് ഓൾറെഡി ഒരുത്തന്നെ സൂയിസൈഡ് ചെയ്യാൻ വാഴ വണ്ടി ചാടി, വീണ്ടും ഞാൻ റിപ്പീറ്റേഷൻ വരും, ചാടരുത് എന്ന് തീരുമാനിച്ചു. പക്ഷെ അതിൻ്റെ വക്കിലെത്തിക്കണം, അതിങ്ങനെ നമുക്ക് ഡ്രൈവ് തിരിക്കാമായിരുന്നു എന്ന് ഒരു അച്ഛനൊന്ന് പിടിച്ചാൽ മതി, ഇല്ലെങ്കിൽ ഒരു സാറ് കൂടെ നിന്നാൽ മതി എന്നൊരു അധ്യാപകൻ കൂടെ തീരാൻ. അപ്പം നമ്മളത് അങ്ങനെ കാണിച്ചു കൊടുക്കണ്ട. ഇപ്പം വാഴയിൽ ഉണ്ടായിരുന്നത് നമ്മൾ റിയൽ ആയിട്ട് കാണിച്ചു കൊടുക്കായിരുന്നു എല്ലാ കാര്യങ്ങളും, ഇതിങ്ങനെയാണ് എന്നുള്ളത്. ഇതിൽ കുറച്ചുകൂടെ തിരുത്തപ്പെടുക എന്നുള്ള കാര്യത്തിലോട്ടാണ് നമ്മൾ ഈ സ്കൂളിലെ ഇഷ്യൂസ് വന്നത്. ആ ഫോൺ പിടിച്ചതിന് ശേഷം, ലവ് പിടിച്ചതിന് ശേഷം ഇങ്ങനെ വലിയ ഇഷ്യൂലോട്ട് കൊണ്ടെത്തിക്കുന്ന ഒരു പരിപാടി. അപ്പം അത് ഈ തിരിച്ച് മാറ്റി അതെങ്ങനെ ക്ലാരിറ്റി വരുത്തണം എന്നുള്ളതാണ് പുത്രന് വഴി നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. അതേ സാധനം തന്നെയാണ് സെക്കൻഡ് ഹാഫിലോട്ട് പോകുന്ന ജോലിയുടെ കാര്യത്തിലാണെങ്കിലും, ഈ അച്ഛനമ്മമാരുടെ കാര്യത്തിലാണെങ്കിലും, ഈ പറഞ്ഞ മിക്സർ കഴിച്ചിരിക്കുന്ന അച്ഛനെ കുറിച്ചാണെങ്കിലും, ഇത് നമ്മൾ തിരിച്ച് പ്ലേ ചെയ്യുക എന്നുള്ള സാധനത്തിലോട്ട് എത്തി തുടങ്ങി. നമ്മൾ സിനിമ നമ്മൾ കാണിച്ചു തന്ന എല്ലാ ടെംപ്ലേറ്റും മക്കൾക്ക് വേണ്ടിയിട്ട് ത്യാഗം സഹിച്ച, അല്ലെങ്കിൽ അമ്മമാരുടെ ത്യാഗം, അച്ഛന്മാരുടെ അതായത് ഇത് തന്നെ റിപ്പീറ്റ് ചെയ്ത് നമ്മൾ തന്നെ ചോദിക്കുമ്പോൾ സിനിമ കാരണം ആളുകൾ ഇപ്പൊ UK പോകുന്നതിലും ഇതേ വിഷയം തന്നെ. UK പോകുന്നതിന് നല്ല വശങ്ങൾ നമുക്ക് ഇഷ്ടം പോലെ കാണിക്കാം. ഈവൻ നമുക്ക് UK പോയാൽ ഈ പടത്തിന്റെ ഫുൾ ബഡ്ജറ്റ് 13 കോടിയാണ് ബഡ്ജറ്റ്. ഇപ്പോൾ ഫുൾ ബഡ്ജറ്റ് നമുക്ക് സ്പോൺസർ ചെയ്യാൻ UK കൺസൾട്ടൻസി, ഈ ജോബ്, ഈ വിസ, സ്റ്റുഡൻസ് വിസയുടെ കൺസൾട്ടിങ് കമ്പനികൾ റെഡി ആയിരുന്നു. ഫുൾ പൈസ നമ്മൾ സ്പോൺസർ ചെയ്യാം, നിങ്ങളൊരു പേര് പോലും ഞങ്ങൾക്ക് വയ്ക്കണ്ട, അത്രേ ഉള്ളൂ, നിങ്ങൾ ഷൂട്ട് ചെയ്യുക, ഞങ്ങളൊരു പേര് പോലും നിങ്ങൾ കാണിക്കണ്ട, നിങ്ങൾ ഫുൾ എടുത്തോ. കാര്യം അവർ അത്രയും രൂപ പരസ്യത്തിൽ കവർ ചെയ്യും. 13 അല്ല, ഇനി എത്ര ഇട്ടാലും നിങ്ങൾ ചെയ്തു. കാര്യം അതൊരു ബൂസ്റ്റ് ആണല്ലോ. അപ്പം നമ്മളത് ആദ്യം ഡിസൈഡ് ചെയ്തു. ഈ പ്രൊഡ്യൂസേഴ്സ് പറയും
ഈസി പരിപാടി, നമുക്ക് ടെൻഷൻ ഫ്രീ ആയല്ലോ. ഞാൻ പറഞ്ഞു വേണ്ട, നമ്മൾ തുടരുത്. കാര്യം നമ്മൾ ഇവരെല്ലാം കുറ്റം പറയാൻ പോകണം, ഇവർ നാളെ നമ്മളെ ഒന്ന് വെടിവെക്കും. നമുക്ക് ഇവരെ പൊക്കി പറഞ്ഞാൽ സിനിമ താഴെ പോകും. ഇവരെ നന്നായിട്ട് പറഞ്ഞത്, ഇവരെ മോശം പറഞ്ഞാലാണ് സിനിമ ആളുകൾക്ക് മനസ്സിലാവുന്നത്. ഇതിന്റെ നെഗറ്റീവ് സൈഡാണ് നമ്മൾ കാണിച്ചു കൊടുക്കാൻ പോകുന്നത്. അപ്പോഴിവർ നമുക്ക് അഗേൻസ്റ്റ് ആയിട്ട് വരും, നമുക്കിത് വേണം കേസ് വരെ കൊടുക്കും. നമുക്ക് ആ പൈസ വേണ്ട. ഒന്നിനും പൈസയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് വേറെ പരിപാടി ചെയ്യാം, ഇതിന് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതാണ്, ഈ പ്ലാനാണെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്തു. ഓക്കെ, എന്നാൽ പിന്നെ വേണ്ട, അത് കട്ട് ചെയ്തിട്ടാണ് ആ UK പോർഷൻ നമ്മുടെ കാശ് മുടക്കി തന്നെയാണ് ഷൂട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ സിനിമ മൊത്തം നമുക്ക് എന്തും പറയാം. അപ്പോൾ അതിൻ്റെ നെഗറ്റീവ്സ് നമുക്ക് ചൂണ്ടിക്കാണിക്കാം. അതിൽ പിള്ളേരെ പറ്റിച്ചിട്ടാണ് പലയിടത്തും കൊണ്ടുപോകുന്നത്. ഒരു പകുതിയോളം ആൾക്കാർ, അല്ലെങ്കിൽ ഒരു 50% ആൾക്കാരും അവിടെ പോയിട്ട് കഷ്ടപ്പെടുകയാണ്. അതിൽ 2 കാരണങ്ങളാണുള്ളത്. ഒന്ന്, ഇവിടുത്തെ നാട്ടുകാരെയും വീട്ടുകാരെയും പേടിച്ചിട്ട് പോകുന്നത്. 2, ഇവരുടെ പറ്റിക്കലിൽ പോകുന്നത്. ഈ 2-3 വിഷയത്തിലാണ് ഇവർ പോയി കളയുന്നത്. നൈറ്റ് ലൈഫ് ഉണ്ടാവും, അവിടെ പോയി ചില്ല് ചെയ്യാം, എക്സ്പോഷർ എന്ന് പറഞ്ഞ് പോകുന്നിടത്ത്, ഞാൻ ജോർജിയയിലൊക്കെ ഇവർ പോയപ്പം അവിടുത്തെ ഈ സിനിമയുടെ പ്രീ പ്രൊഡക്ഷൻ ടൈമിൽ റൈറ്റിംഗ് ടൈമിൽ പോയതാണ് ഞാൻ. അപ്പോൾ അവിടെയുള്ള കുട്ടികളൊക്കെ മീറ്റ് ചെയ്തപ്പോൾ അവർ ഇതോടെ രക്ഷപ്പെട്ടുകൊണ്ട് പോയതരാ. പക്ഷെ അവർക്ക് രാത്രി പുറത്തിറങ്ങി നടക്കാൻ പോലും പറ്റുന്നില്ല. അത് സ്ഥലം അത്രയും ഡാർക്കാണ്. നമ്മൾ 8 മണി കഴിഞ്ഞാൽ ഉറങ്ങുന്ന സ്ഥലമാണ്. അപ്പം നൈറ്റ് ലൈഫ് എന്ന് പറഞ്ഞിട്ട് നൈറ്റ് ഒരു പെട്ടിക്കട പോലും ഇല്ല എന്നുള്ള സ്ഥലത്തിലാണ് അവർ എത്തിയത്. അപ്പം ഈ തിരിച്ചറിവുകൾ ഇവിടുന്ന് ആദ്യമേ കൊടുത്തു വിട്ടാലേ കാര്യമുള്ളൂ. അപ്പം ഈ +2 പഠിക്കുന്ന കുട്ടികൾക്ക് ഇതുണ്ടാവണം, ഈ ബുദ്ധി ഇല്ലെങ്കിൽ ഈ ഒരു തിരിച്ചറിവ് ഉണ്ടാവണം എന്നുള്ളത് വെച്ചിട്ടാണ് ഇതെല്ലാ സിനാരിയും നമ്മൾ എടുത്തു വെച്ചിട്ട് UK പഠിക്കാൻ പോകുന്ന അല്ലെങ്കിൽ പുറത്ത് പഠിക്കാൻ പോകുന്ന എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ട്, അവർ കെയർ ഹോമിൽ വർക്ക് ചെയ്യുന്നത്, ഇതൊക്കെ നമ്മൾ എടുത്തു വെച്ചിട്ടാണ് പട്ടിണി കിടക്കുന്നത്. ഇപ്പം KFC ഈ മക്ഡൊണാൾഡ്സിലൊക്കെ വർക്ക് ചെയ്തിട്ട് അതിൻ്റെ ബാക്കി ഭക്ഷണവും വെജിറ്റബിൾസ് മാത്രം കഴിച്ച് ജീവിക്കുന്ന കുട്ടികളുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ അഡ്രസ് ചെയ്യാത്ത കുറേ വിഷയങ്ങൾ അതിനകത്ത് കിടപ്പുണ്ട്. അപ്പം അതിലാവശ്യമുള്ള മാത്രം എടുത്തു വെച്ചിട്ട് ബ്രെഡ് മുറിക്കുക, അതായത് ഭയങ്കര റിലേറ്റബിൾ എന്ന് മാത്രമല്ല, എന്താണ് എന്നുള്ളത് നിങ്ങൾ വിഷ്വലി തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതെ, മക്ഡൊണാൾഡ്സിൽ അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനത്തെ ഒരു സബ്വേയിൽ വർക്ക് ചെയ്യാൻ പോയാൽ നിങ്ങൾക്കൊരു ബ്രെഡ് കിട്ടും വൈകുന്നേരം ആകുമ്പോൾ. അതാണ് നിങ്ങളുടെ സാലറി, അത്രേ ഉള്ളൂ. അപ്പോൾ അത് ഷെയർ ചെയ്ത് കഴിക്കുന്നതാണ്. അത് ഞാൻ അവരടുത്തും പറഞ്ഞൊന്നുമില്ല. പക്ഷെ അത് UK അല്ലെങ്കിൽ പുറത്ത് പഠിക്കുന്ന ഇതുപോലെ ജോലി ചെയ്ത എല്ലാവർക്കും ഇത് കണക്റ്റാവും, കരച്ചിൽ വരും. ഞാനല്ലേ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നത് നാട്ട് റോഡിൽ ഇരുന്ന് എന്ന് പറയുന്ന ഒരു സാധനം. അപ്പം ഇത് എന്തൊക്കെയാണ് ഇഷ്യൂ എന്ന് എടുത്തു വച്ചിട്ടാണ് പിന്നെ ഹാഷിലോട്ടും സിനിമയിലോട്ടും നമ്മൾ പോകുന്നത്. അപ്പം ഇതാണ് ആദ്യം നടന്നത്. ഇതിൽ എന്തൊക്കെ ഇഷ്യൂ നമ്മൾ പറയണം. അപ്പോൾ ജയജലി തന്നെ എന്തൊക്കെ ഇഷ്യൂ ഞാൻ പറയണം, ആ ഇഷ്യൂ എടുത്ത് വച്ചിട്ടാണ് നമ്മൾ സ്ക്രിപ്റ്റ് എഴുതാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി എഴുതി വരുമ്പോൾ ഗ്രേറ്റ് കിച്ചൺ ഉണ്ടാവുന്നു. പക്ഷെ നമ്മൾ വേറൊരു രീതിയിലോട്ട് മാറ്റി അതിങ്ങനെ ആക്കി എടുത്താണ്. അപ്പോൾ ഇഷ്യൂ ആയിരുന്നു എൻ്റെ കോർ എലമെന്റ്. അത് നമ്മൾ അഡ്രസ്സ് ചെയ്തു. വാഴയിൽ അതുണ്ടായിരുന്നു. പക്ഷെ വാഴയിൽ ഒരു പരിധി വരെ നമുക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റാത്തത് അതിന് ആ വാഴ അങ്ങനെ പോകാവൂന്ന് നമ്മൾ വിചാരിച്ചുകൊണ്ടാണ്. അതിനൊരു തിരുത്തപ്പെടേണ്ട കാര്യം മനസ്സിലാക്കിയാൽ മതി. സൊസൈറ്റിക്ക് വേണ്ടി, അതായത് ഒരു സൊസൈറ്റി ഉണ്ടാക്കുന്ന പ്രഷറിലാണല്ലോ ഭയങ്കര ജഡ്ജ്മെൻ്റലായ സൊസൈറ്റി. അത് ജഡ്ജ്മെൻ്റലായ പാരൻറ്റിലേക്ക് പോകുന്നു, ജഡ്ജ്മെൻ്റലായ ടീച്ചേഴ്സിലേക്ക് പോകുന്നു. അപ്പം അതിനു വേണ്ടി ഈ കുട്ടികളെ ആ രീതിയിൽ പാകപ്പെടുത്തുന്നു, പെൺകുട്ടികളെ ആ രീതിയിൽ പാകപ്പെടുത്തേണ്ടി വരും. അങ്ങനെ ഒരു സാധനമാണല്ലോ. അങ്ങനെ അത് എനിക്ക് തോന്നുന്നത് ഇപ്പം ഇത് ശരിക്കും പിന്നെ മറ്റേ ബില്യൺ ബോയ്സിനെയാണ് കണക്ട് ചെയ്യുന്നെങ്കിലും പെൺകുട്ടികൾ നേരിടുന്ന അല്ലെ പെൺകുട്ടികളുടെ മേളിൽ ഉണ്ടാക്കുന്ന ഈ പറയുന്ന ഒരു സംഗതി ഭയങ്കര കൃത്യമായിട്ട് അത് പ്ലേസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഈ സിനിമയുടെ നെറേറ്റീവിൻ്റെ കോർ അവരല്ലെങ്കിലും അതിൻ്റെ പോർട്രേൽ അവരില്ലെങ്കിലും അവരുടെ ഒരു വേൾഡിനെ കൃത്യമായിട്ട് ഫ്രം ദ ബിഗിനിങ് എൻഡ് വരെ, അതിപ്പം ഹാഷിൻ്റെ ഉമ്മ ചെയ്ത ക്യാരക്ടർ മുതൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ കൃത്യമായിട്ട് അവർക്ക് സൊസൈറ്റി നിശ്ചയിച്ച് കൊടുക്കുന്ന റോള്, അവർക്ക് എത്രത്തോളം വോയിസ് പ്ലേസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അവരുടെ മേളിൽ എത്രമേലും ജഡ്ജ്മെൻ്റലായിട്ടാണ് പാരൻസ് ഇടപെടുന്നത്. അത് അതിൻ്റെ ലേയേഴ്സിൽ ത്രൂ ഔട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ടല്ലോ വിപിൻ. നമ്മളിതിനകത്ത് സ്ത്രീകളെ കുറിച്ച് കൂടുതൽ പരാമർശിക്കുന്നില്ലെങ്കിൽ പോലും സ്ത്രീകളുടെ ഒപ്പീനിയൻ എന്താ പറയുക, നമ്മൾ പിടിച്ചു വയ്ക്കുന്നുണ്ട് ഇതിനകത്ത്. പുറത്ത് ഇപ്പം അമ്മയുടെ ഒപ്പീനിയൻ എന്താണ്, അമ്മയുടെ വോയിസ് എന്താണെന്ന് ഒരിടത്തും കാണിക്കുന്നില്ല. കാര്യം എന്ന് വെച്ചാൽ ആ വോയിസ് ഓൾറെഡി അച്ഛൻ ഫിക്സ് ചെയ്തതാണ്, ഇല്ലെങ്കിൽ സ്കൂളിലെ സാറുമാർ ഫിക്സ് ചെയ്ത വോയിസാണ് ഈ സ്ത്രീകൾ സംസാരിക്കുന്നത്. അത് ഇപ്പം വീട്ടിൽ ഹസ്ബൻഡാണ് അല്ലെങ്കിൽ അച്ഛനാണെങ്കിൽ ഇപ്പുറത്തെ സ്കൂളിൽ ഒരു സാറാണ്, വിജയ് ബാബുവിൻ്റെ ഒരു ക്യാരക്ടറാണ് ഡീൽ ചെയ്യുന്നത്. അവിടെ ആ പാട്രിയാർക്കി സ്വഭാവം തന്നെ, അത് പറഞ്ഞ അതുപോലെ അനുസരിക്കുന്ന ഒരു പ്രിൻസിപ്പാളും അവർ മാനിപ്പുലേറ്റ്. അപ്പം തോന്നിയ കാര്യം, സ്ത്രീകളുടെ മെയിൻ ശത്രുക്കളായിട്ട് ഞാൻ പലയിടത്തും പ്ലേസ് ചെയ്തിരിക്കുന്നത് പുരുഷന്മാരാണെങ്കിലും ഒരു പരിധി വരെ അതിന് ഇമ്പോർട്ടൻസ് സ്ത്രീകൾക്കുമുണ്ട്. അത് ജയജയിൽ കണ്ടാൽ അവളുടെ അമ്മായിയമ്മയും അതിനകത്തൊരു പരിധി വരെ കാരണക്കാരനാണ്. ആ പെൺകുട്ടിയുടെ ലൈഫ് അവരെ ഭയങ്കരമായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട് ആ ഒരു സമയത്ത്. അതുപോലെ വാഴയിലതുണ്ട്. വാഴ 2-ലും ഈ ടീച്ചേഴ്സ് ആണ് കുട്ടികൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നത്. ഈ സ്ത്രീകളായ ടീച്ചേഴ്സ് തന്നെയാണ് എഗെയിൻസ്റ്റ് ചെയ്യുന്നത്. ആദ്യം മുതലേ ഇവരുടെ സദാചാര ബോധത്തെക്കുറിച്ച് സംസാരിക്കുന്നതായാലും ഇല്ലെങ്കിൽ പിള്ളേരുടെ പ്രണയത്തെ പിടിക്കുന്നതിനൊക്കെ ആയാലും ഇവർ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഒരു കുറ്റം ചെയ്ത ഒരാളെ പിടിക്കാനുള്ള ഒരു എക്സൈറ്റ്മെന്റ് ഇവരെ
എന്താ പറയുക, ഒരു പോലീസ് ഒരു കള്ളനെ പിടിക്കുന്ന ഒരു എക്സൈറ്റ്മെന്റിലാണ് പിടിക്കുന്നത്, ഒരു കുറ്റവാളിയെ പിടിക്കുന്നവരാണ് ഒരു പിള്ളേരെ പിടിക്കുന്നത്. ആ പിള്ളേർ ആ പ്രായത്തിൽ ഇങ്ങനെ തെറ്റുകൾ ചെയ്യും, അതിനെ മനസ്സിലാക്കണം, അത് അവരെ പറഞ്ഞ് മനസ്സിലാക്കണം എന്ന് വിചാരിച്ചിട്ടല്ല അതിനെ പിടിക്കുന്നത്. ഇതൊരു വലിയ ഇഷ്യൂ ആക്കി എനിക്ക് അതിന്റെ ക്രെഡിറ്റ് എടുക്കണം. കാരണം ഞാൻ പിടിച്ചു എന്ന് കാണിക്കാനാണ് ഈ ടീച്ചേഴ്സ് ശ്രമിക്കുന്നത് എപ്പോഴും സ്കൂളിൽ. അതാണ് അവിടെ അഡ്രസ്സ് ചെയ്യാൻ നോക്കി. അപ്പം സ്ത്രീകളുടെ സൈഡിൽ നിന്നാണ് ഇത് ഏറ്റവും കൂടുതൽ പുഷ് വരുന്നത് എപ്പോഴും. പുരുഷന്മാരാണിത് ഡിസിഷൻ മേക്കർ എങ്കിലും സ്ത്രീകൾ തന്നെയാണ് ഇത് ആദ്യം ഡ്രൈവ് ചെയ്യുന്നത്. വിജയബാബുവിനെ ഡ്രൈവ് ചെയ്യുന്നത് ഇവളുമാർക്കൊക്കെ ഒടുക്കത്തെ ഫ്രീഡം ആണെന്നൊക്കെ പറഞ്ഞ് ചോദിച്ച സദാചാരാവ് എന്ന് പറയുന്നത് ഒരു സ്ത്രീ തന്നെയാണ്. ആ ഡ്രൈവിലാണ് പുള്ളിക്കാരൻ പോയി ഇതെല്ലാം പ്രശ്നമാണ്. അപ്പം സ്ത്രീകൾ തന്നെയാണ് സ്ത്രീകളുടെ മെയിൻ ശത്രുവായിട്ട്. ആ ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടിയോട് സംസാരിക്കുമ്പോൾ അവർക്ക് ആ ഫീല് വരുന്നുണ്ട്, എന്താ അവിടെ നടക്കുന്നത്, എന്തോ ഒരു ചെറിയ പൊസസീവ് തന്നെ ആയിരിക്കും തോന്നുന്നു. അവർക്ക് കിട്ടാത്തൊരു ഫ്രീഡം ആയിരിക്കാം. മേ ബി പ്രത്യേകിച്ച് ഈ റിലീജിയസ് ആയിട്ടുള്ള സ്കൂളുകൾ നടത്തുന്ന ടീച്ചേഴ്സ് ഉണ്ടാവുമല്ലോ, ഞാൻ എടുത്ത് പറയുന്നില്ല, അവർക്ക് പെൺകുട്ടികൾ ഒരു ആണിനോട് സംസാരിക്കാൻ ഭയങ്കര ഫ്രസ്ട്രേഷൻ ആണ്. കാര്യം വെച്ചാൽ അവരുടെ ഉള്ളിലോ ഈ ഒരു സാധനം ഉണ്ട്. അപ്പോൾ അത് ഒരു കുറ്റമായിട്ടാണ് ഇവർ ആരോപിച്ചിട്ട് സംസാരിക്കുന്നത് എല്ലാവരോടും. അപ്പോൾ അത് തന്നെയാണ് അഡ്രസ്സ് ചെയ്യാൻ നോക്കിയത്. സ്ത്രീകളുടെ സൈഡിൽ അത്രയും അഡ്രസ്സ് ചെയ്യാൻ സ്ഥലം ഉള്ളൂ ആ പടത്തിൽ. ബയോപിക്കോ ബില്യൺ ബ്രോസ് ആയതുകൊണ്ട് സ്ത്രീകൾ എനിക്ക് ഇത്രയും അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പം ഞാൻ ജയജിലാണെങ്കിൽ കുറച്ച് ആണുങ്ങളെ POV കാണിച്ചിട്ടില്ല, മാക്സിമം സ്ത്രീകളുടെ പോയി എടുത്തത്. അപ്പം ഇതിനകത്ത് അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്നത് ഇത്രയേ ഉള്ളൂ. പക്ഷെ അത് എല്ലാം ഡ്രിവൺ ബൈ പുഷ്ഡ് ബൈ ലേഡീസ് ആണ്, അത് ഡിസിഷൻ മെയ്ഡ് ബൈ മെൻ ആണ് എന്ന് മാത്രമേ ഞാനത് മെൻഷൻ ചെയ്തിട്ടുള്ളൂ. എന്ന് വെച്ചാൽ അതാണ് എൻ്റെ കോർ ഐഡിയ. ഈ ബിജുക്കുട്ടൻ ആ സീൻ, വിനായക് ആ സീൻ വരുന്നത്, അത് ശരിക്കും നമ്മൾ എല്ലാവരും ഒരുപക്ഷെ വാഴ കാണുന്നതിൻ്റെ തൊട്ട് മുമ്പ് വരെ നമ്മൾ ഇതെത്ര കണ്ട് ചിരിച്ചതാണ് എന്ന് പറയുന്നൊരു സീനാണ്. പക്ഷേ ഉറപ്പാണ് ആ വാഴ കണ്ടതിന് ശേഷം അതിൻ്റെ ഉള്ള പെയിൻ ആ ഒരു പാരൻറ്റിങ് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു സംഗതിയിലേക്കാണ് എത്തുക. എന്ന് വെച്ചാൽ വാഴ കണ്ടതിന് ശേഷം നമുക്ക് അയാളെ വാഴയ്ക്ക് ശേഷമുള്ള കാഴ്ചയായിട്ട് കാണും. വാഴയിൽ അച്ഛൻ തന്നെയായി മാറിയത് എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ. ശരിക്കും അതിൻ്റെ റൈറ്റിംഗ് ആലോചന എപ്പോൾ വന്നതാണ്? ഞാൻ ഫസ്റ്റ് അത് കണ്ടപ്പോൾ ആദ്യം ഒരു 4-5 വർഷം ഫസ്റ്റ് ഞാൻ ചിരിച്ചിട്ടുണ്ട്. ഈ രണ്ടാമത്തെ വീണ്ടും വരുമ്പോൾ നമുക്ക് ബോറടിക്കുമല്ലോ. അപ്പം ഞാൻ ഒന്നുകൂടെ കണ്ടപ്പോൾ ഇതിൽ ഇത്രയും ചിരിക്കാൻ, ഇത്രയും റിപ്പീറ്റ് വരാൻ എന്താ നോക്കിയപ്പോൾ ഈ പുള്ളിക്കാരൻ വീഴുന്നൊക്കെയാണ്. അപ്പം ഞാനത് ഹെഡ്ഫോൺ വെച്ച് എന്താ കേട്ടിങ്ങനെ അത് ഒരു ദിവസം കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്, അയാൾ വീഴുന്ന സമയത്ത് ആ കൊച്ചു നിലവിളിക്കുന്നുണ്ട്. അയ്യോ അച്ഛാന്ന് വീണ് കഴിഞ്ഞിട്ട് അപ്പോഴെല്ലാം ചിരിക്കുകയാണ്. ആ സമയത്ത് കൊച്ചു വിളിക്കുന്നുണ്ട്, ഈ അയ്യോ അച്ഛ ഓടിക്കോ എന്നുണ്ട്. അതേ സൗണ്ട് എനിക്ക് വീഴുന്ന സമയത്ത് ഇപ്പം കേട്ടാലും യൂട്യൂബിൽ പോയി കേൾക്കാൻ പറ്റും നിങ്ങൾക്ക് അത്. അപ്പോൾ അത് ഭയങ്കര സ്ട്രൈക്ക് ചെയ്തു. അപ്പോൾ എനിക്കൊരു മോളുണ്ടായപ്പോൾ, അല്ലെങ്കിൽ എനിക്കെന്തെങ്കിലും പറ്റി എൻ്റെ മോൾക്കുണ്ടാകുന്നൊരു വിഷമം ഞാൻ എപ്പോഴും കൺസിഡർ ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ മോൾക്ക് എന്തെങ്കിലും പറ്റില്ല, ആസ് എൻ ഫാദർ ഞാൻ എന്താണെന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. അപ്പം അത് ഞാൻ ഭയങ്കര അവരുടെ കണക്ഷൻ, അല്ലെങ്കിൽ ഇനി ഇവരെന്തായിരിക്കും ആളുകൾ ചിരിക്കുമ്പം ഇപ്പോഴും ചിരി നടക്കുകയാണല്ലോ, അപ്പോഴും അവർ ആ കൊച്ചിനെന്തായിരിക്കും ഫീൽ ചെയ്യുന്നത് എന്നാണ് പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ അത് നമുക്കൊന്ന് റീപ്ലേസ് ചെയ്യാന്ന് വെച്ചിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ആദ്യം ഷൂട്ട് ചെയ്യുമ്പം സവിനും ബിജുക്കുട്ടനും ആ ഒരു ഐഡിയ വന്നില്ല ഇതിനാണെന്ന്. അപ്പം ഞാൻ രണ്ടാമത് റീഷൂട്ട് ചെയ്ത് വീണു. എനിക്കത് 3 പ്രാവശ്യം ഷൂട്ട് ചെയ്തു. കാര്യം ഓരോ പ്രാവശ്യം പറയുമ്പോഴും എടാ ഇതാണ് ഉദ്ദേശിക്കുന്നത്, നമ്മളിത് ഇന്റർകട്ട് ചെയ്ത് അവിടെ ഈ ട്രാക്ക് ഇവിടെ വേണം, ഇവിടെ ഇത് വേണമെന്ന് പറയുമ്പോൾ പുള്ളിക്ക് അവസാനമാണ് സവിൻ്റെ ഇതിനാണല്ലേ. സവിൻ ആദ്യം വിചാരിച്ചിരുന്നത് പാട്ടിന് ഉപയോഗിക്കുന്ന ഒരു ഫസ്റ്റ് സീനിൽ എവിടെയോ ആണെന്നാണ്. അപ്പം ഞാനല്ല സവിൻ ഇതാണ്, നമുക്ക് ക്ലൈമാക്സിൽ ഇങ്ങനൊരു സാധനം വരും. അപ്പൊ ഇത് ചിലപ്പം ബിജുക്കുട്ടൻ നമ്മൾ ആദ്യം പ്ലേസ് ചെയ്തേക്കാം ഈ പടക്കം സീന് ഫസ്റ്റ് ഹാഫിൽ. പക്ഷെ സെക്കൻഡ് ഹാഫിൽ ഇത് കാണിക്കാൻ റീവൈൻഡ് ഒരു ഇത് വേണം എന്ന് പറഞ്ഞിട്ടാണ് സവിൻ പിന്നെയാണ് അത് ഷൂട്ട് ചെയ്യുന്നത്. അപ്പം എനിക്കൊന്ന് 3ാമത്തെ പ്രാവശ്യം എന്താണ് ഈ സൈഡൊക്കെ ഷൂട്ട് ചെയ്യുന്നത്. അപ്പം ഓരോ പ്രാവശ്യം ഷേവ് ചെയ്തും ഇതൊക്കെ ചെയ്ത് ബിജുക്കുട്ടന് കൺഫ്യൂഷൻ ഉണ്ടാവും, ഇത് എന്തിനാണ് ഷൂട്ട് ചെയ്യുന്നത്, വീഴുന്നത് ശരിയല്ല എന്നാണ് ബിജുക്കുട്ടന്റെ വിചാരം. വീഴുന്നതിന്റെ പ്രശ്നമല്ല, ഇത് എങ്ങനെ POV ചേഞ്ച് ചെയ്യാൻ ഓഡിയൻസിന്റെ POVയിലാണല്ലോ. അപ്പം അത് എന്തൊക്കെ ഷോട്ടിൽ വേണം എന്നുള്ള രണ്ടാമത് ഡിസൈഡ് ചെയ്തിട്ട് വീണ്ടും ഷൂട്ട് പോകുമ്പോൾ അല്ലടാ അതിനകത്തൊരു ക്ലോസ് കൂടെ വേണം, അതിനകത്തൊരു ട്രാക്ക് കൂടെ വേണം എന്ന് പറയുമ്പോൾ പിന്നെ ആ പിള്ളേരൊക്കെ പിടിച്ചെടുത്തൊരു ട്രാക്ക് എടുത്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ പറഞ്ഞ് നമ്മൾ ഉണ്ടാക്കിയെടുത്തൊരു സാധനമാണ്. അപ്പം ആ POV ചേഞ്ചിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് കാണിക്കുന്ന ഈ പപ്പടത്തിന്റെ കഥ പറഞ്ഞ പോലെ ഈ എഡിറ്റോറിയൽ നമ്മൾ മിസ്സാക്കുന്നതിൻ്റെ ഒരു മെയിൻ ഇത് അത് തന്നെയാണ്. ഈ കാഴ്ചക്കപ്പുറം എന്നുള്ള സാധനത്തിലോട്ടാണ് ഞാനത് കൊണ്ടുപോയത്. ഇപ്പം ബയോപിക് എന്നുള്ള പെർസ്പെക്റ്റീവ് വരുമ്പം ഈ കുട്ടികൾ, അതായത് ഈ കുട്ടിത്തം എന്ന് പറയുന്ന എലമെന്റിലാണല്ലോ തുടങ്ങുന്നത്. ഇപ്പം നമ്മൾ ജയഹേ മുതൽ നോക്കി കഴിഞ്ഞാൽ ഇതിലാണെങ്കിലും ജയഹല്ല അന്താക്ഷരിയിലും സെയിം ആണ്, മറ്റേ ആ ചെറുപ്പത്തിൽ നിന്നാണല്ലോ. ഇതിലാണെങ്കിൽ ഞാൻ പറയുന്നത് ഇപ്പോൾ ഇവരെയൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്ത് വരുന്ന സ്ഥലത്തുനിന്ന് ഇമോഷണൽ ലെയേഴ്സ്, കാരണം വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും സിനിമയുടെ ഡിസ്കഷൻ കാര്യങ്ങൾ ബാക്ക് സ്റ്റോറി വേണ്ട, പഴയകാലം കാണിക്കണ്ട എന്നുള്ള രീതിയിൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആളുകൾക്ക് അത്രയൊന്നും മെമ്മറി ഹോൾഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. പക്ഷെ അതുകൂടി പൊളിച്ചു കളിയാണ് എനിക്ക് തോന്നുന്നു വാഴ
ടു എന്ന് പറയുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെയും പൂർവ്വകാലം അല്ലെങ്കിൽ കുട്ടിക്കാലം മുതലുള്ള സ്റ്റോറി, എല്ലാ കുട്ടിക്കാലത്തിൽ നിന്ന് തുടങ്ങുന്ന രീതിയിലാണല്ലോ എല്ലാ ക്യാരക്ടറിനെയും എൻഡ് ചെയ്തേക്കുന്നത്. അത് റൈറ്റിങ്ങിൽ എങ്ങനെയാണ് അത് ഫ്രം ദ ബിഗിനിങ് റൈറ്റ് ചെയ്യാണ്? അല്ലല്ല, റൈറ്റിംഗ് ഇങ്ങനെയല്ല പ്രോസസ്സ് നടക്കുന്നത്. റൈറ്റിംഗ് ആയി ഇഷ്യൂസ് എടുത്ത് വയ്ക്കുന്നു ആദ്യം, ഇതിൽ ക്യാരക്ടേഴ്സ് പ്ലേസ് ചെയ്യുന്നു. നമ്മളിപ്പോൾ വാഴ 1 ഓൾറെഡി എഴുതി വെച്ച സ്ക്രിപ്റ്റിലാണ് ഷൂട്ട് ചെയ്യുന്നത്. ജയം എഴുതി വെച്ച സ്ക്രിപ്റ്റിലാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. വാഴ 2 എന്ന് പറയുമ്പോൾ നമ്മൾ അന്നന്ന് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ലൊക്കേഷനിൽ ഏതാണ്ട് അങ്ങനെ അല്ലാതെ എന്താ പറയുക, ഫസ്റ്റ് നമ്മൾ ചെയ്ത സ്കൂൾ പോർഷൻസ് നമ്മളൊരു ഐഡിയ ഉണ്ട്, അത് വെച്ച് ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. അത് ഷൂട്ടിൻ്റെ പോകുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇവരെങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യും. അതിനുശേഷമാണ് ഇവർക്ക് അച്ഛന്മാർ ആരൊക്കെ ആയിട്ട് പ്ലേസ് ചെയ്യാം. ഷൂട്ട് പകുതിയായപ്പോഴാണ്, ആ 10 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ തീരുമാനിക്കുന്നത് ഇതിൽ വിനായകൻ്റെ അച്ഛനായിട്ട് ആര് വന്നത് നന്നായിരിക്കും, അലൻ്റെ അച്ഛനായിട്ട് ആര് വന്നത് ശരിയായിരിക്കും എന്നൊക്കെ പ്ലാൻ ചെയ്ത് ഫിക്സ് ചെയ്തിട്ടില്ല. എന്നിട്ട് അവിടെ നിന്നാണ് പിന്നെ നമ്മൾ ഇവരെ എന്താ പറയുക, ഒരു ഐഡിയ ഒക്കെ ഉണ്ട്, പക്ഷെ ഭയങ്കര ഫിക്സ്ഡ് അല്ല. പിന്നെ അവരെ ഫിക്സ് ചെയ്തിട്ട് അവരെ സ്കൂളിലോട്ട് വിളിപ്പിച്ചിട്ട് ഒരു സീൻ എടുക്കുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇത് പതുക്കെ ബിൽഡാവുന്നത്. ബിൽഡായി കഴിഞ്ഞിട്ട് നമുക്ക് കുട്ടിക്കാലം വരണമെന്ന് നിർബന്ധമുണ്ട്. അതിനൊരു പോർഷൻ ഉണ്ടെന്ന് നമുക്കറിയാം, അത് സ്പേസ് ഇട്ട് വെച്ചിട്ടുണ്ട്. ആ സ്കൂളിൽ നിന്ന് പിന്നെ അങ്ങോട്ട് കഴിഞ്ഞിട്ട് ആ പോർഷൻ മൊത്തം പുത്രം വരെ കഴിഞ്ഞു. പിന്നെ ഇപ്പുറം ഉണ്ടാക്കണം എന്നുള്ള പ്ലാനിലാണ് പോകുന്നത്. അപ്പോൾ ഇതിനപ്പുറം UK പോകും, അവിടെ കുറേ സ്ട്രഗിൾ ഉണ്ടാവും, പിന്നെ ഒരു ക്ലൈമാക്സ് ഉണ്ടാവും. പിന്നെ ഇതിൻ്റെയൊക്കെ വച്ചിട്ടാണ് നമ്മൾ കുട്ടിക്കാലം ഉണ്ടാക്കുന്നത്. അപ്പോൾ കുട്ടിക്കാലത്ത് മീൻ എന്നുള്ള സാധനം ഭയങ്കര എവിഡൻ്റ് അല്ല, എൻ്റെ മനസ്സിൽ എവിഡൻ്റ് അല്ല. അപ്പം ഇത് വെറുതെ 2 സീനിന് വേണ്ടിയിട്ട് ഒരു മീൻ ആഡ് ചെയ്തോട്ടേന്ന് എൻ്റെ അടുത്ത് സവിൻ ചോദിച്ചു. വീട്ടിൽ മീൻ വളർത്തിക്കോട്ടെ, കുട്ടിക്കാലത്ത് ഞാനും വളർത്തിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ആഡ് ചെയ്തു. അപ്പം അവൻ്റെ ഒരു ആഗ്രഹമാണ് മീൻ ആഡ് ചെയ്യുക എന്നുള്ളത്. അപ്പം അങ്ങനെ ആഡ് ചെയ്തപ്പം അപ്പം ഞങ്ങൾ വെറുതെ ആഡ് ചെയ്തിട്ട് കഴിയില്ല, അതിനൊന്നും സ്റ്റോറി നമുക്ക് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് ആ മീനിനെ വെച്ച് ഉണ്ടാക്കിയ ബിൽഡിംഗ് ആണ്, പിന്നെ ബിൽഡപ്പാണ് ഈ സീൻ ഉണ്ടാവുന്നത്. അപ്പോൾ സീൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ടും നമ്മളത് വിട്ടു, മീനുമായിട്ട് പിന്നെ കണക്ഷനേ ഇല്ല. സിനിമ തീർന്നിട്ട് പിന്നെയാണ് നമുക്ക് വെച്ചാൽ ഇവരുടെ ക്ലോഷറിൽ മീൻ കൊണ്ടുവരാം. അപ്പോൾ ഇതെല്ലാം റൈറ്റിങ്ങിൻ്റെ ഇടയിലിടയിൽ ഇപ്പോൾ ഇട്ട മരുന്ന് സവിൻ്റെ ആണെങ്കിലും പിന്നെ നമ്മളത് ഈ എല്ലാ ഡിസ്കഷനിലും എന്നാൽ പിന്നെ മീനെ വീണ്ടും ക്ലൈമാക്സ് കൊണ്ടുവരാം എന്ന് വിചാരിച്ചിട്ട് തിരിച്ചു കൊണ്ടുവരുന്നത്. അപ്പം ഇത് എഴുതി പോകുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ ഷൂട്ട് കണ്ടാണ് പിന്നെ എഴുതുന്നത്, ആരൊക്കെ എങ്ങനെ പെർഫോം ചെയ്യുന്നത്. ഇപ്പം ഈ വിനോദ് കെടാമംഗലം അത്രയും നെഗറ്റീവ് ആവുന്നത് ഒരൊറ്റ ഷോട്ടിലാണ്. അപ്പൊ അത് നമ്മൾ ലാസ്റ്റ് എടുത്താണ്, പുള്ളി പോലും അറിഞ്ഞില്ല പുള്ളി നെഗറ്റീവ് ആണെന്ന്. പുള്ളി സിനിമ കണ്ടിട്ട് എന്നോട് ഞാൻ ഇങ്ങനെ ഒരു അച്ഛനായിരുന്നു പുള്ളി. അപ്പൊ അതൊരു നമ്മൾ പോകുമ്പം എനിക്ക് ക്യാരക്ടർ മനസ്സിലായി, ഇയാൾ ഇങ്ങനെ ബിഹേവ് ചെയ്യുള്ളൂ, ഇയാൾ ഇതാണ്. അപ്പം അവരവിടെ ചെന്ന് പറയുന്നതും അച്ഛൻ കയറ്റി വിട്ടതിന്റെ ബുദ്ധിമുട്ട് അവർ സംസാരിക്കുമ്പോൾ അച്ഛനവിടെ കാണിക്കണം. അത് രണ്ടാമത്തെ ഷോട്ടാണത്. അപ്പം ഇതൊക്കെ നമ്മള് സിനിമ കണ്ടു പോയി കടം ചോദിച്ചു വരുന്ന സീനും ഭയങ്കര ഇമ്പാക്ട്ഫുൾ ആയിട്ടാണ് വന്നത്. അതായത് എനിക്ക് തോന്നുന്നത് ഒരു സിനിമ കണ്ടിട്ട് സിനിമയ്ക്ക് റിലേറ്റബിൾ ആയിട്ടുള്ള പേഴ്സണൽ ലൈഫിലേക്ക് ആളുകൾ പോകുന്നത് റീസെൻ്റ്ലി നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും റിലേറ്റ് ചെയ്യാവുന്ന ഒരു സ്റ്റോറി. ഇപ്പോൾ സിബ്ലിങ്സ് ഭയങ്കര ഫൈറ്റ് നടത്തുന്ന, ഇപ്പം ഞാൻ അടങ്ങുന്ന ഒരുപാട് പേർക്ക് സമയത്ത് സ്കൂളിങ് കണക്റ്റഡ് ആവുന്നുണ്ടാവും. അതേപോലെ നമ്മുടെ ഫാമിലിയിലേക്കൊക്കെ അങ്ങനെ എല്ലാവർക്കും അവരവരുടേതായൊരു സ്റ്റോറി വാഴ 2 ചേർത്തിട്ടുണ്ടാവും എന്നുള്ളത് അതായിരിക്കില്ല ഇതിന്റെ ഏറ്റവും വലിയ ഹെവി ഫീഡ്ബാക്ക്. ക്ലൈമാക്സ് നമ്മൾ കണ്ട സീനുകളുണ്ടല്ലോ കുട്ടിക്കാലത്ത്, അത് അവരുടെ മെമ്മറിയിലുള്ളതാണ്. ഞാൻ ഇയാളോട്ട് എൻ്റെ അനിയനോട്ട് എൻ്റെ അനിയത്തിൽ എവിടെ കണക്റ്റഡ് ആയിരുന്നല്ലോ, അത് ഐസ്ക്രീം ചെയ്തപ്പോൾ ഞാൻ കണക്റ്റഡ് ആയിരുന്നല്ലോ, അതായിരിക്കും അവൻ്റെ മെമ്മറിയിലുള്ളത്. ഇപ്പുറത്ത് മീൻ വളർത്തിയപ്പോൾ ഞങ്ങൾ രണ്ടുപരും ഒരുമിച്ച് മീൻ വാങ്ങിച്ചതിനകത്ത് ഇട്ടിട്ടുണ്ട് എന്നൊരു എവിടെ ഒരു കണക്ഷൻ പോയിട്ട് അവനറിയാം. ഇപ്പുറത്ത് സജിനും അജിനും സൈക്കിൾ ഷെയർ ചെയ്യുന്നത് മെമ്മറി. പക്ഷെ അതിനുശേഷം അതൊരു കട്ടായി പോയി, പിന്നെ അവർ അടിയായി കാണും. അപ്പൊ എവിടെ ഒരിടത്ത് അവർ ചേർത്ത് പിടിക്കുന്ന സാധനം അവരുടെ മനസ്സിലുണ്ട്. ആ മനസ്സിൽ കണ്ടതാണ് നമ്മൾ സിനിമയിൽ കാണുന്നത്. അത് നമ്മൾ ചിലപ്പോൾ നേരത്തെ കാണിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ വിട്ടുപോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അത് ആ പ്ലേസ്മെന്റിലാണ് അത് ഭംഗി കൂടിയത്. അപ്പം അതെല്ലാം ഫസ്റ്റ് ഹാഫിൽ സീനായിട്ട് നമ്മൾ മാത്രം കരുതി തുടങ്ങാമെന്ന് വെച്ചിരുന്നതാണ്. ഇത് നമ്മൾ ക്ലൈമാക്സിലോട്ട് കൊണ്ടുവരുന്നതുകൊണ്ട് അതിനൊരു ക്ലോഷർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ ആ ഡയലോഗ്സ് കണക്ട് ചെയ്ത് ഞാനല്ല പിന്നെ ആര് ഡയലോഗ്സ് കൊടുക്കുന്നു, സൈക്കിള് എന്നാ നീ ചവിട്ടിക്കോ എന്ന് പറഞ്ഞ സാധനം കൊടുക്കുന്നു, മീൻ അപ്പൊ ഇതെല്ലാം ഈ നമ്മൾ ആദ്യത്തെ നറേഷനിലോ വിഷ്വലിലോ ഒന്നും നമ്മൾ കണ്ട ഫസ്റ്റ് ഹാഫിൻ്റെതല്ല. ഞാൻ പറഞ്ഞത് നമ്മളെ ഫസ്റ്റ് ഹാഫിൽ കണ്ട് നമ്മുടെ തീരുമാനമാണല്ലോ ശരി വിപിൻ പൊളിക്കുന്നത്. നമ്മൾ ഫസ്റ്റ് ഹാഫ് കണ്ടിറങ്ങുമ്പോൾ ഓരോ ക്യാരക്ടറിനെ കുറിച്ച് നമ്മൾ എന്താണോ ബോധ്യമായി വന്നത്, അതൊരു ബാക്ക് ബെഞ്ചറിനെ സ്വാഭാവികമായിട്ടും പഠിപ്പിച്ച് കഷ്ടപ്പെടാത്ത ഗൾഫിലേക്ക് അയച്ച അച്ഛനെ ആണ് അവിടെ പൊളിക്കുന്നത്. അപ്പൊ ഞാൻ ഇതൊരു പൊളിക്കലാണല്ലോ എല്ലാ കാര്യങ്ങളും. അതായത് ഈ കുട്ടിക്കാലമാണ് ഏറ്റവും അവസാനം ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്കിത് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റും. ഇത് വെറുതെ ഒരു ക്ലൈമാക്സ് തന്നെയാണ്, പക്ഷെ അതിനകത്ത് കുട്ടിക്കാലം കൂടെ പ്ലേസ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ്. ടെക്നിക്കലി കുട്ടിക്കാലം ഒരു ക്ലൈമാക്സ് ആണ്. ക്ലൈമാക്സ് വാനില ചെടി പാട്ട് കാണുമ്പോൾ മനസ്സിലാവും അതാണ് ക്ലൈമാക്സ്. വാനില ചെടി കാണിച്ച
ഫുൾ ക്ലൈമാക്സ് ഞാൻ നിങ്ങൾ വാണിജ്യത്തിൽ ഭയങ്കര ഭംഗിയുണ്ട്, ഇതാണല്ലോ സ്റ്റാർട്ടിംഗ് എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ നമുക്ക് ചിരിയാണ് വരുന്നത്, ഇതാണല്ലോ ക്ലൈമാക്സ് ആണ് ഈ നാട്ടുകാർ കാണുന്നത്, നാട്ടുകാർക്ക് അറിയില്ലല്ലോ എന്നൊരു നമ്മൾ ഷെയർ ചെയ്യാറുണ്ടായിരുന്നു. ക്ലൈമാക്സ് ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, ക്ലൈമാക്സിലാണ് പടം തുടങ്ങിയത്. അപ്പോൾ അത് നമുക്ക് പ്രശ്നമായിട്ട് തോന്നിയില്ല. ഞാൻ പറയുന്നത് ഈ വാനിലച്ചെടിയെ തുടങ്ങുന്ന ഇവരുടെ ഈ ബയോപിക്കിൻ്റെ കുട്ടിക്കാലം, നമ്മൾ ഇവരുടെ ചാപ്റ്ററൈസ് ചെയ്യുകയാണെങ്കിൽ ബയോപിക്കിൻ്റെ ചാപ്റ്റർ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നിടത്തുനിന്ന് ഈ പറഞ്ഞ ഒരു പെർഫെക്റ്റ് ഗ്രാൻഡ് ഫിനാലെ പോലെ ഈ പറയുന്ന ഹേ ബനാനയുടെ ഒരു ന്യൂ വേർഷൻ, റീബൂട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ പുതിയ വേർഷൻ അതിലേക്ക് സെറ്റ് ചെയ്യുന്നിടത്ത സ്ഥാനത്ത് ഞാൻ പറഞ്ഞ സിനിമ ഒരേ സമയത്ത് നമ്മളത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതൊരു ഫ്രാഞ്ചൈസ് അല്ല എന്നുള്ളത് ഒരു ഫ്രാഞ്ചൈസിൻ്റെ കിക്ക് കിട്ടുന്ന രീതിയിലേക്കുള്ള ഒരു ഗ്രാൻഡ് ഒരു ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ സ്പോയിലർ ക്യാരക്ടർ ഓപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ ഒരു സാധനത്തിലേക്ക് സെറ്റ് ചെയ്യാനുള്ളത്, അതായത് ആളിൽ കരയുന്നുണ്ട്, ഇമോഷണലി ഇത് ചെയ്യുന്നുണ്ട്, ബ്രേക്ക് ഡൗൺ ആവുന്നുണ്ട്, ഭയങ്കരമായിട്ട് ചിരിക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ക്ലോഷർ എന്ന് പറയുന്നിടത്ത് വാഴ 2 എന്ന് പറയുന്നൊരു അടുത്ത ഫ്രാഞ്ചൈസിനുള്ള ട്രെയിലർ ഇറക്കി പോവാന്നറിയില്ലേ. ആക്ച്വലി ഫ്രാഞ്ചൈസി പടങ്ങൾ ഞാൻ ഒരുപാട് കണ്ടിട്ടില്ല. ഇപ്പം അവഞ്ചേഴ്സൊന്നും എല്ലാം ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് കണക്ഷൻ പോലും ചിലപ്പോൾ കിട്ടില്ല. ഞാൻ ഇന്ന് കണ്ട സാധനം അടുത്ത ഒരു വർഷം കാണുമ്പോൾ എനിക്കൊരു ഓർമ്മ ഉണ്ടാവില്ല. ഞാൻ റീവാച്ച് ചെയ്താലും എനിക്ക് കിട്ടില്ല. ആരും പറയും ഇത് മറ്റു സിനിമയുടെ ആ കണക്ഷനാണെന്ന് പറയുമ്പോഴേ ചിലപ്പോൾ എനിക്ക് കിട്ടുള്ളൂ. അല്ലെ എനിക്ക് ഭയങ്കരമായിട്ട് കിട്ടുന്നത് വളരെ കുറവാണ്. എനിക്ക് പല സിനിമകളും കിട്ടാറില്ല. അപ്പോൾ എൻ്റെ മനസ്സിൽ ഇവരെ പ്ലേസ് ചെയ്യണം എവിടെയെങ്കിലും. പക്ഷേ ഇതെവിടെ പ്ലേസ് ചെയ്യുന്ന എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഒരു സീൻ വേണം, ഒരു സീനിൽ കൊണ്ടിടാം എന്നുള്ള വെച്ചിട്ടാണ് ആ കല്യാണ സീൻ എഴുതിയത്. കല്യാണ സീൻ എഴുതി കഴിഞ്ഞിട്ട് അത് അവിടെ തന്നെ പ്ലേസ് ചെയ്യാന്നുള്ള ഒരു മൂഡിലാണ് എഴുതുന്നത്. എഴുതി കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഇതിന് വേണ്ട ഒരു അവസാനം കൊണ്ടിടാം. കാര്യം കണക്ഷൻസ് ഒന്നും വയ്ക്കാനുള്ള ബുദ്ധി എനിക്കില്ല, എൻ്റെ ബ്രെയിൻ അങ്ങനെ വർക്ക് ചെയ്യുന്നില്ല, കുറേ ലോജിക്കൽ മിസ്റ്റേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവരൊന്ന് എൻ്റർടൈൻ ചെയ്യിക്കാന്നുള്ളതിനപ്പുറം വേറെ നോക്കണ്ട എന്ന് വെച്ചിട്ടാണ് അതിനെ കറക്റ്റ് അവിടുന്ന് പുള്ള് ചെയ്ത് നമ്മൾ ലാസ്റ്റ് വിളിച്ചത്, അവിടുന്ന് കട്ട് ചെയ്ത് കളയാം, എന്നിട്ട് ലാസ്റ്റ് വയ്ക്കാന്നുള്ള ഡിസിഷൻ വരുന്നത്. അപ്പോൾ അപ്പോഴും നമ്മൾ അവർക്കൊരു വരുമ്പം കൈയടിക്കണം എന്നുള്ള ആ മൂടി തന്നെയാണ് അവർ ആ ഓരോ എൻട്രി കൊടുത്തതും. ഈവൻ സിജു സണ്ണിയറെ കാണിച്ച് നിർത്തിയിട്ട് അതിനപ്പുറം ജോമോൻ എഴുന്നേക്കുന്നുണ്ട്, നമ്മളത് കട്ട് ചെയ്ത് കളഞ്ഞു. അതെ. അപ്പൊ ജോമോൻ ഓരോരുത്തരായിട്ട് എഴുന്നേറ്റ് അവസാനം ജോമോൻ എഴുന്നേക്കുന്ന ഷോട്ടുണ്ട്. അത് ആ മിക്സിങ്ങിന് തൊട്ട് മുമ്പാണ് നമ്മളത് കട്ട് ചെയ്ത. ഇവിടെ ജോമോൻ ഒരു കിടിൽ എൻട്രിയും ഭയങ്കര കൈയടിയും കിട്ടും എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് മിനിറ്റാണ് അത് കട്ട് ചെയ്യുന്നത്. എനിക്കൊന്നൊരു ഒരാഴ്ച മുമ്പാണ് അത് കട്ട് ചെയ്യുന്നത്. ആ ജോമോനെ എഴുന്നേറ്റ് ഇരിക്കുന്ന ഷോട്ട് കട്ട് ചെയ്തിട്ട് നേരെ ഫൈറ്റ് കഴിഞ്ഞിട്ട് ജോമോനെ കാണിക്കുന്നു, എല്ലാവരും പുറകിൽ നിന്നുള്ള സാധനം വെച്ചിട്ട്. മ്യൂസിക് ഈ പുതിയ വേഷം വന്നതിന് ശേഷം അത് തിയേറ്ററിൽ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരൊറ്റ കട്ടില് സാധനം മൊത്തം മാറി എന്നുള്ള സാധനം ഭയങ്കര എവിഡന്റ് ആയി. അപ്പം ഇത് ഈ പറഞ്ഞ ട്രെയിലർ പോലെ ഇല്ലെങ്കിൽ തിയേറ്റർ മൊമെന്റിന് വേണ്ടി അവിടെ കൊണ്ടുവച്ചതാണ്. അല്ലാതെ ഇപ്പം നമുക്ക് ഇവരെ പ്ലേസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അത് വേണം ഇമോഷണൽ സീന് പ്ലേസ് ചെയ്യായിരുന്നു. അപ്പോൾ നമ്മൾ വെച്ച് വേണ്ട, ലോജിക്കലി ഒന്നും വർക്കല്ല. അത് ലോജിക്കലി ആ ഫ്രാഞ്ചൈസിയിൽ അതങ്ങനെ വയ്ക്കാൻ പറ്റില്ല. നിങ്ങൾ ക്യാരക്ടർ വരുന്നതിന് സന്തോഷം കണ്ടിട്ട് പോയിക്കോളൂ എന്ന് പറഞ്ഞിട്ടാണ് അത് പ്ലേസ് ചെയ്തത്. അതേപോലെ ഇപ്പം ഹേ ബനാന പോലെ തന്നെ വാഴ 1 പാട്ടിൻ്റെ ഒരു ക്രോസ് ഓവർ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ഹൃദയം അത് കണക്ട് ചെയ്ത് വരുന്നുണ്ടല്ലോ. നമ്മുടെ ഏറ്റവും വലിയ ചലഞ്ച് അതായിരുന്നു, മകനെ പാട്ട് എങ്ങനെ റീപ്ലേസ് ചെയ്യും. ഞാൻ പല സെറ്റിൽ പോയപ്പോഴും പലരും ഷൂട്ട് ചെയ്യുന്ന സീനിൽ മകനെ റെഫറൻസ് വെച്ചാൽ ഷൂട്ട് ചെയ്യുന്നു. അപ്പം ഞാൻ പറയും ഞാനേതായാലും പെട്ട് നിങ്ങളും പെടും. കാര്യം നമ്മൾ രണ്ടുപേരും കരയും, നമ്മൾ കളിയാക്കി പറയും. അവർക്കും മകനെ റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല ഈ ഷൂട്ട് ചെയ്യുന്ന സിനിമകളിൽ, എനിക്കും വാഴ 2 റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. ഇതായിരുന്നു നമ്മുടെ മനസ്സിൽ. അപ്പം ഈ പാർവതീഷ് മകനയ്ക്ക് ഉണ്ടാക്കിയതിൻ്റെ ആദ്യത്തെ ട്രാക്കാണ് ഈ തമ്മിൽ പിരിഞ്ഞ് പിണങ്ങി പോലെന്നുള്ള സാധനം. ആദ്യം ഉണ്ടാക്കിയ സാധനമാണ്, വാഴ 1 ഉണ്ടാക്കിയ സാധനമാണ്. അത് നമ്മളൊരു അമിത് ത്രിവേദി മോഡിൽ കുറച്ചുകൂടെ ഗിറ്റാറും ഡ്രംസും ഒക്കെ ഉണ്ടാക്കിയിട്ട് ഒരു ഫുൾ പാട്ട് ചെയ്തായിരുന്നു. ഈ വരികളൊന്നുമല്ല, പക്ഷെ ആ പാട്ട് ചെയ്തു വന്നപ്പോൾ സിനിമയിൽ മാച്ച് ആവുന്നില്ല, കേൾക്കാൻ രസമുണ്ട്. അപ്പം നമ്മളതിൻ്റെ ഒരു ഇമോഷണൽ വെർഷൻ പാർവതീഷ് എന്നെ എനിക്ക് ഈ ഹോസ്പിറ്റൽ സീൻ തന്നായിരുന്നു. അത് ഭയങ്കര സ്ലോ ആയിരുന്നു. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സ്ട്രൈക്കിട്ടാണ് അവിടെ എന്നാൽ പിന്നെ അത് പാട്ടാക്കാമെന്ന് തീരുമാനിച്ചത്. ഈ വർഷം കൊള്ളാമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ അവിടെ വരികൾ എഴുതുകയും ഇത് പിന്നെ ക്ലൈമാക്സിൽ കൊണ്ടുപോകും. അങ്ങനെയാണ് ആ പാട്ടുണ്ടായത്. അപ്പം രണ്ടാമത് വന്നപ്പോഴും നമുക്ക് പുതിയ പടത്തിന് പാട്ടില്ല. അപ്പം എല്ലാവരും പറയുന്നത് മകനെ വെച്ച് ഫില്ല് ചെയ്യാം. അപ്പം എൻ്റെ മനസ്സിലും മകനെ വെച്ച് ആ പാട്ട് ഫുൾ തീർക്കുക എന്നുള്ളതാണ്. പക്ഷേ ഞാനത് പുഷ് ചെയ്തുകൊണ്ടിരുന്നു പാർവതീഷിനെ അങ്കിത്തിനെയൊക്കെ. ഇല്ല, എനിക്കൊരു പുതിയ പാട്ട് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പുഷ് ചെയ്തപ്പോൾ ഈ പഴയ പാട്ടിലോട്ട് വീണ്ടും വന്നു. അപ്പോൾ അത് വെറുതെ പാർവതീഷ് ഒന്ന് മൂടുമ്പം തന്നെ കിട്ടുന്നുണ്ട്. ഏതാണ്ട് അതിൻ്റെ ചായയിൽ കിട്ടുന്നുണ്ട്. ഇതിലോട്ട് ബ്ലെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ക്വസ്റ്റ്യൻ ഞാൻ ചോദിച്ചു. ആ ബ്ലെൻഡ് ചെയ്യിച്ച് തരാമെന്ന് പറഞ്ഞു. പിന്നെ ഒരു ദിവസം ഒരു വെർഷനിൽ അവനത് പാടി വന്നിട്ട് ഈ വെർഷൻ ബ്ലെൻഡ് ചെയ്തിട്ട് പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ മ്യൂസിക് ചെയ്ത് ഞാൻ പിന്നെ ഒന്നും അപ്പോഴും പറഞ്ഞില്ല, എനിക്ക് ബ്ലെൻഡ് ചെയ്യണമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ, എന്തിനാ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞില്ല. നമ്മളെന്താ എഡിറ്റ് ചെയ്ത് ക്ലൈമാക്സ് കാണിച്ചു കൊടുക്കുന്നു, അവർ ഇടുന്നു. ഇട്ട് കഴിഞ്ഞിട്ട്
ഇതിൻ്റെ ആദ്യമാണ് അത് ഉണ്ടായിരുന്നത്, കുറച്ച് ആ ക്ലൈമാക്സ് ആദ്യം കുറച്ച് നേരം ഉണ്ടായിരുന്നു ബിജുകുട്ടിൻ്റെ പോർഷൻ. അപ്പോൾ അവിടെ അത് വേണമെങ്കിൽ പ്ലേസ് ചെയ്യാന്നുള്ള ആലോചന വന്നു. അപ്പോഴും ഞാൻ വിട്ടുകൊടുത്തില്ല, വേണ്ട ഫുൾ പുതിയ പാട്ടിൽ തന്നെ പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് മിനിറ്റിൽ നമ്മൾ വീണ്ടും കണ്ണനെ ഞാനും സവിനും കൂടി ഇരുന്നിട്ട് റീഎഡിറ്റ് ഒരു എനിക്കൊന്ന് 8-9 പ്രാവശ്യം ക്ലൈമാക്സ് റീഎഡിറ്റ് ചെയ്തു ഈ മ്യൂസിക് ടൈമിൽ. എന്നിട്ട് പ്ലേസ് ചെയ്യും, വീണ്ടും പാറും ഞാനും അങ്കിത്തും നമ്മളെല്ലാവരും കൂടി ഇരുന്നിട്ട് കണ്ടുപോകും. അപ്പോഴെന്തോ മിസ്റ്റേക്ക്, പിന്നെ വരികൾ എഴുതിയിട്ട് വരികൾ പ്ലേസ് ചെയ്ത് നോക്കി, അങ്ങനെയൊക്കെ വെച്ചിട്ട് ചിലപ്പോൾ അതിലുള്ള 2 വരി പാട്ടിൽ ഇപ്പോഴും ഇല്ല, ഫുൾ സോങ്ങിൽ ഇപ്പോൾ ആ 2 വരി ഇല്ല, ആ 2 വരി സിനിമയിൽ മാത്രമേ ഉള്ളൂ, അത് പ്ലേസ് ചെയ്യാൻ പറ്റുന്നില്ല അവർക്ക്. അപ്പം അങ്ങനെ 2-3 എഡിറ്റൊക്കെ നടത്തി ലാസ്റ്റ് ഒരു പോയിന്റിൽ ഞാൻ പുഷ് ചെയ്തിട്ട് പറഞ്ഞു ഇവിടെ മകനെ വയ്ക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. 2 വരി, അപ്പം 2 വരി നിൽക്കാനുള്ള സ്ഥലമില്ല, അപ്പം ഞാൻ കുറച്ചും കൂടെ അതിനെ ലെങ്ത് ആക്കി കൊടുത്തു. ഇപ്പോൾ നിൽക്കാൻ പറ്റുമോ? ആ പറ്റും. അവിടെ അപ്പം പ്ലേസ് ചെയ്ത് ലോക്ക് ചെയ്ത് വെച്ചു. അതുവരെ നമ്മളത് വേണ്ട എന്നൊരു തീരുമാനത്തിന് ലാസ്റ്റ് മിനിറ്റിലാണ് നമ്മൾ ആ തീരുമാനം മാറ്റിയിട്ട് വെച്ചു കൊടുത്തത്. അപ്പോൾ എനിക്ക് ഉറപ്പുണ്ടത് അടിക്കും, പക്ഷേ അതിനു വേണ്ടി നമ്മൾ പണിയെടുക്കായിരുന്നെങ്കിൽ ആ പാട്ട് പ്ലേസ് ചെയ്ത് സ്ഥിരം ടെമ്പറേച്ചറിൽ ഇറക്കേണ്ടി വന്നേ. പക്ഷെ അത് പുഷ് ചെയ്തുകൊണ്ട് പാർവതീഷും അങ്കിത്തും ഒരു പുതിയ പാട്ട് തന്നു നമുക്ക്. പക്ഷെ രസമായിട്ട് വെച്ചാൽ ഇപ്പൊ ഹേ ബനാന എന്ന് വെച്ച് കഴിഞ്ഞാൽ വാഴ ആന്തം, അതായത് എല്ലാ മീൻസ് അടുത്ത് നമ്മൾ നിങ്ങൾക്ക് തന്നെ ചാലഞ്ച് ആവുന്ന ഒരു ക്ലോഷർ പോലെയായിട്ടാണ് ഇതിൽ വന്നേക്കുന്നത്. വേറെ കാര്യം, ഇപ്പോൾ 10 പാട്ടുകൾ എന്ന് പറയുന്ന സമയത്ത് പാട്ടിൻ്റെ പ്ലേസ്മെൻറ്റ് ഓൾറെഡി BG ഇതിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പാട്ടിനെ ഇപ്പോൾ റൈറ്റിങ്ങിൽ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ക്രിയേറ്റർ പെർസ്പെക്റ്റീവ് പാട്ടിൻ്റെ ഒരു ബ്ലെൻഡ് എങ്ങനെയാണ്? അപ്പോൾ പലരും ഞാൻ മനസ്സിലാക്കുന്നത് പടം ചെയ്യുന്നു, മ്യൂസിക്കിനെ കുറിച്ചുള്ള ഒരു ഐഡിയ ഉണ്ടാവാം, അല്ലെങ്കിൽ റഫ് മ്യൂസിക് ചെയ്തിട്ടുണ്ടാവും, പക്ഷെ എന്നാൽ പോലും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൻ്റെ കാര്യത്തിൽ ഏറ്റവും സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ള ആ പടത്തിൻ്റെ ജോണറിനോട് കണക്റ്റ് ആവുന്ന, നേരത്തെ പറഞ്ഞ പോലെ റെഫറൻസ് മ്യൂസിക് ഇട്ടിട്ടായിരിക്കും ചെയ്യുന്നത്, പാട്ട് റെഫറൻസ് ഇട്ടായിരിക്കും ചെയ്യുന്നത്. പിന്നെ ഇതിനോട് മാച്ച് ആവുന്ന ഒരു ക്രിയേഷനാണല്ലോ നടക്കുന്നത്. ഇപ്പോൾ വാഴയുടെ കാര്യത്തിൽ, ഈ എൻ്റയർ വാഴ യൂണിവേഴ്സിൻ്റെ കാര്യത്തിൽ ഫസ്റ്റിലും സെക്കൻഡിലൊക്കെ ഒരേ അപ്രോച്ചാണോ, അല്ല പാട്ട് എപ്പോൾ വരുന്നു എന്നുള്ളത്? കാരണം അതിൽ ഭയങ്കര ലിറിക്കൽ വാല്യൂ. രണ്ടിലും ഒരേ അപ്രോച്ച് തന്നെയായിരുന്നു. നമ്മൾ ആദ്യം ചെയ്തത് രണ്ടാമത്തെ ഒരു വ്യത്യാസം, നമ്മൾ ഒരു ഓഡീഷൻ കൂടി ഇട്ട് അതിന് കുറച്ച് പേരെ എടുക്കുകയും കൂടെ ചെയ്തു. ഒന്ന് ജാസിർ, അങ്ങനെയൊക്കെ 1-2 പേര് അങ്ങനെ എടുത്ത്. എല്ലാവരും എടുക്കാൻ പറ്റാത്തത് പലരും വാഴ എന്നുള്ള ഫസ്റ്റ് പടം കണ്ടിട്ട് അതേപോലെ പാട്ട് റീക്രിയേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ വേറെ പല പാട്ട് അവർ നമുക്കൊരു ഐഡിയ കൊടുത്തിട്ടില്ല, അത് അവരെ കുറ്റമല്ല. പെട്ടെന്ന് നമുക്ക് ക്ലിക്കായത് ഇതൊന്നുമായിട്ട് ബന്ധമില്ലാത്ത പാട്ട് ചെയ്ത ആൾക്കാരെ നമ്മൾ എടുത്തു അതിനകത്ത്. പിന്നെ ഈ ഞാൻ കുറേ റാപ്പേഴ്സിനെ വിളിച്ചു, എനിക്ക് അവിടെ റാപ്പാണ് ഇവിടെ റാപ്പാണ് എന്നൊക്കെ നമ്മൾ പ്ലേസ് ചെയ്ത് നോക്കി. പിന്നെ വലിയ റാപ്പേഴ്സ് അല്ല കേട്ടോ, എല്ലാം പുതിയ അപ്കമിങ്, എനിക്കൊന്നും ഒരു 1000 ഫോളോവേഴ്സ് പോലും ഇല്ലാത്തവരെ ഞാൻ വിളിച്ചിട്ടുണ്ട്. അങ്ങനെ വിളിച്ചിട്ട് ഇങ്ങനെ റാപ്പ് ചെയ്യാമോ, അവർ ചെയ്ത് നോക്കും, വർക്കാവില്ല, ചിലത് വർക്കാവും. അപ്പം ഈ അതിനിടയിലാണ് ഞാൻ ഈ RC വിളിക്കുന്നു, വല്ലാത്ത ജാതി ഭയങ്കര ഇഷ്ടപ്പെടും, അതുപോലത്തെ ഒരു ജെൻസി പാട്ട് എനിക്ക് വേണം. അപ്പോൾ RC വിളിക്കുന്നു. അപ്പോൾ RC ഒരു പാട്ട് ചെയ്തു, എനിക്ക് വർക്കാവുന്നില്ല, തിരിച്ച് പോകുന്നു, പിന്നെ വേറൊരാൾ പോകുന്നു, വീണ്ടും തിരിച്ച് RC വന്നു, എനിക്ക് ആ ട്യൂൺ കൊള്ളാം, ലിറിക്സ് മാറ്റാം എന്നൊക്കെ പറഞ്ഞത്. അത് വിനായകനെ നോക്കി, പിന്നെ സോഹൽ കോയെ നോക്കി, പിന്നെ അതിങ്ങനെ അവർക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് പിന്നെ ലാസ്റ്റ് വന്ന പുള്ളി വന്ന് എഴുതുന്നത്. അപ്പം അതിങ്ങനെ പ്രോസസ്സിൽ ഉണ്ടായി എടുത്ത പാട്ടാണ് ഈ ആജാരാജ. എനിക്ക് തോന്നുന്നു നമ്മള് രജത്തിനോട് മാത്രമേ ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. രജത്ത് ഒന്ന് റിപ്പീറ്റ് ചെയ്യും, അത് റീക്രിയേറ്റ് ചെയ്യാൻ ഇവിടെ രജത്ത് മാത്രമേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നാറുണ്ട് എപ്പോഴും. രജത്തും പാർവതീഷ റിപ്പീറ്റ് ചെയ്യുന്നൊരു മനസ്സിലുണ്ടായിരുന്നു. അപ്പൊ രജത്തിന് ഞാൻ പറഞ്ഞു എനിക്ക് അതിമനോഹരം പോലത്തെ ഒരു പാട്ട് വേണം, പക്ഷെ അതിന്റെ ഒരു ചായവും വരാൻ പാടില്ല. ഇപ്പൊ രജത്ത് പറഞ്ഞാൽ അതിനകത്ത് ഏറ്റവും ഹൈ ഫ്ലൂട്ട്, വയലിൻ പോലത്തെ സാധനങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ അതാണ് ഭയങ്കര കണക്ഷൻ ആളുകൾക്ക്. അതില്ലാതെ എങ്ങനെ ചെയ്യും? ഞാൻ പറയും അതെനിക്കറിയില്ല, അതിൻ്റെ ജോലിയാന്ന് പറയും. പക്ഷെ അവൻ കുറേ സോണിക് സൗണ്ടുകളൊക്കെ വെച്ചിട്ട് അതിനകത്ത് ഇപ്പോഴും വേണമെങ്കിൽ ഈസി ആയിട്ട് ഫ്ലൂട്ടിന്റെ മ്യൂസിക് കിട്ടാൻ ആ പാട്ട് കുറച്ചുകൂടെ ഹിറ്റ് ആവും. പക്ഷെ അവൻ അത് സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് അവൻ പറയില്ല നമുക്ക് അത് ഒരു കണ്ടംപററി ആയിട്ട് ഒരു ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ചിട്ടില്ല. എല്ലാം ഈ ചീവിടിന്റെ സൗണ്ടും അതുപോലെ സാധനമൊക്കെ ഇട്ട് കുറെ സോണിക് സൗണ്ടുകളൊക്കെ ഇട്ട് മാത്രം ഫില്ല് ചെയ്ത് ഉണ്ടാക്കിയൊരു പാട്ടാണ്. ഇപ്പോഴും അതിൻ്റെ ബീറ്റ് ആക്കുമ്പോൾ നമുക്ക് ഡിസ്റ്റർബ് ആവുന്നുണ്ട്, ട്രെന്നാ കേൾക്കുന്നത്. എന്ന് വെച്ചാൽ അത് ഡിസ്റ്റർബ് ആയിക്കോട്ടെ, അതൊരു ജീവിയുടെ സൗണ്ടായി കേട്ടോട്ടെ എന്നാണ് രജിത്ത് പറയുന്നത്. അപ്പം അങ്ങനെ ആ പാട്ട് ചെയ്ത് അവനെടുത്തതാണ്. അപ്പം അത് അവൻ്റെ ഒരു ഫുൾ ഇൻപുട്ടിലുണ്ട്. ബാക്കിയെല്ലാം നമ്മൾ മൊമെൻ്റ് പ്ലേസ് ചെയ്തിട്ട് ഈ മൊമെൻറ്റിൽ എനിക്കൊരു പാട്ട് വേണമെന്ന് പറഞ്ഞിട്ട് ഇവരെ വിളിക്കുക ചെയ്യുന്നത്. അപ്പം നമുക്കറിയാവുന്ന എന്നാൽ അത്രയും എസ്റ്റാബ്ലിഷ് അല്ലാത്ത മ്യൂസീഷ്യൻസ്, അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്നവർ, പ്രോഗ്രാമേഴ്സ്, അങ്ങനെ ഞാൻ വിളിക്കുന്നത്. എനിക്ക് കുറേ പേര് അങ്ങനെ അറിയാം. അപ്പം ഇനിയും കുറച്ച് പേര് അറിയാം, അടുത്ത പടത്തിലാണെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. അപ്പോൾ അങ്ങനെ ഓരോ സമയത്തും ഓരോരുത്തരെ വിളിച്ചിട്ട് പ്ലേസ്മെൻറ്റാണ് നടത്തിയത്. ഇവർക്ക് ടീം കൊടുത്തിട്ട് ഇപ്പം ആജാരാജ് നമ്മൾ കൊടുക്കുമ്പം ഞാൻ പറഞ്ഞു ഏ ബനാനെ കൊടുത്തപ്പോഴും നമ്മൾ പറഞ്ഞു നമുക്കൊരു ഭയങ്കര അടിപൊളി പാട്ടാണെങ്കിലും അതൊരു ബ്രസീലിയൻ സ്റ്റൈൽ കുറച്ച് ഡാൻസ് കളിക്കാൻ പറ്റണം, അതൊരു താളത്തിൽ പോയത് ഒരു ബ്രസീലിയൻ സ്റ്റൈൽ പോയി ഭയങ്കര ഇടി മുഴക്കത്തിൽ പാട്ട് വേണ്ട, ആ ഒരു മൂടി പോയാൽ മതി. അപ്പോൾ അത് കറക്റ്റായിട്ട് അതാണ് കിളിയാൻ ലാൻഡ് ആവുന്നു. ഇപ്പോൾ ഈ ആജാരാജിൽ വന്നപ്പോൾ ഞാൻ പറയുന്നത് ഒരു സന്തോഷ് നാരായണൻ വൈബിൽ ഒരു പാട്ട് വേണം, എന്നാൽ ഒരു സ്ഥിരം അടിപൊളി പാട്ടാവരുത് എന്ന് പറഞ്ഞിട്ടാണ് അത് പ്ലേസ് ചെയ്തത്. അപ്പം ഈ പ്ലേസ്മെൻറ്റിന് നമുക്കൊരു ഐഡിയ ഉണ്ട്, ആ ഐഡിയയിൽ കൃത്യമായിട്ട് ആളുകൾ വരുമ്പോഴാണ് ശരിക്കും ആർക്കേഡോ ഞാൻ പറഞ്ഞ ആർക്കേഡയ്ക്ക് ഒരു റീലാണ് കൊടുത്തത്, 17 മിനിറ്റുള്ള റീൽ കൊടുത്തിട്ടാണ്
ഇത് മൊത്തം നിന്റെയാണ്, ഇതിനകത്തൊരു പാട്ടുമുണ്ട്, അത് നീ ചെയ്തു എന്ന് പറഞ്ഞു. ഇതിന്റെ ആക്ച്വൽ ഷൂട്ട് അത് ഞാൻ ഒരു നൂറിൻ സിസ്റ്റേഴ്സിന്റെ ഒരു പഞ്ചാബി സാധനം വെച്ച് റെഫറൻസ് ചെയ്താണ് കൊടുത്തത്. എനിക്കിത് തന്നെ വേണം, പക്ഷെ 17 മിനിറ്റ് ഉണ്ട്, ഈ 17 മിനിറ്റ് നിന്റെ കയ്യിലാണ് ഇന്റർവ്യൂ വരെ എന്ന് പറയാം. അപ്പൊ അവൻ കഴിഞ്ഞ 6 മാസമായിട്ട് ആ ഒരു 17 മിനിറ്റ് വേണ്ടി വർക്ക് ചെയ്യണം. എനിക്കൊന്നും ഒരു 6 നമ്മൾ ജൂണിൽ കൊടുത്താണ്. അത് കിട്ടുന്നത് എനിക്ക് ഏറ്റവും അവസാനം ഈ പടം ഇറക്കുന്നതിന് ഒരാഴ്ച മുമ്പാണ് എൻ്റെ ഫൈനൽ വർക്ക് ഇടുന്നത്. ഓരോ പ്രാവശ്യം ഓരോ അപ്ഡേറ്റ് ഞാൻ കേൾക്കുന്നുണ്ട്. അപ്പം എൻ്റെ കൂടെയുള്ളവർക്ക് കേട്ട് മടുത്തോ പടം വെച്ചാൽ ഓരോ വർഷം കേൾക്കുമ്പോഴും അപ്ഗ്രേഡ് ആവുന്നുണ്ട്, പക്ഷേ അത് ഇത്രയും ഇമ്പാക്റ്റ് ചെയ്യുന്ന അവർക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ എനിക്ക് പോലും മനസ്സിലാവുന്നില്ല. അപ്പോൾ ലാസ്റ്റ് മിനിറ്റാണ് അത് തരുന്നത്. അപ്പോൾ ആ ഒരു വർഷത്തെ പണി അതിനകത്ത് ഞാൻ ആർക്കിടെ കാണുന്നുണ്ട്. കാര്യം അതിനകത്ത് ഒരുപാട് ഇമോഷൻ വരുന്നുണ്ട്. ഈ ആദ്യം ഒരു ഫണ്ണായിട്ട് തോന്നും, ആദ്യം ഇൻവെസ്റ്റിഗേഷൻ പരിപാടിയാണ്, പിന്നെ അത് ഒരു ഹാഷിന്റെ സ്ഥലത്ത് വരുമ്പോൾ ഫണ്ണാവും, പിന്നെ അത് ഡാർക്ക് ആവും, പെൺകുട്ടിയുടെ വരും, പിന്നെ അത് ടെൻഷൻ ആവും, പിന്നെ അത് സൂയിസൈഡ് ടെൻഡൻസിയിലോട്ട് പോകും, പിന്നെ അത് ഡ്രഗ്സ് യൂസ് ചെയ്യുന്നതിന് പോകും, പിന്നെ ആ ഡ്രഗ്സിന്റെ എക്സ്റ്റൻഷനിൽ അവർ ഫൈറ്റ് ചെയ്യാൻ പോകും, കൊറിയോഗ്രാഫി എല്ലാം കൂടെ മിക്സ് ചെയ്ത്, പിന്നെ അതിന് തിരിച്ച് താഴെ അടി കഴിഞ്ഞ് താഴെ വരുന്ന സാധനം ഇന്റർവൽ പഞ്ചിലോട്ട് നമ്മളൊരു 8-9 ഇമോഷൻ ക്യാരി ചെയ്യണം. അപ്പൊ അവൻ ഒരൊറ്റ പാട്ടിൽ നിൽക്കില്ല. ഞാൻ പറഞ്ഞു വേറെ വഴിയൊന്നും ഇതിൽ നിർത്തിയേ പറ്റൂ. പക്ഷെ അയാളത് മെയിൻറ്റെയിൻ ചെയ്തു. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ പോർഷൻ കൊടുത്തിട്ട് എനിക്കിത് ഫില്ല് ചെയ്യണം. എനിക്ക് ഈ പാട്ടാണ് ഈ പോർഷനിൽ വർക്ക് ചെയ്യേണ്ടതെന്നുള്ള ഒരു സാധനം നമ്മൾ ആദ്യം. പക്ഷെ നമ്മൾ ജൂക്ക് ബോക്സ് എടുത്ത് മറ്റേ ഹെഡ്ഫോൺ വെച്ച് കഴിഞ്ഞാൽ 10 പാട്ടായി നിൽക്കും. സിനിമയിൽ 10 പാട്ടായി അങ്ങനെ വേർതിരിച്ച് പോകുന്നില്ല. ഒരു 15 മിനിറ്റ് ആയിരിക്കും ആ പാട്ടിന്റെ ആൾക്ക് കൊടുക്കുന്നതാണ്. ഇപ്പം ബൊമ്മാലെ പാട്ട് നിങ്ങൾ അവനാ ഇവിടെ നിൽക്കുന്നതിന് മുമ്പേ തുടങ്ങിക്കൊണ്ട് അത് കഴിഞ്ഞിട്ടും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് നിങ്ങൾക്കൊരു റീൽ ഇത്രയും അയാൾക്ക് കൊടുത്തിട്ട് ഇത് മൊത്തം ഫില്ല് ചെയ്ത് തരണം. അപ്പൊ അത് അങ്കിത്തിന്റെ ജോലിയാണ്. അത് സൂപ്പർവിഷൻ അത് അങ്കിത്താണത് ഉണ്ടാക്കിയത്. അപ്പം അതിങ്ങനെ കയറി ഇറങ്ങി ഒരു വാനിലച്ചെടി നിങ്ങൾക്ക് ഒരു 15 മിനിറ്റ് കേൾക്കാൻ പറ്റും പടത്തിനകത്ത്, അടുത്തൊരു 10 മിനിറ്റ് കേൾക്കാൻ പറ്റും, അടുത്തൊരു അവസാനത്തെ ഒരു 17 മിനിറ്റ് നിങ്ങൾക്ക് തൂക്കി കേൾക്കാം. അപ്പോൾ പാട്ട് നിങ്ങളെ മൈൻഡിൽ തന്നെ നിൽക്കും. പിന്നെ അത് സ്വിച്ച് ചെയ്ത് അടുത്ത സീനിലോട്ട് പോകുമ്പോൾ അങ്ങോട്ട് പോകും. അങ്ങനെ അത് നമ്മള് ജയിൽ കണ്ടുപിടിച്ച ഐഡിയ തന്നെയാണ്. അത് ജയും അതെ, പല കൊളാബറേറ്റേഴ്സ് വന്ന് ഉണ്ടാക്കിയെടുത്തൊരു പാട്ടുകളാണ് ജയിൽ. ഇപ്പൊ നമ്മള് എന്താണ് ഇത് എങ്ങോട്ട് എന്നുള്ളൊരു നാടൻ പാട്ടിൽ നിന്ന് എടുത്തുണ്ടാക്കിയതാണ്. അപ്പം റാപ്പ് മർത്തിനെ വിളിച്ചിട്ട് അപ്പം ഓരോന്നും ഓരോ സൗണ്ട് സ്കേപ്പിൽ കൊണ്ട് പ്ലേസ് ചെയ്തിട്ട് പിന്നെയാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉണ്ടാക്കുന്നത്. അതുപോലെ കുട്ടി കോറസുകൾ അല്ലെ കുട്ടി വോക്കൽസ്, അത് ജയഹേൽ ഈ മറ്റേ വാഴയുടെ യൂണിവേഴ്സിന്റെ സ്റ്റാർട്ടായി ചിന്തിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഈ കുട്ടിക്കോർ അതൊരു ഭയങ്കര ഇമ്പാക്ട്ഫുൾ ആണ് അല്ലേ. നമുക്ക് ഓഡിയൻസിന് ഏറ്റവും കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന സാധനങ്ങൾ ഈ കുട്ടികളുടെ സൗണ്ട്, ഫ്ലൂട്ടിന്റെ സൗണ്ട്, വയലിന്റെ സൗണ്ട്, ഇപ്പം അങ്ങനത്തെ സാധനങ്ങളായിരിക്കും കൂടുതൽ നമുക്ക് ഇമോഷണലി കണക്ട് ആവുന്ന സാധനങ്ങൾ. അതിൽ ചിലപ്പോൾ ഡാർക്ക് ആകുമ്പോൾ കുറച്ച് സെല്ലോ പോലെ സാധനങ്ങൾ വരായിരിക്കാം. ഇപ്പം നമ്മൾ ബാബേലിലൊക്കെ ഉപയോഗിച്ച പോലത്തെ ഇൻസ്ട്രുമെൻ്റ് ഒക്കെ നമ്മളിപ്പം ഈ ഇതിലുപയോഗിച്ചിട്ടുണ്ട്, നമ്മുടെ പുത്രൻ്റെ സീനുകളിലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ ഒരു സൈക്കിക് സാധനം പോലെ. ഇത് എങ്ങനെ ഈ ഡ്രഗ്സിൻ്റെ പരിപാടി നിങ്ങൾ റീതിങ്ക് ചെയ്യണം എന്ന് പറയുന്നിടത്ത് നമ്മുടെ ബാബേലിൻ്റെ റെഫറൻസ് കേൾപ്പിച്ചിട്ട് എനിക്ക് ഇതേ സാധനം വേണം എന്ന് പറഞ്ഞിട്ട് അവർ അതുപോലത്തെ ഒരു സാധനം ചെയ്തുണ്ടാക്കി അതിനകത്ത് പ്ലേസ് ചെയ്തിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ. എന്ന് വെച്ചാൽ ഈ ഒരു സൈക്കിക് എഫക്റ്റാണ്. അപ്പം അത് ബാബേൽ എനിക്ക് കാണുമ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇമ്പാക്ട് ചെയ്തിട്ടുണ്ട്. ആ സൈക്കിക് എഫക്റ്റ് ഏതോ ഒരു പയ്യൻ എവിടെ ഒന്ന് വെടിവെക്കുന്നതിൻ്റെ ഇമ്പാക്റ്റാണത്. അപ്പം അതെനിക്ക് റീക്രിയേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു എലിമെൻറ്റ്സുകൾ നമ്മൾ ഉപയോഗിച്ചിട്ട് ഒരു റീക്രിയേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ സൗണ്ട് സ്കേപ്പിൽ നമ്മൾ കുറേ എന്താ പറയുക യൂഷ്വൽ വഴിയിൽ പോയിട്ടേ ഇല്ല. അതിനുവേണ്ടി നമ്മളൊരു ഒരുപാട് സമയം എനിക്കൊന്നൊരു 5-6 മാസത്തോളം ഞാനും അങ്കിത്തും അതിനുവേണ്ടി സ്പെൻഡ്, ഓരോരുത്തരുടെ കൂടെയും സ്പെൻഡ് ചെയ്യണം. ഓരോ മ്യൂസിക് ഡയറക്ടറുടെയും ഓരോ സെഷനിൽ നമ്മൾ ഇരിക്കുന്നു. അപ്പോൾ നമ്മൾ ഒരു റൂമിൽ ആർക്കേഡാണെങ്കിൽ ഒരു റൂമിൽ അശ്വിൻ ഉണ്ടാവും, ഒരു റൂമിൽ പാർവതീഷ് ഉണ്ടാവും. അപ്പോൾ ഞാൻ അങ്കിത്തും ഇവിടെ പോകും, സവിനൊക്കെ, പിന്നെ കുറച്ച് നേരം ഇവിടെ ഇരിക്കും, കുറച്ച് നേരം ഇവിടെ ഇരിക്കും. ഇങ്ങനെയാണ് അത് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഈ ഒരു പ്രോസസ്സിൽ ഇവരെല്ലാം കൂടെ ബ്ലെൻഡ് ആകുമ്പോഴാണ് അത് ഔട്ട് ഇത്രയും കൃത്യമായിട്ട് വരുന്നു തോന്നുന്നു. നമ്മളെപ്പോഴും പറയുമ്പോൾ ഒരു സ്കൂൾ ബെഞ്ചിനെയൊക്കെ ചിന്തിച്ച് കഴിഞ്ഞാൽ ഒരു ഫ്രണ്ട് ബെഞ്ചേഴ്സ് ഉണ്ടാക്കിയ ലോകമാണ് നമ്മളെപ്പോഴും സെലിബ്രേറ്റ് ചെയ്യുന്നത്. അതായത് റോഡിലെ ഫ്ലെക്സ് മുതൽ എല്ലാത്തിലും നമ്മളൊരു ഫ്രണ്ട് ബെഞ്ചേഴ്സാണ്. ഇപ്പം ഒരു മിഡിൽ ബെഞ്ചേഴ്സും ബാക്ക് ബെഞ്ചേഴ്സും അതിൽ കൺസിഡർ ചെയ്യപ്പെടുന്നതല്ലല്ലോ. അത് വീട്ടിലാണെങ്കിലും റോഡിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും ഇതിൽ ശരിക്ക് അങ്ങനൊരു ബാക്ക് ബെഞ്ചേഴ്സ് ഫ്രണ്ട് ബെഞ്ചേഴ്സ് അവർ സൊസൈറ്റിയെ റീസ്ട്രക്ചർ ചെയ്യുന്ന റീഡിഫൈൻ ചെയ്യുന്ന രീതിയിലാണ് ഒരു എൻ്റയർ വേൾഡ്. നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാ ലെയറിലും സൊസൈറ്റിയിലും പൊളിറ്റിക്സ് എല്ലായിടത്തും നോക്കിക്കഴിഞ്ഞാൽ ഈ ബാക്ക് ബെഞ്ചേഴ്സും ഈ മിഡിൽ ബെഞ്ചേഴ്സും വളരെ ക്രൂഷ്യലാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷനിലും ആർക്കിടെക്ചറിലും. അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് 2 വാഴ എടുത്ത് നോക്കിയാലും വരുന്നത്. നിങ്ങൾക്ക് അങ്ങനെ മറ്റേ വിട്ടുകളയാൻ പറ്റുന്നവരല്ലവർ എന്ന് പറയുന്ന സാധനം. അതൊരു ഗ്രാജുവൽ തോട്ട് പ്രോസസ്സിൽ വന്നതാണോ? സൊസൈറ്റി ബിൽഡ് ചെയ്യുന്നത് എപ്പോഴും ബാക്ക് ബെഞ്ചർ ഇല്ലെങ്കിൽ പറഞ്ഞാൽ കേൾക്കാത്ത ആൾക്കാരിൽ നിന്നായിരിക്കും സൊസൈറ്റി ഇല്ലെങ്കിൽ രാഷ്ട്രീയം ഒക്കെ ഉടലെടുക്കുന്നത്
പറഞ്ഞാൽ കേൾക്കാത്തവരാണ്. ഉം. പറഞ്ഞാൽ കേൾക്കാത്തത് നല്ലതെന്നാണ് ഞാൻ വാഴയിൽ പറയുന്നത്. ആ വാഴ 1 പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ആ തിരിച്ചറിവുകൾ ഉണ്ടാവുക എന്നുള്ളതാണ്. ആ വിദ്യാഭ്യാസത്തിൽ പുറകെ നിൽക്കുന്നവരെ നമ്മൾ അങ്ങനെ കുറച്ച് കാണേണ്ട കാര്യമില്ല. അവരവരുടെ ജീവിതത്തിൽ നിന്ന് പഠിച്ചിട്ടുണ്ടാവും. നമ്മളവരെ കുറച്ച് ഈ പറഞ്ഞ നേതാക്കൾ ഉൾപ്പെടെ നമ്മൾ കുറച്ച് കാണേണ്ട ആവശ്യമില്ല. അവരവരുടെ ജീവിതത്തിൽ നിന്നും അവരുടെ രാഷ്ട്രീയത്തിൽ നിന്നൊക്കെ അവർ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അവരെത്രത്തോളം മെച്ചറാവുന്നതായിരിക്കും നമ്മുടെ ഭാവി. അത് നമ്മൾ നേരിട്ടിപ്പം ഈ ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ബാക്ക് ബെഞ്ചർ നമ്മൾ കുറച്ചും കാണണ്ട, കൂടുതലും കാണണ്ട. പക്ഷേ ഫ്രണ്ട് ബെഞ്ചേഴ്സ് എപ്പോഴും ഒരു ഡിസിപ്ലിൻ ലൈഫിൽ പോകുന്നവരും ആ ഡിസിപ്ലിൻ ലൈഫ് കൊണ്ട് അവർ കുറേ സാധനം ക്രിയേറ്റ് ചെയ്യണം, ലോകം മാറ്റി മറിക്കുന്നുണ്ടാവും. പക്ഷേ പവർ അവരെ കയ്യിലില്ല. എപ്പോഴും അങ്ങനെയാണ് നമ്മളതിനെ ഡിഫൈൻ ചെയ്യുന്നത്. നമ്മൾ സ്കൂളിനകത്താണെങ്കിൽ ഇത് ലോകത്തിൽ നിന്ന് മാറ്റിയത് സ്കൂളിൽ കൊണ്ടുവന്ന ഇതേ അവസ്ഥ തന്നെയാണ്. സ്കൂളിൽ എപ്പോഴും എല്ലാം നടത്തുന്നതും എല്ലാം ചെയ്യുന്നതും ഫ്രണ്ട് ബെഞ്ചേഴ്സ് ആണെങ്കിൽ ഡിസിഷൻ മേക്കർ പുറകിൽ നിന്ന് തന്നെ വരും. അവന്മാരുടെ പ്രഷറിലായിരിക്കും ഇവർ പല കാര്യവും ചെയ്യുന്നത്. ടീച്ചറിനോട് പറയുന്നതോ ഇന്ന് പുറത്ത് കളിക്കാൻ പോകണമെന്ന് ഫ്രണ്ട് ബെഞ്ചർ പറയണമെങ്കിൽ ബാക്ക് ബെഞ്ചർ അവിടെ നിന്ന് പുഷ് ചെയ്തിട്ടാണ് എന്ന് പറയുന്നത്. ഇത് ക്ലാസ് റൂമിൽ കൊണ്ടുവരാൻ പറ്റും. ലോകം തന്നെ ഒരു ക്ലാസ് റൂമിൽ തന്നെയാണെന്ന് പണ്ടാരോ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിള്ളേരെ വാർത്തെടുക്കുന്നതിൽ നമ്മുടെ ടീച്ചേഴ്സ് ഇല്ലെങ്കിൽ സ്കൂള് ഭയങ്കര ശോകമായി മാറി എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. നമ്മൾ ആ കോർ ഇഷ്യൂ തന്നെയാണ് നമ്മളിവിടെ ഈ വാഴ 2 അഡ്രസ് ചെയ്യുന്നത്. മറ്റേ പാരന്റിങ് ആണെങ്കിൽ ടീച്ചേഴ്സിനാണ്. ഞാനത് വളരെ സ്പെസിഫിക് ആയിട്ട് ഇപ്പോൾ നമ്മൾ വളരെ ലൈറ്ററായിട്ട് ചിന്തിച്ചാൽ ഗ്രൗണ്ട് എവിടെ എന്നുള്ള ചോദ്യത്തിൽ പോലും ഭയങ്കരമാണ്. ഇപ്പം നമ്മളറിയാം എല്ലാവരും അങ്ങനെ ഒരു വെൽനെസ്സിലേക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന ഹെൽത്തിൽ ഫ്രണ്ട്ലി ആയിട്ട് ചിന്തിക്കുന്ന സമയത്തും നേരത്തെ ഇപ്പോൾ അത്രയും ഗ്രൗണ്ട് ഇല്ല. ഈ കുട്ടികൾ പകരം എന്ത് ചെയ്യും എന്ന് പറയുന്ന സാധനം ഞാൻ അതുപോലും ഇപ്പോൾ മറ്റേ ഈ ഫ്രണ്ട് ബെഞ്ചറിന് ഫുൾ ടൈം ഇന്ന് പഠിക്കാമെന്ന് പറയുമ്പോഴും ബാക്കി എല്ലാ കുട്ടികളും അവരുടെ മറ്റ് ആക്ടിവിറ്റീസ് പഠനത്തിന് പുറത്ത് ഒരു 1/2 മണിക്കൂർ കൂടുതൽ ഒരു ബാക്ക് ബെഞ്ചറിന് ഒരു മിഡിൽ ബെഞ്ചറിന് പഠിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ബാക്ക് ബെഞ്ചർ അല്ല മിഡിൽ ബെഞ്ചറാണ്. പക്ഷേ എനിക്കൊന്നും കുത്തിയിരുന്ന് പഠിക്കാനേ പറ്റില്ല ജീവിതത്തിൽ. അറിയില്ല. ഇപ്പോഴും അതൊരു ഒരു 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 ഫോളോ ചെയ്യാൻ പറ്റും. ഒരു ബുക്ക് വായിക്കാൻ തന്നെ ഒരു മണിക്കൂർ എടുത്ത് നമ്മൾ ബോറടിക്കും. മറ്റുള്ളവർക്ക് അത് പറ്റുമായിരിക്കും, പക്ഷേ എല്ലാവർക്കും പറ്റും. അപ്പോൾ ആ 1 മണിക്കൂർ ലൈഫിൽ 24 മണിക്കൂർ 1 മണിക്കൂർ മാക്സിമം അവന് ഒരു ബുക്കിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ബാക്കി 23 മണിക്കൂർ അവൻ എന്ത് ചെയ്യും? അപ്പോൾ ആ സമയമാണ് അവൻ കളിക്കാൻ പോകുന്നത്, ഇല്ലെങ്കിൽ ബാക്കി ഫ്രണ്ട്സോട്ട് ഇടപഴകുന്നത്, ഇതൊക്കെ ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ അത് വീട്ടിൽ ആ അറ്റ്മോസ്ഫിയർ ആണെങ്കിൽ വീട്ടിൽ തന്നെ ഇരിക്കും. ഫ്രണ്ട്സ് തൊട്ടടുത്തുള്ള ഫ്രണ്ട്സ് ആണെങ്കിൽ അങ്ങനെ തന്നെ ഇരിക്കും. എൻ്റെ ഒരു സുഹൃത്ത് വീട് മാറി എൻ്റെ വീടിൻ്റെ അടുത്ത് വന്ന് താമസിച്ചിട്ടുണ്ട്. അപ്പം അവൻ നല്ല പയ്യനാണ്. അപ്പം അവൻ എല്ലാവരോടും കൃത്യം അവൻ്റെ ക്വാളിറ്റിയുള്ള ആൾക്കാരോട്ട് മാത്രമേ കൂട്ടുകൂടാറുള്ളൂ. പക്ഷെ അനിയന് ഭയങ്കര ഇത്തിരി വികൃതിയുള്ള ഒരുത്തരായതുകൊണ്ട് അവൻ എവിടെ പോയിട്ടും അവൻ പഴയ ഫ്രണ്ട്സ്, ബസ് കയറി പഴയ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോയിട്ട് വരും. അവൻ അതേ കണക്ട് ആവുന്നുള്ളൂ. അപ്പം ആളുകൾക്ക് എവിടെ അട്രാക്റ്റ് ആവുന്നു എന്നുള്ള സാധനം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ബുക്കിലാണോ അട്രാക്ട് ചെയ്യുന്നത്, ഫ്രണ്ട്ഷിപ്പിലാണോ അട്രാക്ട് ചെയ്യുന്നത്, വീട്ടിലാണോ അവൻ അട്രാക്ട് ആവുന്നത്, കൂടുതൽ അച്ഛൻ്റെ അമ്മയോടാണ് സ്പെൻഡ് ചെയ്യാനാണോ ആഗ്രഹിക്കുന്നത്, ഈ സാധനത്തിലാണ് നമ്മളെല്ലാം ഡിസിഷൻസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ അച്ഛൻ പറയുന്നുണ്ട് ഇവൻ്റെ സൗണ്ട് ഒച്ച ഇനി പുറത്തേക്ക് സ്പീക്കറിൻ്റെ കേൾക്കണം എന്ന് പറയുമ്പോൾ അവനവിടെ സ്പേസ് ഇല്ല. ഓട്ടോമാറ്റിക്കലി അടുത്ത ഈ ഒച്ചയിൽ പാട്ട് വയ്ക്കാൻ പറ്റുന്ന എവിടെ ഉണ്ടാവും അങ്ങോട്ട് പോകും. അപ്പോൾ വീട്ടിൽ കളിക്കാൻ പറ്റില്ലെങ്കിൽ ഗ്രൗണ്ടിൽ പോകും, ഗ്രൗണ്ടില്ലെങ്കിൽ പിന്നെ സ്കൂൾ ഗ്രൗണ്ടിൽ പോകും. അവിടെയില്ലേ എന്ത് ചെയ്യും, കളിക്കേണ്ടെന്ന് തീരുമാനിക്കും. അപ്പോൾ അവർ അടുത്ത സ്ഥലത്ത്. അപ്പോൾ ഈ ഗ്രൗണ്ട് ഇല്ല, അതായത് ഈ കൂട്ടായ്മയുടെ കുറവായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ പൂജപ്പുര ഗ്രൗണ്ടിൽ കളിക്കാൻ പോയിക്കൊണ്ടിരുന്ന ഒരാളാണ്. പിന്നെ ഞാനൊരു സമയത്ത് ശേഷം ഞാൻ ട്രാവണം പോകുമ്പോഴൊക്കെ ഗ്രൗണ്ടിൽ നോക്കും, അവിടെ കളി ഉണ്ടെങ്കിൽ ഒന്ന് ഒരു 10 മിനിറ്റ് കാണാൻ നോക്കിയിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ മെജോറിറ്റി ഓഫ് ദ ടൈം അവിടെ എപ്പോഴും പാർട്ടി പരിപാടികൾ, ഉത്സവം, ഗാനമേള, മറ്റേ ഓണപ്പരിപാടി, ദീപാവലി പരിപാടി എന്ന് പറഞ്ഞ് ഗ്രൗണ്ട് പള്ളിക്കും അമ്പലത്തിനും എല്ലാത്തിനും ഗ്രൗണ്ട് ഇല്ല. അപ്പം ഞാൻ എപ്പോഴും കളി കാണാനെന്ന് ആഗ്രഹിച്ചാൽ പോലും എനിക്ക് അവിടെ നിന്ന് പോയി കാണാൻ പറ്റില്ല. കളിയില്ല, ഗ്രൗണ്ടിൽ ആരും കളിക്കുന്നില്ല. അപ്പം ഇതെല്ലാം സമയം കഴിഞ്ഞിട്ട് കളിച്ചാൽ മതി എന്ന് പറയുന്നത് ഭയങ്കര, അത് നമ്മൾ ഈ പറഞ്ഞ നേതാക്കന്മാരും രാഷ്ട്രീയക്കാരും ഇല്ലെങ്കിൽ കളക്ടർ പോലുള്ള അത് ഭരിക്കുന്ന ഇല്ലെങ്കിൽ അത് നോക്കുന്ന ആൾക്കാർ, സ്കൂൾ അധികൃതരൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിള്ളേരെ എന്തുകൊണ്ട് ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ എൻഗേജ്ഡ് ആവുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു പ്രയോറിറ്റി നമ്മൾ കൊടുക്കണം അതിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് മനസ്സിൽ കണ്ടിട്ടാണ് ആ സീൻ ജഡ്ജ് ചെയ്യുന്നത്. ഇത് ഡ്രഗ്സിൻ്റെ കോർ ഇഷ്യൂ ടീച്ചേഴ്സ്, പാരൻസ് അവരുടെ ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ലാത്തതാണ് എന്നത് എല്ലാവർക്കും സൈക്കോളജിസ്റ്റുകളും എല്ലാം പറയുന്ന ഒരു കാര്യമാണ്. നമുക്ക് ഇതിന് സിനിമ അല്ല ഈ പറയുന്ന ഇപ്പുറത്തുള്ള ഞാൻ ഉണ്ടാക്കിയ കാര്യമല്ല, ഇതൊക്കെ ആരൊക്കെ ഇവിടെ ഉണ്ടാക്കിയ സാധനം ഞാനെടുത്ത് പ്ലേസ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പ്ലേസ് ചെയ്യുന്നത് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇത് ഞാൻ കണ്ടുപിടിച്ചൊരു കാര്യമൊന്നുമില്ല. ഇത് ഞാൻ പല ന്യൂസ് ചാനലിൽ പല ഇന്റർവ്യൂ ഒരു ടൈമിൽ ഭയങ്കര ഡ്രഗ്സ് കുട്ടികൾ ഉപയോഗിക്കുന്നതുകൊണ്ട് ഭയങ്കര ഒരു ക്യാമ്പയിൻ ഉണ്ടായിരുന്നു 1-2 വർഷം. ആ സമയത്ത് കുറേ ന്യൂസ് ചാനൽസിൽ ഡിസ്കഷൻ ഉണ്ടായിരുന്നു കുട്ടികളെങ്ങനെ. അപ്പോൾ സൈക്കോളജിസ്റ്റുകൾ, ടീച്ചേഴ്സൊക്കെ ഉണ്ട് അതിനകത്ത്. ആ ഡിസ്കഷൻ ഒരു 4 പ്രാവശ്യം 4 മണിക്കൂർ കേട്ടാൽ തന്നെ ഒരു പല ചാനലും ഉണ്ടായിരുന്നു. നമുക്ക് ഇതിൻ്റെ കോർ ഇഷ്യൂ മനസ്സിലാവും.
കുട്ടികളല്ല പ്രശ്നം, ഈ പാരൻസും ടീച്ചേഴ്സും ഈ ഇവിടുത്തെ പൊതുസമൂഹമാണ് ഇങ്ങനെ ആക്കിയെടുത്തെന്നുള്ളത് നമുക്ക് കിട്ടും. അപ്പം ഇത് കുറച്ച് സിംപ്ലിഫൈ ചെയ്ത് സിനിമയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ് വിഷയം. അപ്പം ഞാനിപ്പോൾ ആലോചിക്കുന്നത് നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റാത്ത പല ഇഷ്യൂസും നമുക്ക് സിനിമയിൽ പറയാൻ പറ്റും എന്ന് എനിക്ക് മനസ്സിലായി. അത് ജയ മുതൽ എനിക്കത് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഇനിയും നമുക്ക് പുതിയൊരു ഐഡിയ വരികയാണെങ്കിൽ, ഒരു ഇഷ്യൂ വരികയാണെങ്കിൽ, ഇത് അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് സിനിമയിലൂടെ സിമ്പിളായിട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റും. അതിനൊരു സ്പേസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിന് പറ്റിയൊരു പ്ലാറ്റ്ഫോമാണ് ഈ 3 സിനിമകൾ ഞാൻ കാണുന്നത്. നമ്മൾ ഈ സംസാരിക്കുമ്പോഴേക്ക് വാഴ 3യുടെ അനൗൺസ്മെന്റ് കൂടി ഉണ്ടാവും. എന്താ വാഴ 3 എന്താ? വാഴ 3 തലയിലുണ്ടോ? കഥയായിട്ടൊന്നും അന്നുമില്ല ഇന്നുമില്ല. അത് ഐഡിയ ആയിട്ടുള്ളത് നമ്മൾ ആരുടെ കഥ ഇനി പറയണം, ഇത് എന്തൊക്കെ ഇനി അഡ്രസ്സ് ചെയ്യണം എന്നുള്ളതിനനുസരിച്ചിരിക്കും വാഴ 3. അപ്പം എനിക്കിപ്പോൾ തോന്നിയത് ബോയ്സിനെ നമ്മൾ കുറേ ഇനി ബോയ്സിനടുത്ത് വീണ്ടും പറയാൻ പോയാൽ അത് പിന്നെയും അവരെ ഗ്ലോറിഫൈ ചെയ്യുന്നില്ലാവും. ബാക്ക് ബെഞ്ചേഴ്സിനെയും മിഡിൽ ബെഞ്ചേഴ്സിനെയും ജോലി ഇല്ലാത്തവരെയും ഇല്ലെങ്കിൽ അലസന്മാരെയൊക്കെ നമ്മൾ ഗ്ലോറിഫൈ ചെയ്യാൻ ഒരു പരിധിക്കുള്ള വാഴ ഓൺലി ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അവരെ വാഴത്തോട്ടം ഇല്ലാണ്ടായി പോയത്. അവരവിടെ സക്സസ് ആയി വലിയ ആൾക്കാരെ കാണിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ പഠിച്ചവരൊക്കെ പിന്നെ മണ്ടന്മാരെന്നുള്ളൊരു സാധനം വരണ്ടാന്ന് വെച്ചിട്ടാണ് ഞാനത് അങ്ങനെ വെച്ചത്. നിങ്ങൾക്ക് ആ ക്യാരക്ടേഴ്സിനൊരു സെന്റിമെന്റ്സ് ഉള്ളതുകൊണ്ട് ചിലപ്പോൾ പറയും അത് മോശമായി പോയി, വിഷമായി പോയി. പക്ഷേ ഞാൻ കാണുന്നത് കൃത്യമായ പ്ലാനിങ് ഇല്ലാതെ, ആ ഈ പറയുന്ന ബേസിക് എഡ്യൂക്കേഷൻ ഇല്ലാത്ത പ്ലാനിങ് ആണ് ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഇവിടെ വെള്ളം കയറും എന്നുള്ള സാധനം ഒരു ഐഡിയ ഒക്കെ ഇവർക്ക് ഉണ്ടാവണമായിരുന്നു. അത് പഠിക്കുന്ന കാര്യത്തിൽ പോലെ ഇവിടെ അവരൊരു സ്റ്റഡി നടത്തിയിട്ടില്ല. ചുമ്മാ ചാടി ഒരു വാഴത്തോട്ടം തുടങ്ങി ആരോ പറഞ്ഞു കേട്ടിട്ട്. അതാണ് ആ ബുദ്ധിക്ക് അത്രേ റിസൾട്ട് ഉണ്ടാവുള്ളൂ. അതാണ് അവിടെ പ്രൂവ് ചെയ്യാൻ നോക്കിയത്. അപ്പോൾ നമ്മൾ അങ്ങനെ അതിനെ കാണണം, അത് അങ്ങനെ ആരും കണ്ടില്ല എന്നുള്ളതാണ് അതെനിക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് എൻ്റെ വിഷമം. അപ്പോൾ വാഴ 2 വരുമ്പോഴും ഈ അലസന്മാരുടെ കഥയാണ്. അപ്പോൾ അതുകൊണ്ട് വാഴ 3 എനിക്കിപ്പോഴും അഡ്രസ്സ് ചെയ്യപ്പെടാത്ത ജയജയിൽ ഞാൻ കുറച്ച് അഡ്രസ്സ് ചെയ്തിരുന്നു, ഒരു പെൺകുട്ടിയുടെ ലൈഫ്. അപ്പം കുറച്ചുകൂടെ ഒരു ജെൻസി അല്ലെങ്കിൽ ഒരു 90s മുതലുള്ള ഗേൾസിൻ്റെ കഥ പറയണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പം ആ സ്ത്രീകളുടെ എല്ലാ ലൈഫിലൂടെയും കയറി പോകുന്ന കണ്ടന്റ് വെച്ചിട്ടുള്ള സിനിമയായിരിക്കാം. വാഴ 3 സ്ത്രീയുമാണ്. സ്ത്രീ വാഴ സ്ത്രീ എന്ന് പറയാനില്ലെങ്കിൽ ബയോപിക് ഓഫ് ബില്യൺ ഗേൾസ് എന്നുള്ളതാണ് പ്ലാൻ ചെയ്യുന്നത്. ഒരു കാര്യമുള്ളത്, ഇപ്പോൾ ഇത് സന്തോഷ് ട്രോഫിയിലേക്കാണ് ഇമ്മീഡിയറ്റ് പോകാൻ പോകുന്നത്. കുറച്ച് ദിവസം ഷൂട്ട് ചെയ്തു. അപ്പം നോർമലി വാഴയുടെയൊക്കെ ഇമ്പാക്റ്റിൽ ഇവർ തന്നെ വിത്ത് പൃഥ്വി എന്നുള്ള രീതിയിലൊക്കെ അങ്ങനെയൊന്നുമില്ല. അതിനകത്ത് പുതിയ 60 പേരാണ്. അപ്പം അത് രാജുവും പുതിയ 60 പേര്. രാജുവും പുതിയ 60 പേര്. അപ്പം അത് തിരുവല്ല അടൂർ ഭാഗത്ത് നടക്കുന്ന കഥയാണ്. അപ്പോൾ അതിനകത്ത് അവിടെയുള്ള ആൾക്കാരാണ് മെജോറിറ്റി. ഒരു 90% ആൾക്കാർ അവിടെ ഉള്ളവരാണ്. അവിടുത്തെ കൾച്ചറും അവിടുത്തെ സ്ലാങ്ങും ഒക്കെ എനിക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അത് അവിടെ അങ്ങനെ ഒരു റൂട്ടഡ് സിനിമയാണ്. അപ്പോൾ അതൊരു പക്ക ഇമോഷനുണ്ട്, കോമഡി ഉണ്ട്, എല്ലാം ഒരു എൻ്റർടൈൻമെൻറ്റ് സിനിമയാണ്. ഞാൻ എപ്പോഴും ഈ പറഞ്ഞ പടങ്ങളിൽ ചെയ്യാമെന്നല്ല, എനിക്ക് പല ജോണേഴ്സും എക്സ്പ്ലോർ ചെയ്യാമെന്നുണ്ട്. അപ്പോൾ അത് ഒരു ടൈപ്പ് ഓഫ് ഒരു സിനിമ. വാഴ 2 ഇപ്പം വിപിൻ്റെ റൈറ്റിങ്ങിൽ, പ്രൊഡക്ഷനിൽ സവിൻ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള വാഴ 2ൻ്റെ ഒരു സക്സസ് ഡിഫൈൻ ചെയ്ത വാഴ 2 റിലീസിന് ശേഷമുള്ള ഒരു നോട്ട്, ഒരു പേപ്പറിൽ ഹാൻഡ് റിട്ടൺ ആയിട്ട് എഴുതിയിട്ടുള്ള നോട്ട്, തൊട്ടടുത്ത് വിപിനി ധരിച്ച കണ്ണട കൂടെ വെച്ചിട്ടുള്ളൊരു ഭയങ്കര ഒരു പോയറ്റിക് നോട്ടിലായിരുന്നല്ലോ. അതെന്തായിരുന്നു അത്? അത് ഞാൻ വാഴ കൊണ്ടിലും അതുപോലെ പോട്ട് ഇതേ കണ്ണാടി വെച്ചിട്ടിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എനിക്ക് അത് നമ്മൾ ഫസ്റ്റിങ് ആയിട്ടതും ഇത് തന്നെ സത്യമില്ല അതിമനോഹരത്തിലെ വരി തന്നെയാണ്. കാലം കൂട്ട് നിന്നില്ലെങ്കിലും എന്ന് പറയുന്ന സാധനം തന്നെ ഉണ്ട്. അതുപോലെ ഇതിൽ മരമാകാം വനമാകാം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും കൂട്ടായിട്ട് നിന്നാൽ പലതും നേടാം എന്നുള്ള സാധനം അതിൻ്റെ ഒരു ടീമിനെ വെച്ചിട്ട് ഞാൻ ഇട്ടുന്നത്. അതെ. അപ്പം അത് ഒറ്റയ്ക്ക് നിന്ന മരവും ഒരുമിച്ച് നിന്ന മരവും നിങ്ങൾ ആർക്കും ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. അത് ഞാനത് ഈ സിനിമയിൽ നിന്ന് പഠിച്ചാണ്. കാര്യം ഞാൻ ഇവരെ എൻ്റെ ഫ്രണ്ട്സായിട്ടാണ് കരുതുന്നത്. അപ്പോൾ ഇവരെല്ലാം എൻ്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ ഒരു ഡിസിഷൻ എടുക്കുന്നത് ഇവർക്കെല്ലാം വേണ്ടിയാണെന്ന് ഇവർക്കും അറിയാം, എനിക്കും അറിയാം. അപ്പം ഞാനൊരു ഡിസിഷൻ എടുത്താൽ പിന്നെ അതാരും ആ ക്രൂവിനകത്ത് അല്ലെങ്കിൽ സിനിമയ്ക്കകത്തായാലും പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിലും ഒരാളും ചോദ്യം ചെയ്യാൻ വരുന്നില്ല. അപ്പോൾ നമുക്ക് എൻ്റെ റെസ്പോൺസിബിലിറ്റിയും കൂടുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു ഗ്രൂപ്പായിട്ട് നിൽക്കുന്നിടത്തോളം കാലം നമുക്ക് എല്ലാവർക്കും സിനിമ ചെയ്യാം. ഇത് നമ്മൾ ആഗ്രഹിച്ചൊരു ഏരിയ ആണല്ലോ സിനിമ ചെയ്യാന്നുള്ളത്. അപ്പം ഞാൻ നോക്കുമ്പോൾ സവിനൊന്നും ജീവിതത്തിൽ ഒരു കഥ ഒരാളത്ത് പോയി എനിക്കൊരു കഥ പറയണമെന്ന് പറയില്ല. അത്രയ്ക്ക് ഇൻട്രോവേർട്ടാണ്. ഭയങ്കര ടാലൻറ്റഡ് ആണ്. പക്ഷെ ഒരാളത്ത് പോയി എനിക്കൊരു കഥ പറയണ്ടെന്ന് പൃഥ്വിരാജിൻ്റെ ഫ്രണ്ടിൽ പറയുന്നത് എനിക്ക് തോന്നുന്നില്ല. പൃഥ്വിരാജ് കാണുമ്പോൾ ഓടും. അവൻ അത്രയും കമ്പനിയാണ്, പുള്ളിയായിട്ട് ഭയങ്കര ഫ്രണ്ട്ഷിപ്പാണ്. പക്ഷെ ഒരു ഭയങ്കര ത്രോയിൽ പോയി നറേറ്റ് ചെയ്യണം എനിക്ക് പറയാനുള്ള ഒരു ധൈര്യം എൻ്റെ കൂടെയുള്ള പലർക്കും ഇല്ല. പക്ഷേ അങ്ങനെ ഇൻട്രോവേർട്ടായിട്ടുള്ള കുറേ പേരാണ് എൻ്റെ കൂടെ ഉള്ളത്. ഇവരൊക്കെ എൻ്റെ റൂമിൽ ഭയങ്കര ബഹളവും അലമ്പൊക്കെ ആണെങ്കിൽ ഇവർ റൂമിൽ നിന്ന് പുറത്ത് പോയാൽ പിന്നെ ഇവരൊക്കെ സൈലൻ്റ് ആണ്. ഒരു ഫോട്ടോ പോലും അവർ ഇൻസ്റ്റാ ഫോട്ടോ ഞങ്ങൾ ഇവിടെ പോസ്റ്റർ ഇടടാന്ന് നമ്മൾ സവിനെ വിളിച്ച് പറഞ്ഞാലും വീടില്ല. പേടി ചേട്ടാ ഇട്ട ആരെങ്കിലും ഞാൻ നിന്റെ പടത്തിൻ്റെ പോസ്റ്റർ അല്ലേ എന്ന് പറഞ്ഞാൽ പോലും അവന്
ഇപ്പം ഇൻ്റർവ്യൂ ചെയ്താലും എനിക്ക് അയച്ചു ചേട്ടാ ഇത് കണ്ടിട്ടേ ഇത് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യാൻ പറയും. ഞാൻ പറയും ഞാൻ എന്തിനു കാണുന്നു ഇതിൻ്റെ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞ് അങ്ങനെ ഭയങ്കര പേടിയുള്ള അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. അപ്പൊ ഉൾവലിഞ്ഞ മനുഷ്യർക്ക് ഭയങ്കര ഹൈലി ക്രിയേറ്റീവ് ആണ്. അവർ ഇടുന്ന കോൺട്രിബ്യൂഷൻ അത്രയാണ്. ഞാൻ ജയിലൊക്കെ സവിൻ എനിക്ക് തരുന്ന കോൺട്രിബ്യൂഷൻ എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പം ഞാനിങ്ങനെ നോക്കും, ഇവനാണോ ഇത് ചെയ്തതെന്ന് പറഞ്ഞ് നോക്കുന്നുണ്ടായിരുന്നു. ആ നോട്ട് എനിക്ക് ഇപ്പോഴും വാഴയിലുണ്ടായി. അപ്പം നീ ചെയ്ത സിനിമയാണ് ഇത് എന്ന് പറഞ്ഞ ഒരു നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ മേളിലോട്ട് അവർ പോകുന്നുണ്ട്. ഞാൻ ചെയ്തതിനേക്കാൾ നന്നായിട്ട് സവിൻ ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പോൾ ഭയങ്കര പ്രൗഡാണ് നമുക്ക്. അപ്പം പക്ഷേ ഇവര് ഒരു ഡിസിഷൻ മേക്ക് ചെയ്യാനോ ഒരു ഓടിച്ചെന്നിട്ട് ഒരു കഥ പറയാണ്ട് ഞാൻ ഇങ്ങനെ ഒരു കഥ എഴുതി എന്ന് പറഞ്ഞാൽ ഇനി പറയുമായിരിക്കും സവിൻ. പക്ഷെ എനിക്ക് തോന്നിയില്ല. ഫസ്റ്റ് ഞാൻ അവനോട് എന്നും ചോദിക്കാം നിന്റെ കഥയുണ്ടോ? അപ്പൊ കഥ ഉണ്ട് ചേട്ടാന്ന് പറഞ്ഞില്ല, കഥ പറയാൻ പറ്റില്ല അവൻ. നിങ്ങൾ അവൻ്റെ ഇഷ്ടംപോലെ കഥ പറയാൻ ഇതുവരെയും വന്നിട്ടില്ല. ഞാൻ ജഡ്ജ് ചെയ്യുമെന്ന് വെച്ചിട്ടാണോ? അപ്പം ഇതുപോലത്തെ വേറെയും അസിസ്റ്റൻസ് ഉണ്ട്. അപ്പൊ അവര് ഈ ധൈര്യം എന്നുള്ള സാധനം ഇവർക്ക് വരണം. അപ്പൊ അത് ഞാൻ നോക്കിയപ്പോൾ ഇവന്മാരൊന്നും പുറത്തു പോയി കഥ പറയുന്നത് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ഞാൻ ഒന്നുകിൽ നിങ്ങളുടെ കഥയിൽ ഞാൻ തരാം, ഇല്ലെങ്കിൽ ഞാനൊരു നടനെ കൊണ്ട് മുട്ടിക്കാം എന്ന് പറയുന്നിടത്ത് ഇവർക്കൊരു ധൈര്യം വരുന്നുണ്ട്. അപ്പം കൂടെ നിൽക്കുന്നവർ ഉൾവലിഞ്ഞ് നിൽക്കുന്നവരാണെങ്കിൽ പ്രത്യേകിച്ച്. അപ്പോൾ അതുകൊണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ഒരു കോട്ടമില്ല അങ്ങനെ ഒരു പ്രൊഡക്ഷൻ ഹൗസും തുടങ്ങിയിരിക്കുന്നത്. ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് ടൈം പടങ്ങൾ ഫെയിലറായ ആൾക്കാർ അങ്ങനെ ഞാൻ കുറേ പേരെ സമീപിച്ചിട്ടുണ്ട്. അവർക്ക് കഥ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴും അതിൽ കഥയിൽ മിസ്റ്റേക്കുകൾ ഉണ്ടാവാം, കൺഫ്യൂഷൻസ് ഉണ്ടാവാം. പിന്നെ അവരെന്തുകൊണ്ട് ഫസ്റ്റ് ടൈം മൂവി പരാജയപ്പെട്ടു എന്ന് എനിക്ക് രണ്ടാമത്തെ കഥയൊക്കെ മനസ്സിലാവും. അവർ ആലോചിക്കുന്ന ഇപ്പോഴും ഞാനൊരിക്കൽ 2-3 പ്രാവശ്യം പരാജയപ്പെട്ട് ജയ വന്നപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഇത് ഇങ്ങനെയായിരുന്നു എൻ്റെ മിസ്റ്റേക്കുകളെന്ന് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഒരു സക്സസ് വരാതെ ഇവർക്ക് ഈ മിസ്റ്റേക്ക് പെട്ടെന്ന് ചിലപ്പോൾ കിട്ടില്ല. അപ്പം ഞാൻ പറയടാ ഇത് ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, നമുക്ക് ഇങ്ങനെ റീവർക്ക് ചെയ്ത് ചിലപ്പോൾ ഇത് വർക്കാവും എന്ന് പറഞ്ഞിട്ട് അവരോട്ട് വീണ്ടും ഡിസ്കഷനിൽ വയ്ക്കുന്നുണ്ട്. അപ്പം ഇത് അങ്ങനെ ഒരു രസമായിട്ട് പോകണം എന്ന് വിചാരിക്കുന്നത്. അല്ലാതെ അതുകൊണ്ട് ഫ്രാഞ്ചൈസി കൊണ്ടുപോകണമെന്നും ആഗ്രഹമില്ല. ഈ പറഞ്ഞ എൻ്റെ ഒരു അസോസിയേറ്റ് ആണ് സവിൻ്റെ കൂടെ റൈറ്റ് ഹാൻഡ് ആയിട്ട് നിന്ന. എന്റെ റൈറ്റ് ഹാൻഡ് ആയിരുന്നു സവിൻ്റെ റൈറ്റ് ആയിട്ട് നിന്ന വിശ്വൻ എന്ന് പറഞ്ഞൊരു പുള്ളി 4-5 വർഷമായിട്ട് ചിലപ്പോൾ പുതിയതാവും, ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്യാം, ചിലപ്പോൾ പുതിയതാവും. അതിന് ഡയറക്ടർ പുതിയതാവുമെന്ന് മാത്രം നമുക്ക് അതിനകത്ത് എപ്പോഴും ഒരു നിർബന്ധമുള്ളൂ. അപ്പം ഞാൻ പറയുന്നത് വിശ്വൻ നീ അടുത്ത ഒരു റൈറ്റ് ഹാൻഡിനെ സെറ്റ് ചെയ്യും. മേ ബി നീ വാഴ 4 or 5 ഒക്കെ ഉണ്ടെങ്കിൽ അവന് ചെയ്യാമല്ലോ. അപ്പം വിശ്വൻ അത് കരുതിയിട്ടല്ല കൂടെ നിന്നത്. സവിൻ സിനിമ എന്നുള്ളത് എല്ലാവരുടെയും ആഗ്രഹമാണല്ലോ. അപ്പോൾ അതിനുവേണ്ടി വിശ്വം നിന്നു. അപ്പോൾ വിശ്വത്തിൻ്റെ കൂടെ ഇനി ആരെങ്കിലും നിൽക്കുകയാണെങ്കിൽ അവനായിരിക്കും അടുത്ത അതിൻ്റെ ചാൻസ്. അപ്പം നീ ഒരാളെ റൈറ്റ് ഹാൻഡ് സെലക്ട് ചെയ്തോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ അങ്ങനെ ആ ട്രീ വളരുള്ളൂ. അത് എനിക്ക് സവിൻ്റെ വിശ്വത്തിൻ്റെ അസിസ്റ്റൻസിനെ എനിക്ക് നേരിട്ട് പരിചയം പോലും പലപ്പോഴും 1-2 പേരെ ഞാൻ അവരോട് ഇന്ററാക്ട് ചെയ്തിട്ടില്ല. അപ്പം ഞാൻ ആ ട്രീ എങ്ങനെ വളർന്നു അങ്ങോട്ട് പോട്ടെ. ഈ ട്രീ തന്നെയാണ് ഉദ്ദേശിച്ചത്, ഈ മരം എന്ന് ഉദ്ദേശിച്ചത് അത് തന്നെയാണ്. ഇപ്പോൾ ജയഹൊക്കെ വന്നപ്പോൾ ഒരു ഫെമിനൈൻ റെപ്രസെൻറ്റേഷൻ്റെ ഒരു ഭയങ്കര ഗംഭീരമായ സാധനം പറഞ്ഞു. വാഴയിൽ പറയുന്നുണ്ട് നാളെ ഈ ഫ്രാഞ്ചൈസ് ഒരു ഫീമെയിൽ ഫിലിം മേക്കർ കൂടി ചെയ്തേക്കാം. ഉറപ്പായിട്ടും ഇപ്പോൾ ഞാൻ വാഴ 3 കണ്ട് ഫീമെയിൽ റൈറ്റേഴ്സിനെ നോക്കുന്നുണ്ട്. എൻ്റെ POV മാത്രം വെച്ചിട്ട് മണ്ടത്തരങ്ങൾ എഴുതി കൂട്ടണ്ട. അപ്പം ഞാനിപ്പം വാഴ 2 എഴുതാൻ നിർത്തി ഞാൻ കുറേ ആൾക്കാർ ആഡ് ചെയ്തു. ഇപ്പം വാഴ 1 എഴുതാൻ നിർത്തി എനിക്ക് ഫാഹിൻ സഫർ നമ്മുടെ ബബ്ബയുടെ റൈറ്റർ എൻ്റെ കൂടെ കുറച്ച് കാലം ഉണ്ടായിരുന്നു. അപ്പം അവൻ്റെ ഐഡിയാണ് സുന്നത്തിൻ്റെ ഇനിഷ്യൽ ഐഡിയ. അവൻ ഉണ്ടാക്കിയ ഐഡിയാണ് ഈ ഏജിലായ ഒരാൾ സുന്നത്തിൽ നിന്ന് എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു ഐഡിയ. അത് നമ്മൾ മാറ്റിയാണ് ഇങ്ങനെ ആക്കുന്നത്. അപ്പം ഒരുപാട് പേര് ഇതിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് വാഴ 1-ലാണെങ്കിലും വാഴ 2-ൽ ഒക്കെ. അപ്പം ഇനിയും കൊളാബറേറ്റേഴ്സിന് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് റൈറ്റിങ്ങിനും ഡയറക്ഷനിലും. അപ്പം ഞാൻ ചൂസി ആണ് നമ്മളതിനകത്ത്. കാര്യം വെച്ചാൽ അവരുടെ ലക്ഷ്യം പ്രോപ്പർ സിനിമ ചെയ്യുന്നതാണോ അത് വെച്ചിട്ട് ഭയങ്കര എപ്പോഴും മറ്റേ ഷോ ഓഫ് ചെയ്ത് നടക്കുന്ന ആളാണോ നമ്മൾ ആദ്യം ഒന്ന് ആലോചിച്ചിട്ട് അതൊക്കെ ചിലപ്പോൾ നല്ല ആളാണെന്ന് നമ്മൾ ചേർത്ത് എത്തും. അങ്ങനെ ഷോ ഓഫ് ആണെങ്കിൽ അയാൾ ഇതിനകത്ത് നിൽക്കില്ല, അയാൾ ഓട്ടോമാറ്റിക്കലി ഔട്ടാവും. അപ്പം അങ്ങനെയുള്ള ആൾക്കാർ വരുമ്പോൾ അത് സ്ത്രീയാണോ പുരുഷനാണോ എന്നൊരു വ്യത്യാസമൊന്നുമില്ല. ആര് വന്നാലും നമ്മളത് പ്രത്യേകിച്ച് വാഴ 3 എനിക്ക് സ്ത്രീകളുടെ ആവശ്യമുണ്ട്. ഇത് എഴുതി കംപ്ലീറ്റ് ചെയ്യണം ഉറപ്പായിട്ട്. കാര്യം എനിക്കിപ്പോഴും ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് ഒരു മെസ്സേജ് വാഴ 3 ഗേൾസിന് വെച്ച് ചെയ്യൂ, ഞങ്ങൾ തരാം, എൻ്റെ ഐഡിയ എൻ്റെ ലൈഫ് തരാന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ജയജല വന്ന അതേ റെസ്പോൺസ് തന്നെയാണ് വാഴ 2-ൽ വന്നിരിക്കുന്നത്. അപ്പം അതേപോലെ ഇപ്പോൾ ഈ ആഷിറ പോലെ ഒരു ക്രിയേറ്റർ സ്പേസ് എന്നാണോ അത് നോക്കുക? എങ്ങനെ കാസ്റ്റിംഗ് അതിൽ? അല്ല, ഞാൻ ഹാഷിറിനെ ക്രിയേറ്റീവ് സ്പേസ് തന്നെയാണ് നോക്കിയെന്ന് പറയും. പക്ഷെ ഈ ജോമോനും സിജു ഒക്കെ ക്രിയേറ്റീവ്, ഞാൻ അങ്ങനെ എല്ലാവരും എടുത്തത്. അപ്പം അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഒരു ക്രിയേറ്റർ ഉണ്ടാവണം എന്നൊരു നിർബന്ധമില്ല. എന്നാൽ ആ ഒരു ചിലപ്പോൾ ക്രിയേറ്റർ ഉണ്ടാവാം. അത് ഫ്ലെക്സിബിൾ ചോയ്സ്. എന്തായാലും അഭിനയിക്കാൻ താല്പര്യമുള്ള ആൾ വീട്ടിൽ വെറുതെ ഇരിക്കുന്നില്ല, അവർ ഓൾറെഡി ഇൻസ്റ്റാഗ്രാമിൽ നിറഞ്ഞു കഴിഞ്ഞു. അപ്പം നമ്മളിനി അവോയ്ഡ് ചെയ്യാനൊന്നും പറ്റില്ല. ഇനിയിപ്പം ക്രിയേറ്റേഴ്സ് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് എന്ന് പറഞ്ഞ് നമ്മളതിനെ മാറ്റി നിർത്തും. ഇപ്പം ഞാൻ ഓഡീഷൻ വെച്ചാൽ വരുന്ന 100 പേരും കണ്ടന്റ് ക്രിയേറ്റേഴ്സാണ്. നാടകം മാറ്റി നിർത്താൻ പറ്റില്ല ഒരു സമയത്ത് മിമിക്രി മാറ്റി നിർത്താൻ പറ്റില്ല ഒരു സമയത്ത് ടെലിവിഷൻ ആക്ടേഴ്സിനെ മാറ്റി നിർത്താൻ പറ്റില്ല. ഇൻസ്റ്റാഗ്രാം സോഷ്യൽ മീഡിയ ഉള്ളവർ മാറ്റി നിർത്താൻ പറ്റില്ല. ഭാവിയിൽ വേറെ എന്തെങ്കിലും പ്ലാറ്റ്ഫോം വരും,
നമ്മൾ അതിൽ നിന്നല്ല ആളുകൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ല നമ്മൾ വീട്ടിൽ നിന്ന് നമ്മുടെ ആളുകൾ വരില്ല, അല്ലെ നമ്മൾ ഓഡിഷൻ വയ്ക്കുമ്പോഴും വരുന്ന അത്രയും ഇതിൽ നിന്നുള്ള അഭിനയ താല്പര്യമുള്ളവർ തന്നെയാണല്ലോ അവർ വെറുതെ ഇരിക്കില്ല, അവരെന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും. അഭിനയം, കണ്ടന്റ് ക്രിയേറ്റ്, അല്ലെങ്കിൽ സിനിമ ചെയ്യാൻ താല്പര്യമുള്ള, അല്ലെങ്കിൽ സിനിമയാണ് അൾട്ടിമേറ്റ് എങ്കിലും ഇത് ഉണ്ടാക്കാനൊരു ഐഡിയ മനസ്സിലുള്ള ആൾ വെറുതെ ഇരിക്കില്ല. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് ഒരാളൊന്ന് പറയുമ്പോഴും ഞാൻ പറയുന്നതാണ്, നിങ്ങളുടെ ഇഷ്ടത്തിൽ എന്തെങ്കിലും ചെയ്തു ഞാൻ നിങ്ങളെ കണ്ടുപിടിച്ചോളാം. എനിക്ക് ഈസിയാണ് നിങ്ങളെ കണ്ടുപിടിക്കാൻ. നിങ്ങൾ ഈ കൂട്ടത്തിൽ ഈ 3 കോടി ആൾക്കാരെ നിങ്ങളെ കണ്ടുപിടിക്കാൻ ഭയങ്കര ഈസിയാണ്. നിങ്ങളെ കണ്ടന്റ് ഉണ്ടാക്കിയിട്ട് അത് ഞാൻ നിങ്ങളെ കഴിവ് ഞാൻ തന്നെ ശ്രദ്ധിക്കാറുണ്ട്. കാരണം വളരെ ഇപ്പൊ നമ്മൾ ഭയങ്കര വൈറലൊക്കെ ആയിരുന്ന സിനാരിയോയിലുള്ള ചില വീഡിയോകൾ, അതായത് സാധാരണ വീട്ടമ്മമാര്, ചിലപ്പോൾ നാട്ടുമ്പുറത്തുകൾ, അത് വെറുതെ നമ്മൾ അതിന്റെ കമന്റ് സെക്ഷനിൽ പോകുമ്പോൾ അതിൽ വിപിൻ ദാസിന്റെ ഒരു ലൈക്കോ എല്ലാവരും പറഞ്ഞു. ഇന്നലെ ഏതോ ഒരു വീഡിയോ, ഒരു വീട്ടിനകത്തുനിന്ന് ഒരു അടുക്കളയിൽ നിന്നൊക്കെ ഒരു ഫാമിലി ചെയ്യുന്ന ഒരു വീഡിയോയ്ക്കകത്ത് അവർക്ക് അങ്ങനെ വലിയ റീച്ച് ഒന്നും വേണ്ടില്ല, അതിൽ ഒരു കമന്റ് വിപിന്റെ. അല്ല ഞാൻ പറഞ്ഞേ, ഇത് ഒരു നാണല് നമുക്കൊന്നൊരു ക്യാമറയുടെ ഫ്രണ്ടിൽ നിൽക്കാൻ പോലും. ഇപ്പം മറ്റേ നിവിൻ്റെ ആ വീഡിയോ എടുത്ത് തന്നെ ഞാൻ 10 പ്രാവശ്യം ചോദിച്ചാൽ അത് വേണോ, ഞാനില്ല നിങ്ങൾ ചെയ്തോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പം എനിക്ക് അത്രയും ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഒരു പ്രശ്നമില്ല, നാട്ടുകാരുടെ ഫ്രണ്ടിൽ അഭിനയിക്കാൻ താല്പര്യമുള്ള ആൾക്കാർ അവരെന്തും ചെയ്തോട്ടെ, അവർ ചെയ്യുന്നതൊക്കെ നമ്മൾ കാണാൻ റെഡിയാണ്. ചിലപ്പോൾ തെറ്റുപറ്റാം, ചിലപ്പോൾ നല്ല കണ്ടന്റ് ആയി, ചിലപ്പോൾ മോശം കണ്ടന്റ് ആയിരിക്കാം, പക്ഷെ നമ്മളത് കാണും, നമ്മൾ അറിയുന്നുണ്ട്. ഈ വേൾഡിൽ നമ്മൾ ആളുകൾ തിരിച്ചറിയുന്നു. ഈ ഇൻസ്റ്റാഗ്രാമിൽ നമുക്കൊരു ഫീൽഡിൽ എത്ര മില്യൺ റീൽസാണ് ഒരു ദിവസം വരുന്നത്. അതിൽ നമ്മൾ ഒരാൾ തിരിച്ചറിയുകയും ലൈക്ക് ചെയ്യും അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുകയും ചെയ്യുന്നെങ്കിൽ അത് നമ്മളവരെ നോട്ടീസ് ചെയ്തതാണ്. അപ്പോൾ അവരെ കഴിവുകൾ നമ്മൾ തിരിച്ചറിഞ്ഞു എന്ന് തന്നെയാണ് ആ ലൈക്കിൻ്റെ അർത്ഥം. അതാണ് അതെനിക്ക് ഇഷ്ടപ്പെട്ടു, എനിക്ക് ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ നിങ്ങളെ കഴിവ് തിരിച്ചറിഞ്ഞു, ഇത്രയേ ഉള്ളൂ. അതിനകത്ത് വേറൊന്നും വലിയ സയൻസ് ഒന്നുമില്ല. ഇപ്പം എൻ്റെ അടുത്ത് പലരും ഒന്ന് റെക്കമെൻഡ് ചെയ്യും, എൻ്റെ മകനെ അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ടിനെ അല്ലെങ്കിൽ എൻ്റെ അനിയത്തി അല്ലെങ്കിൽ ഞാൻ പറയും റെക്കമെൻഡ് ചെയ്യുന്ന അർത്ഥം അയാൾക്ക് കഴിയില്ലെന്നേ ഞാൻ പറയുള്ളൂ. ഇന്നത്തെ കാലത്ത് റെക്കമെൻഡേഷൻ ആവശ്യമില്ല. ഞാനല്ലേ പോയി ഹാർഷിനെ പിടിച്ചോണ്ട് വരുന്നത്. കാര്യം വെച്ചാൽ ഹാർഷിനെ എനിക്ക് ആവശ്യമുണ്ട്. ഹാർഷിന്റെ വർക്കിൽ എവിടെ ഇരിക്കുന്ന ആളല്ലേ. ഞാൻ ഹാർഷിനെ മീറ്റ് ചെയ്യാൻ സമയം കണ്ടെത്തുന്നു, ഹാർഷിനെ വിളിച്ച് സംസമിൽ വിളിച്ച് വരുന്നു പഴയ വാഴയുടെ സമയത്ത്. അപ്പം അതവന്റെ കഴിവല്ലേ, അവനെ ഞാൻ അങ്ങോട്ടല്ലേ അവൻ്റെ അടുത്തോട്ട് പോയത്. അപ്പം അങ്ങനെയുള്ള ഒരാൾക്ക് ഈ കാലത്ത് റെക്കമെൻഡേഷൻ ആവശ്യമേ ഇല്ല. നിങ്ങളുടെ വർക്ക് ആരുടെ സഹായമില്ലാതെ നമ്മളെല്ലാവരുടെയും ഫ്രണ്ടിൽ വരും. അത് ഞാൻ മാത്രമല്ല ക്രിയേറ്റർ വെച്ച് ചെയ്യുന്നത്. ഇപ്പം അത് എൻ്റെ ലേബലായിട്ട് മാറിക്കഴിഞ്ഞു. ജിത്തു മാധവൻ ചെയ്യുന്നുണ്ട്, ഇപ്പം ഖാലിദ് റഹ്മാൻ ചെയ്യുന്നുണ്ട്, ഈ പറഞ്ഞ തരുൺമൂർത്തി ചെയ്യുന്നുണ്ട്, എല്ലാവരും ചെയ്യുന്നുണ്ട്. പക്ഷെ ആ പേദോഷം എനിക്കാണ് ഇരിക്കുന്നത്. ഇപ്പൊ വാഴ 2-നെ കുറിച്ച് ആലോചിക്കുമ്പോൾ ശരിക്കും അത് എല്ലാ നിലയ്ക്കും മലയാള സിനിമയുടെ ഒരു ഗെയിം ചേഞ്ചിങ് മൊമെന്റ് ആയി. ഞാൻ പറഞ്ഞത് ബോക്സ് ഓഫീസിനെ കൺസിഡർ ചെയ്തിട്ടല്ല, അതിൻ്റെ ഒരു കോൺസെപ്റ്റ്, അപ്രോച്ച്, അതിൽ അഭിനയിക്കുന്ന താരങ്ങൾ. ഇപ്പം താരങ്ങളുടെ ഡേറ്റ് നോക്കിയിട്ട് സിനിമ നടക്കുന്നില്ല എന്ന് ആശങ്കപ്പെടുന്നിടത്ത് നിങ്ങൾക്ക് ക്രാഫ്റ്റിലും കണ്ടന്റിലും കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ കണ്ടന്റ് കാര്യം പറയുമ്പോൾ ഇതേ സാധനം നമ്മൾ റീൽ കണ്ടന്റുകൾ സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, ഉപയോഗിക്കുന്നു. ചില സാധനങ്ങൾ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടും ആണ് റീൽ വരുന്നത്. ഇപ്പം നമ്മൾ ഈ കൊണ്ട്രാവടി എന്നുള്ള പാട്ട് ഞങ്ങൾ മാർച്ച് ഷൂട്ട് ചെയ്യുന്നത്, ഏപ്രിൽ ഷൂട്ട് ചെയ്യുന്നത്. ഏപ്രിൽ മെയിലാണ് സ്കൂൾ ഫോട്ടോ ഷൂട്ട് ചെയ്യുന്നത്. ആ പാട്ടും ആ വിഷ്വലും ഒക്കെ അപ്പോൾ ഷൂട്ട് ചെയ്യാണ്, കലാമണിയുടെ പാട്ട് വെച്ചിട്ട്. അത് ഈ ഡിസംബറിൽ ഏതോ അമ്പലത്തിൽ ഉത്സവം വന്നിട്ട് സെയിം പാട്ടിന് അടി. അപ്പൊ നമ്മൾ അതിൽ നിന്ന് എടുക്കുന്ന ആളുകൾ വിചാരിക്കുള്ളൂ. അപ്പൊ അങ്ങനെയും സംഭവിക്കും. പിന്നെ ഞങ്ങള് വാഴ 1-ന് വേണ്ടി ഒരു സീൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അത് വേണമെങ്കിൽ വേറെ സിനിമകളിൽ ഉപയോഗിക്കാം, അത് ഞാൻ അതുകൊണ്ട് പറയുന്നില്ല. ആ സെയിം സംഭവം നമ്മൾ വേറൊരു സംഭവിച്ചു. നമ്മൾ ഈ വാഴ 2 ഷൂട്ട് ചെയ്യാൻ തന്നെ വിചാരിച്ചു. അതായിരുന്നു ഹാർഷൻ ടീമിന്റെ ഇൻട്രോ. ആ ഷൂട്ട് ചെയ്യാൻ എല്ലാം നമ്മൾ ചെയ്യാൻ റെഡിയാക്കി വെച്ചിരുന്നപ്പോൾ ആ സെയിം സാധനം ഈ നാട്ടിൽ സംഭവിച്ചു. അതൊരു വൈറൽ കണ്ടന്റായി. അപ്പൊ നമ്മളിനി അത് ഷൂട്ട് ചെയ്ത് അതുപോലെ ഇരിക്കുന്നു വെച്ചിട്ട് നമ്മളത് വിട്ടു. അതൊരു ബുദ്ധിമുട്ടാണ്. ഇനി ഒരു ഒറിജിനൽ കണ്ടന്റ് ചെയ്യുമ്പോൾ എപ്പോഴും ഭാവിയിൽ ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു പ്രശ്നം, എന്ത് ചെയ്താലും ഇത് മറ്റേ റീലിൽ നിന്ന് എടുത്തില്ല, പക്ഷെ നമ്മൾ ആ റീൽ കണ്ടിട്ടുള്ളൂ. നമ്മൾ സിനിമയെ പറയുന്നത് ഇത് മറ്റേ സിനിമയിൽ നിന്ന് കോപ്പി അടിച്ചിട്ടുണ്ട്, ആ സിനിമ നമ്മൾ കണ്ടിട്ടേ ഇല്ല എന്ന് പറയുന്ന പോലെ റീൽ കണ്ടിട്ടേ ഇല്ല. അപ്പൊ അതും ഒരു പ്രശ്നമായിട്ട് ഭാവിയിൽ മാറാം. എന്തായാലും ഗംഭീരമായി തുടരൂ ഇതേ യാത്ര. ഇത്ര തന്നെ വലിയ ടീം, ഇത്ര തന്നെ വലിയ കളക്റ്റീവ്. താങ്ക് യു.